ഹായ് മക്കൾ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് ഈവനിങ്. ഓക്കെ, സാറിനെ കൃത്യമായി കാണാനുണ്ടെങ്കിൽ, സാറ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേൾക്കാനുണ്ടെങ്കിൽ എല്ലാവരും ഉഷാറിടുന്ന് കൈവീശി കാണിച്ചേ. ഓക്കെ, സെറ്റാണ്. അപ്പോ നമുക്ക് നല്ല രീതിക്ക് പ്രാർത്ഥിച്ചിട്ട് പ്രയർ ചെയ്തിട്ടൊക്കെ ഒന്ന് തുടങ്ങാം. ഓക്കെ, എല്ലാവരും എല്ലാവരും ഒന്ന് ചിരിച്ചോണ്ട് ഉഷാറായിട്ട് കണ്ടു വളർന്നേ. ഓക്കെ, സെറ്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കൈവീശി കാണിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ബയോളജി നല്ല അടിപൊളിയായിട്ടൊക്കെ പഠിച്ചു വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇനി അതിനെ കുറച്ചും കൂടി ഒരു 3 ചാപ്റ്ററും കൂടി നമുക്ക് ബാക്കിയുണ്ട് അല്ലെ. കുറച്ചും കൂടി ഒന്ന് മിനുക്ക് പണികളൊക്കെ ചെയ്തിട്ട് പേപ്പർ കിട്ടുമ്പോഴത്തേനും നല്ല രീതിയിൽ ആൻസർ ചെയ്ത് തുടങ്ങാൻ. അപ്പോൾ ആ ഒരു 3 ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഒട്ടും സമയം കളയുന്നില്ല. അപ്പോ നമുക്ക് ഈ ഓരോ ചാപ്റ്ററിനും എത്രമാത്രം മാർക്കിനാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാന്നുള്ള വെയിറ്റേജിന്റെ അതൊന്നും നമുക്ക് നോക്കാം. ഓരോ ചാപ്റ്ററിനും വരുന്ന വെയിറ്റേജ് എത്രയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്, അറിയാനും പ്രതികരിക്കാനും എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്കൊരു 8 തൊട്ട് 12 മാർക്കിന് വരെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു 12 മാർക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ വരിക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾ ടോട്ടൽ 40 എക്സാം വരുന്നത്. അപ്പൊ ഒരു 12 മാർക്ക് അതിന് വരാന്ന് പറയുമ്പോൾ ആ ഒരു ചാപ്റ്ററിനുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കണം. കൃത്യമായിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് പോവാ. ദെൻ അടുത്തത് രണ്ടാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞ പോലെ 7 തൊട്ട് 15 മാർക്കിനാണ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററും ഒട്ടും പുറകിലല്ല, 9 തൊട്ടിട്ട് 13 മാർക്കിനാണ് നമുക്ക് അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള ചാൻസ്. ദെൻ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കീപ്പിംഗ് ഡിസീസസ് എവേ, അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 7 തൊട്ട് 9 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ദെൻ അടുത്തത് സോൾജിയേഴ്സ് ഓഫ് ഡിഫൻസ്, പ്രതിരോധത്തിന്റെ കാവലാളുകൾ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്കൊരു 7 തൊട്ട് 11 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. 4, 5 നിന്ന് കുറച്ച് മാർക്കിനാണെന്നുണ്ടെങ്കിൽ വളരെ കുറവൊന്നുമല്ല, എന്നാലും പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ആറാമത്തെ ചാപ്റ്ററിൽ നിന്ന് അൺട്രാവലിംഗ് ദ ജനറ്റിക് മിസ്റ്ററീസ്, ഇഴപിരിയുന്ന ജനിതക രഹസ്യങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 6 തൊട്ടിട്ട് 8 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ ജനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചർ, നാളെയുടെ ജനിതകം, അതാണ് നമുക്ക് തമ്മിലുള്ളത് വെച്ചിട്ട് കുഞ്ഞൊരു ചാപ്റ്റർ. അതൊന്നും ഏതാണ്ട് ഒരു 3-4 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുള്ളൂ. അതുകൂടി കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ ഒരു 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ വരുള്ളൂ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. കൃത്യമായിട്ട് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ എയിം എന്ന് പറയുന്നത് എപ്പോഴും A+ ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഫുൾ മാർക്കാണ്. ഫുൾ മാർക്ക് വാങ്ങിച്ചാലും ചിലപ്പോൾ അറിയാനൊന്നും പറ്റില്ലായിരിക്കും. പക്ഷെ നമുക്ക് എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫുൾ മാർക്ക് നമ്മുടെ കയ്യിലേക്ക് കിട്ടണം, അല്ലെങ്കിൽ ഞാൻ ഫുൾ മാർക്ക് വാങ്ങിച്ചു എന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ 7ാമത്തെ ചാപ്റ്റർ കൂടി കൃത്യമായി പഠിക്കേണ്ടതായിട്ടുണ്ട്. വിട്ട് പഠിക്കേണ്ട ചാപ്റ്റർ അല്ല. ദെൻ അടുത്തത് 8ാമത്തെ ചാപ്റ്റർ ആണ്, ദ പാത്ത് ട്രാവേഴ്സ്ഡ് ബൈ ലൈഫ്, ജീവൻ പിന്നിട്ട പാതകൾ എന്ന് പറയുന്ന നമ്മുടെ 8ാമത്തെ ചാപ്റ്ററിൽ നിന്നും 6 തൊട്ട് 8 മാർക്കിനാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നത്. സോ ഈ ഒരു 3 ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, 6, 7, 8 എന്നിങ്ങനെയുള്ള 3 ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള പോകുന്നത്. സോ ഒട്ടും സമയം കളയണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസിലോട്ടും അതുപോലെ തന്നെ ആ ചാപ്റ്ററുകളിലേക്കൊക്കെ ഒന്ന് പോവാം. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് അറിയാം. ഓക്കെ, ആദ്യം നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഗ്രിഗർ ജൊഹാൻ മെന്റൽ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ 7 ക്യാരക്ടേഴ്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 7 ക്യാരക്ടേഴ്സും അതിന്റെ അതിന്റെ 2 കോൺട്രാസ്റ്റിംഗ് ട്രീറ്റ് വെച്ചിട്ടുമാണ്. ഓക്കെ, അപ്പോൾ 7 ക്യാരക്ടേഴ്സ് ഇൻറ്റു 2 കോൺട്രാസ്റ്റിംഗ് ട്രീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു 14 ട്രീറ്റുകളോളം കിട്ടും. സോ ആ ഒരു ട്രീറ്റുകൾ കൃത്യമായിട്ട് ഒന്ന് പഠിച്ചു വെക്കുക. എക്സാമിന് ചോദിക്കുന്നതാണ് ഏതൊക്കെയാണ് ഗ്രിഗർ ജൊഹാൻ മെന്റൽ എടുത്തിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് ചോദിക്കാറുണ്ട്. സോ ഫസ്റ്റത്തെ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ്, ഓക്കെ, ചെടിയുടെ ഉയരം. രണ്ടാമത്തെ പൊസിഷൻ ഓഫ് ദ ഫ്ലവർ, പൂവിന്റെ സ്ഥാനം. മൂന്നാമത്തെ വരുന്നത് ഷേപ്പ് ഓഫ് ദ സീഡ്, വിത്തിന്റെ ആകൃതി. നാലാമത്തെ വരുന്നത് കളർ ഓഫ് ദ സീഡ് കോട്ട് ആണ്, വിത്തിന്റെ ആവരണത്തിന്റെ നിറം. 5ാമത്തെയും 6ാമത്തെയും വരുന്നത് കളർ ഓഫ് ദ കോട്ട്ലിഡൻ, ബീജപത്രത്തിന്റെ നിറം. 6ാമത്തെ കളർ ഓഫ് ദ ഫ്രൂട്ട്. ദെൻ 7th വൺ ഈസ് ഷേപ്പ് ഓഫ് ദ ഫ്രൂട്ട്, ഫലത്തിന്റെ ആകൃതി. സോ ഈ ഒരു 7 ക്യാരക്ടേഴ്സും അതിന്റെ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ്. ഓക്കെ, കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്യാരക്ടർ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ 2 വിപരീത ഗുണങ്ങളിനെയാണ് നമ്മൾ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് എന്ന് വിളിക്കുക. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉയര കൂടുതൽ ഉണ്ടായിരിക്കും, ഉയരക്കുറവുണ്ടായിരിക്കും. പൊസിഷൻ ഓഫ് ദ ഫ്ലവർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആക്സിയലിലും വരുന്നുണ്ടായിരിക്കും, ഓക്കെ, മുകളിലും വരുന്നുണ്ടായിരിക്കും, ടെർമിനലിലും വരുന്നുണ്ടായിരിക്കും, താഴെയും വരുന്നുണ്ടായിരിക്കും ഫ്ലവർ. ഓക്കെ, അതേപോലെ തന്നെ ഷേപ്പ് ഓഫ് ദ സീഡ് നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാണ്? റൗണ്ട് സീഡ്, ഓക്കെ, ഉരുണ്ട വിത്ത്. അതേപോലെ തന്നെ റിങ്കിൾഡ് സീഡ്, ഓക്കെ, ചുളുങ്ങിയ വിത്ത്. അപ്പൊ ഇത്തരത്തിലെ ഓരോന്നിനും
രണ്ട് വീതം ക്യാരക്ടേഴ്സ്, രണ്ട് വീതം ട്രേറ്റ്സ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾ ടോട്ടൽ എത്ര ക്യാരക്ടേഴ്സ് ആയിട്ടുണ്ടായിരിക്കും? ഒന്ന് എല്ലാവരും ഒന്ന് സ്ക്രീനിൽ കാണിച്ചേ. ഓരോന്നിന് 2 വെച്ച് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര ഉണ്ടായിരിക്കും? 6 5 5ന്റെ അപ്പുറത്ത് 4ന്റെ ഇപ്പുറത്ത് കൂടി ഉണ്ട് അല്ലെ? 14. ഓക്കെ, 14 ക്യാരക്ടേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ 14 ട്രേഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ദെൻ നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന ഒരു ടേം ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് അല്ലീൽസ്. ഓക്കെ, അല്ലീൽസ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ, ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് രണ്ട് ടൈപ്പ് ഓഫ് രണ്ട് ഫോംസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ടോൾ എന്ന് പറയുന്നത് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡ്വാർഫ് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കും. ഓക്കെ, ക്യാപിറ്റൽ ടി ഉണ്ടായിരിക്കും, സ്മോൾ ടി ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരത്തിൽ ഈ 2 സംഭവങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചേ? അല്ലീൽസ് എന്ന് വിളിച്ചേ. ഓക്കെ, ഒരു ജീനിന് എത്ര ഫോംസ് ഉണ്ടായിരിക്കും? 2 ഫോംസ് ഉണ്ടായിരിക്കും. സോ 2 ഡിഫറെന്റ് ഫോംസ് ഓഫ് എ ജീൻ is known as alleles. Okay, a gene that controls a character that has different forms that are called alleles. ഒരു ജീനിന് ഉണ്ടാവുന്ന രണ്ട് വ്യത്യസ്ത ഫോംസ് ആണ് എന്ത്? അല്ലീൽസ് എന്ന് പറയുന്നത്. ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ജീനിനെ 2 വ്യത്യസ്ത തരങ്ങൾ ഉണ്ടായിരിക്കും, 2 ഡിഫറെന്റ് ഫോംസ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ അടുത്ത് ചോദിക്കാറുണ്ട് എന്താണ് അല്ലീൽ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ എന്താണ് നിങ്ങൾ എഴുതേണ്ടത്? 2 ഡിഫറെന്റ് ഫോംസ് ഓഫ് എ ജീൻ അല്ലെങ്കിൽ 2 ഡിഫറെന്റ് ഫോംസ് ഓഫ് എ ഫാക്ടർ ഈസ് നോൺ ആസ് അല്ലീൽ. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഈ ടേംസ് ഒക്കെ നിങ്ങളൊന്നും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിലാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാവാത്തതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ടോൾനെസ്സിനെ പറയുന്ന ഒരു അല്ലീലുണ്ട്, ഡ്വാർഫ്നെസ്സിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു അല്ലീലുണ്ട്. അപ്പൊ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ആണ് അതിന്റെ 2 അല്ലീലുകൾ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ മെന്റലിന്റെ എക്സ്പെരിമെന്റ്. ഓക്കെ, മെന്റൽ എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോൾ ടോൾ ആയിട്ടുള്ള ഒരു ചെടീനെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഫോം ക്യാപിറ്റൽ ടി എന്നാണ്. ദെൻ ഡ്വാർഫ് ഉയരം കുറഞ്ഞ ഒരു ചെടീനെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്മോൾ ടി ആണ്. സോ ഇതിനെ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്തിനുണ്ടാക്കണം? എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിലിട്ട് സാർ ഒരാൾ വിളിച്ചേ. നമുക്ക് ഇതിനെ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് പോവാം, ഇതിനെ ക്രോസ് ചെയ്യാനായിട്ട് പോവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ ആദ്യം എന്തിനുണ്ടാക്കണം? എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിലിട്ടെ. എന്താണ് ഇതിൽ നിന്ന് ആദ്യം എടുക്കേണ്ടത് അല്ലെങ്കിൽ ഉണ്ടാവേണ്ടത്? ആരാണ് പറയാനായിട്ട് വരുന്നത്? അഭിഷേക് പറയൂ, പറഞ്ഞോളൂ. എന്താണ് ഉണ്ടാക്കേണ്ടത്? ആദ്യം എന്തുണ്ടാവണം? അടുത്തൊരു ജനറേഷൻ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം എന്തുണ്ടാവണം? കുറെ പേര് ചാറ്റ് ബോക്സിലൂടെ പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞേ? ഫസ്റ്റ് ജനറേഷൻ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം എന്തുണ്ടാവണം? അല്ലീൽസിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഗാമീറ്റ്സ് ഉണ്ടാവണം, ബീജകോശങ്ങൾ ഉണ്ടാവണം. അതെങ്ങനെയാണെന്ന് വരെ എന്റെ മക്കൾ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സാർ. ഓക്കെ, ആദ്യം ഗാമീറ്റ്സിനെയാണ് ഉണ്ടാക്കേണ്ടത്. ഈ ഗാമീറ്റ്സിനെ ഉണ്ടാക്കാൻ സുഖമാണ്. ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുള്ള ഈ 2 ടി ഇരിക്കുന്ന ഈ 2 അല്ലീലുകളും ഒട്ടിപ്പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതിനൊന്ന് പിടിച്ച് സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്തുണ്ടാക്കാനായിട്ട് പറ്റും? അല്ലീൽസിനെ ഗാമീറ്റ്സിനെ ഉണ്ടാക്കാനായിട്ട് പറ്റും. വട്ടമിട്ടാൽ ഗാമീറ്റ്സ് ഉണ്ടായി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഇത് 2 കൂടി ഫ്യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുള്ള ഒരു പ്ലാന്റിനെയാണ് കിട്ടുക. പക്ഷെ അതിന്റെ സ്വഭാവം എന്താണ്? ടോൾ തന്നെയാണ്. ഡോർഫിനെ കാണാനില്ല, അല്ലെങ്കിൽ ഉയരം കുറവുള്ള സ്വഭാവത്തിനെ കാണാനില്ല. അപ്പൊ ഇങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ പിടിച്ച് സെൽഫ് പോളിനേഷൻ ചെയ്യും. ഓക്കെ, സെൽഫ് പോളിനേഷൻ ചെയ്തപ്പോഴാണ് നമുക്ക് 3 ടോളും 1 ഡോർഫും കിട്ടിയത്. ഓക്കെ, 3 നീളം കൂടുതലുള്ള ചെടിയും 1 നീളം കുറവുള്ള ചെടിയും കിട്ടിയത്. സോ ആ ഒരു 3-1 എന്ന് പറയാനായിട്ടുള്ള കാര്യം ഈ ഒരു റേഷ്യോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3:1 എന്ന് പറയുന്ന ഒരു അനുപാതത്തിലാണ്, റേഷ്യോയിലാണ് നമുക്ക് അടുത്ത ജനറേഷനിലെ എന്തുണ്ടായിട്ടുള്ളത്? ഈ പറയുന്ന പ്ലാന്റ്സിനെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ദെൻ നമ്മൾ 2 ക്യാരക്ടർ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ എക്സ്പെരിമെന്റ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പോ 2 പ്ലാന്റിന് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഉയരം കൂടിയ ഉരുണ്ട വിത്ത്, അതുപോലെ തന്നെ ഉയരം കുറഞ്ഞ ചുളുങ്ങിയ വിത്ത്. ഓക്കെ, ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്, അതുപോലെ തന്നെ ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ് എന്ന് പറയുന്ന 2 ക്യാരക്ടറാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇതിന് എന്തിനുണ്ടാക്കി? ഗാമീറ്റ്സിനെ ഉണ്ടാക്കി. അപ്പോഴും എന്ത് തന്നെ നമുക്ക് ഉണ്ടായുള്ളൂ? ഉയരം കൂടിയ ഉരുണ്ട വിത്ത് എന്ന് പറയുന്ന ആ ഒരു സംഭവം കാണിക്കുന്ന ആൾക്കാരെ മാത്രമേ നമുക്ക് ഉണ്ടായുള്ളൂ. സാറേ ഒന്ന് മാറ്റിത്തരും.
ഓക്കെ, നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റിലും നമുക്ക് ഒരു ക്യാരക്ടർ മാത്രമേ കാണാനായിട്ട് പറ്റുള്ളൂ. ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ എന്ന് പറയുന്ന ക്യാരക്ടറുള്ള ഒരു ജനറേഷനിൽ, ഫസ്റ്റ് ജനറേഷനിൽ നമുക്ക് ഈ ക്യാരക്ടർ തന്നെയാണ് കിട്ടിയത്. എല്ലാതും ഈ ക്യാരക്ടർ തന്നെയായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ പിടിച്ച് എന്ത് ചെയ്യും, സെൽഫ് പോളിനേഷൻ ചെയ്യും. ഓക്കെ, സെൽഫ് പോളിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വയം ആ ഒരു പ്ലാന്റിനെ എടുത്തിട്ട് അതിനുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, പോളിനേഷൻ, പരാഗണം ചെയ്യുക. സോ ഇതിനകത്ത് നിന്ന് നമ്മുടെ ഗാമീറ്റ്സ് ഉണ്ടാവുന്നത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ്. അത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഇതിനകത്ത് നിന്ന് ഗാമീറ്റ്സിന് ഉണ്ടാക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. എല്ലാ എക്സാമിനും കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നതാണ്. എങ്ങനെയാണ് ഇതിനകത്ത് നിന്ന് ഗാമീറ്റ്സിന് ഉണ്ടാക്കുക? സാർ ആളെ വിളിച്ചേ, എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഗാമീറ്റ്സിന് ഉണ്ടാക്കാനായിട്ട് പറ്റുക? ശ്രേയ കമോൺ, നമുക്ക് എങ്ങനെ ഗാമീറ്റ്സിന് ഉണ്ടാക്കാം? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, പിന്നെ ക്യാപിറ്റൽ ടി, സ്മോൾ ആർ, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ടി, സ്മോൾ ആർ. ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ആദ്യം നമ്മൾ ഈ ക്യാപിറ്റൽ ടീനെ അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്യാം. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, സ്മോൾ ടി. ആദ്യം ഇങ്ങനെ എഴുതാം, ടി, ക്യാപിറ്റൽ ടി, സ്മോൾ ടീനെ ഇങ്ങനെ എഴുതാം. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ആറിനെ ഓൾട്ടർനേറ്റ് ആയിട്ട് എഴുതാം. ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. എന്നിട്ട് എന്ത് ചെയ്യുക, വട്ടം വരയ്ക്കാം. വട്ടം വരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാമീറ്റ് ഉണ്ടായി എന്നാണ് അർത്ഥം. ഓക്കെ ഓക്കെ, അപ്പോ ഈ ഒരു സ്റ്റെപ്പ് മനസ്സിലായെങ്കിൽ ഉഷാറൊന്ന് കൈവശി കാണിച്ചേ. എല്ലാ എക്സാമിനും കൃത്യമായി ചോദിക്കുന്നതാണ്, എങ്ങനെയാണ് ഈ രണ്ട് ക്യാരക്ടർ ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഗാമീറ്റ്സിനെ ഉണ്ടാക്കുക. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഈ സംഭവം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഒരു ബോക്സ് ഒക്കെ വരച്ചിട്ട്, ചെക്കർ ബോർഡ് ഒക്കെ വരച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത എക്സ്പെരിമെന്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക. ആ ബോക്സ് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ അതിന്റെ റേഷ്യോ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇത് എങ്ങനെയാണ് വരിക എന്നൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, എക്സാമിന് അതൊന്നും ചോദിക്കില്ല. പക്ഷെ അതിന്റെ റേഷ്യോ എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആ ചെക്കർ ബോർഡ് ഒക്കെ വെച്ചിട്ട് പഠിക്കുക. ഇത് ഇങ്ങനെ എഴുതാനൊന്നും വരൂല, പക്ഷെ നമ്മളുടെ അടുത്ത് ചോദിക്കാറുണ്ട് ഏതൊക്കെ റേഷ്യോയിലാണ് നമുക്ക് ഉണ്ടായിട്ടുണ്ടാവുക. ടോൾ പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ് എത്ര എണ്ണം ഉണ്ടായി? സോറി, ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ് എത്ര എണ്ണം ഉണ്ടായി? സാർ ഒരാൾ വിളിച്ചേ, ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ് എത്ര എണ്ണം ഉണ്ടായി? എയ്ബൽ പറയൂ. ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്, ഉയരം കൂടിയ ഉരുണ്ട വിത്തുള്ള ചെടികൾ എത്ര എണ്ണം ഉണ്ടായി? ടോൾ പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്, ചുളുങ്ങിയ വിത്ത് എത്ര എണ്ണം ഉണ്ടായി? സോറി, ചുളുങ്ങിയതല്ല, റൗണ്ട്. എന്താണ് നിങ്ങൾ തെറ്റണേ? റൗണ്ട്, റൗണ്ട്. ടോൾ റൗണ്ട് എത്ര എണ്ണം ഉണ്ടായടാ? എത്ര എണ്ണം ഉണ്ടായി? ഉയരം കൂടിയ ഉരുണ്ട വിത്ത് എത്ര എണ്ണം ഉണ്ടായി? എത്ര എണ്ണം ഉണ്ടായി? എല്ലാരും ഒന്ന് സ്ക്രീനിൽ കാണിച്ചേ, എത്ര എണ്ണം ഉണ്ടായിന്ന്? 10? 10 എണ്ണില്ല, 10 മൈനസ് 1, 9. ദെൻ ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ് എത്ര എണ്ണം ഉണ്ടായി? വേറെ ആളോട് ചോദിക്കാം. ആദിലക്ഷ്മി, ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്, ഇതിൽ നോക്കിയിട്ട് എന്റെ കുഞ്ഞ് പറഞ്ഞാൽ മതി. ഉയരം കുറഞ്ഞ ചുളുങ്ങിയ വിത്ത് 3 ഉണ്ടായോ? 3 എണ്ണം കൂടെ കാണുന്നുണ്ടോ? ഇവിടെ ഒന്നും കാണുന്നില്ല. അത് ഉയരം കുറഞ്ഞ ചുളുങ്ങിയ വിത്ത് എത്ര എണ്ണം ഉണ്ടായി? എടാ സ്ക്രീനിൽ കാണിച്ച എത്ര എണ്ണം ഉണ്ടായി? 3 ഇല്ല കേട്ടാ, 1 ഉള്ളൂ. പക്ഷേ ഇതുവരെ കാണാത്ത പുതിയ 2 ക്യാരക്ടേഴ്സും കൂടി വന്നു. ഓക്കെ, പുതിയ 2 ക്യാരക്ടേഴ്സ് വന്നു. അതാണ് ടോൾ വിത്ത് റിങ്കിൾഡും ഡ്വാർഫ് വിത്ത് റൗണ്ടും. എത്ര വെച്ചിട്ടുണ്ടായി? എന്റെ മക്കൾ ഒന്ന് സ്ക്രീനിൽ കാണിച്ചേ, എത്ര വെച്ചിട്ടുണ്ടായത്? ഓക്കെ, 3 വെച്ചിട്ടാണ് ഉണ്ടായത്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു റേഷ്യോ വരുന്നത്. 9:3:3:1 എന്ന് പറയുന്ന ഒരു റേഷ്യോയിലാണ് വരുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇതുവരെ ഇല്ലാത്ത, നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാനെടുത്തത് ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡും അതുപോലെ തന്നെ ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡും ആണ് എടുത്തത്. പക്ഷെ ഇതുവരെ ഇല്ലാത്ത ഈ സംഭവങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള ഒരു കാരണം നമ്മളുടെ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്താണ് ആ കാരണം? സാർ ഒരാളെ വിളിച്ചേ, ആ കാരണത്തിന്റെ പേരും കൂടി പറഞ്ഞ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. അർജുൻ, കമോൺ, അർജുൻ പറയൂ. ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഓഫ് ഈച്ച് ക്യാരക്ടർ. ഓക്കെ, എന്താണ്? പരസ്പരം കൂടിക്കലരാതെ ഉള്ള അടുത്ത ജനറേഷനിലേക്കുള്ള വ്യാപനം. അതാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നിന്റെ മക്കൾ ഇവിടെ എഴുതി വെക്കേണ്ടത്. കാരണം നമ്മള്
ടോളിനെയും റൗണ്ടിനെയും ഒരുമിച്ചിട്ടാണ് വിട്ടിട്ടുണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇവരൊക്കെ എന്താണ്, ഒക്കെ എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിലും നമ്മൾ കുറെ നാളൊക്കെ നമ്മൾ എന്താ പറയാ ഒരാളുടെ ഒപ്പം നടക്കും, ഒരാളുടെ ഫ്രണ്ടാക്കി നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു പുതിയ ആൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഒപ്പം പോവില്ലേ? അതാണ് ടോളിന്റെ റൗണ്ടിന്റെ ഒപ്പം, ടോള് റൗണ്ട് ഒരുമിച്ച് കയ്യും പുറത്ത് നടന്നിരുന്ന നല്ല കൂട്ടുകാരായിരുന്നു, നല്ല ലവേഴ്സ് ആയിരുന്നു, നല്ല ബെസ്റ്റീസ് ആയിരുന്നു. പെട്ടെന്നാണ് ടോളിന്റെ അടുത്തേക്ക് റിങ്കിൾഡ് വന്നത്. അപ്പൊ എന്ത് ചെയ്തു? റൗണ്ടിനെ തേച്ചു, റിങ്കിൾഡിന്റെ അടുത്തേക്ക് പോയി. ഇതിന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? എല്ലാവരും എന്താണ്, എല്ലാവരും എന്താ പറയാ ഇൻഡിവിജ്വൽസ് ആണ്. ഓക്കെ, ഡിപ്പെൻഡ് ഒരാളിലും ഡിപ്പെൻഡ് ആയിട്ട് എപ്പോഴും ഒന്നും നിൽക്കൂല. ഓരോരുത്തരും എന്താണ്, ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ അതാണ് അതിന്റെ അർത്ഥം. ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഓഫ് ഈച്ച് ക്യാരക്ടർ. ആരുടെ സ്വഭാവം എപ്പോ വേണമെങ്കിലും മാറാം, ആരോടൊപ്പം വേണമെങ്കിലും പോവാം. അപ്പൊ അതാണ് ഇവിടെ എഴുതി വെക്കുന്നത്. അങ്ങനെ എഴുതി വെക്കരുത്. ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഓഫ് ഈച്ച് ക്യാരക്ടർ എന്ന് തന്നെ കൃത്യമായി എഴുതി വെക്കാടാ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ മക്കളൊന്ന് ഉഷാറോടൊന്ന് കൈവീശി കാണിച്ചേ. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് എഴുതി വെക്കുക. ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഓഫ് ഈച്ച് ക്യാരക്ടർ, ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഓഫ് ഈച്ച് ക്യാരക്ടർ ട്ടാ. ഓക്കെ, മലയാളത്തിലെ പരസ്പരം കൂടിക്കലരാതെ അടുത്ത ജനറേഷനിലേക്ക്, അടുത്ത തലമുറയിലേക്ക് വ്യാപിക്കുന്നു. ഓക്കെ, അങ്ങനെയുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഇങ്ങനെ ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരൊന്നും മലയാളത്തിനകത്ത് പഠിക്കാനില്ല. ദെൻ ഈ ഒരു ചാപ്റ്ററിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാ പരീക്ഷയിലും, ഓക്കെ, എല്ലാ പരീക്ഷയിലും ചോദിക്കുന്നതാണ് എന്താണിത്? ഇത് DNA ആണ്. ഓക്കെ, ഇത് DNA ആണ്. DNA-യുടെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇപ്പൊ DNA ഉണ്ടാക്കിയിട്ടുള്ളത് ബേസിക് DNA ആയാലും RNA ആയാലും ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഫോം ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ന്യൂക്ലിയോടൈഡ്. ഓക്കെ, ഒരു ന്യൂക്ലിയോടൈഡിന് 3 കോമ്പണൻസ് ആണുള്ളത്. വരയ്ക്കാനും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം ഒരു ഷുഗർ മോളിക്യൂൾ ഉണ്ട്, പിന്നെ ഒരു നൈട്രജൻ ബേസ് ഉണ്ട്, പിന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഷുഗർ മോളിക്യൂൾ ഉണ്ട്, ഒരു നൈട്രജൻ ബേസും ഉണ്ട്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഉണ്ട്. DNA-യിലാണെന്നുണ്ടെങ്കിൽ 4 ഇതാണുള്ളത്, 4 നൈട്രജൻ ബേസസ് ആണുള്ളത്. ഏതൊക്കെയാണ് DNA-യിലുള്ള 4 നൈട്രജൻ ബേസസ്? എന്റെ മക്കൾ പെട്ടെന്നൊന്ന് പറഞ്ഞേ, സാർ ഒരാൾ വിളിച്ചേ. ഏതാണ് DNA-യിലുള്ള 4 നൈട്രജൻ ബേസസ്? ദിയ പറയൂ. 4 നൈട്രജൻ ബേസസ് പറഞ്ഞോളൂ. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. വെരി ഗുഡ്. RNA-യിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അഡിനിനും തൈമിനുമായിട്ടാണ് എന്ത് ചെയ്യുക, എപ്പോഴും പെയർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഗ്വാനിനും സൈറ്റോസിനുമാണ് എപ്പോഴും പെയർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അഡിനിനും തൈമിനും തമ്മിലുള്ള ബോണ്ട് ഡബിൾ ബോണ്ടും ഗ്വാനിനും സൈറ്റോസിനും തമ്മിലുള്ള ബോണ്ട് ട്രിപ്പിൾ ബോണ്ടുമാണ്. അപ്പോൾ ഇതിൽ ഡബിൾ ബോണ്ട് ഉള്ളത് ബ്രേക്ക് ചെയ്യാൻ, ഇത് DNA-യിലുള്ളതാണ്, ഇത് DNA-യിലുള്ളതാണ്. ഓക്കെ, ഈ ഡബിൾ ബോണ്ട് അത്രയും സ്ട്രോങ് അല്ലാത്ത ബോണ്ട് ആയതുകൊണ്ട് എന്ത് ചെയ്യും, RNA-യിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഡിനിൻ ആരെ തേക്കും? തൈമിനെ തേക്കും. പകരം ആരെ കയറ്റി വെക്കും? നമ്മുടെ യുറാസിനെ കയറ്റി വെക്കും. RNA-യിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിഫറൻസ് ആണ് ഇതിനകത്തുള്ളത്. പിന്നെ ഷുഗർ മോളിക്യൂളിന്റെ നമ്മുടെ DNA-യിലാണെങ്കിൽ ഡിയോക്സി റൈബോ ഷുഗർ ആയിരിക്കും, RNA-യിലാണെങ്കിൽ വെറും റൈബോ ഷുഗർ ആയിരിക്കും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. കൃത്യമായിട്ട് ഇതിന്റെ ഡിഫറൻസ് ചോദിക്കാറുണ്ട്. നൈട്രജൻ ബേസ് എന്താണെന്ന് ചോദിക്കാറുണ്ട്, നൈട്രജൻ ബേസ് വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ പരിചയപ്പെടാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് DNA-യിലാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് എന്ന് പറയുന്നത് 2 എണ്ണമാണ്. ടൈപ്പ് ഓഫ് ഷുഗർ ഡിയോക്സി റൈബോ ഷുഗർ ആണ്, മറ്റേത് റൈബോ ഷുഗർ ആണ്. നൈട്രജൻ ബേസസ് ഏതൊക്കെയാണ്? അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. DNA-യിലാണെന്നുണ്ടെങ്കിൽ. RNA-യിലാണെന്നുണ്ടെങ്കിൽ ഈ തൈമിൻ മാറിയിട്ട് അവിടെ ആര് വരും? യുറാസിൻ വരും എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമാണുള്ളത് എന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ എന്റെ മക്കളൊന്ന് ഓർത്ത് വയ്ക്കാം. ഒരെണ്ണത്തിന് 2 സ്ട്രാൻഡ് ആണ്, ഒരെണ്ണത്തിന് 1 സ്ട്രാൻഡ് ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആണോ? ഇനി ഈ ഒരു ചാപ്റ്ററിന് വരാവുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു ആക്ഷൻ ഓഫ് ജീൻസ് എന്ന് പറയുന്ന ഭാഗത്ത്, അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു കുറച്ച് അധികം സ്റ്റെപ്പുകൾ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതാണ് ആദ്യം എന്ത് ചെയ്യും, DNA-യുടെ കയ്യിൽ നിന്ന് mRNA ഉണ്ടാവും, മെസ്സഞ്ചർ RNA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ DNA ഒരു മെസ്സേജ് ഒക്കെ കൊടുത്തിട്ട് ഒരു RNA-നെ പറഞ്ഞു വിടും. ആ RNA എവിടെ എത്തും? റൈബോസോമിൽ എത്തിയിട്ട് വെയിറ്റ് ചെയ്യും. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, tRNA ട്രാൻസ്ഫർ RNA അവിടെ ഇവിടെയുള്ള അമിനോ ആസിഡിനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരുന്നത്, വഹിച്ചു കൊണ്ടുവരുന്നത്. ദെൻ ആ ഒരു ട്രാൻസ്ഫർ RNA എന്ത് ചെയ്യും, റൈബോസോമിലേക്ക് ഈ അമിനോ ആസിഡുകളെ എത്തിക്കും. ഈ DNA പറഞ്ഞു കൊടുത്ത മെസ്സേജ് വെച്ചിട്ട് എന്ത് ചെയ്യും, മെസ്സഞ്ചർ RNA റൈബോസോമിൽ വെച്ചിട്ട് എന്തുണ്ടാക്കും, പ്രോട്ടീൻ ഉണ്ടാക്കും. അതാണ് പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ പ്രോട്ടീന്റെ നിർമ്മാണം അല്ലെങ്കിൽ ആക്ഷൻ ഓഫ് ജീൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. കൃത്യമായിട്ട് ഈ
സ്റ്റെപ്പുകൾ കൃത്യമായിട്ടൊന്ന് പഠിക്കാം. DNA നിന്ന് mRNA രൂപപ്പെടുന്നു. mRNA ന്യൂക്ലിയസിന് പുറത്തെത്തുന്നു. mRNA റൈബോസോമിൽ എത്തുന്നു. tRNA വിവിധ തരം അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിക്കുന്നു. mRNAയിലെ സന്ദേശം അനുസരിച്ച് അമിനോ ആസിഡുകൾ കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ നിർമ്മിക്കുന്നു. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഫിഗർ അടക്കം നിങ്ങളുടെ അടുത്ത് ചോദിക്കാറുള്ളതാണ്. സാർ ഫിഗർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതല്ല മുന്നത്തെ ഫിഗർ, ഈ ഒരു ഫിഗർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ ആക്ഷൻ ഓഫ് ജീൻസ് എന്ന് പറയുന്ന ആ ഒരു ഫിഗർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഇതിങ്ങനെ ചോദിക്കും, ഇത് DNA ആണ്, ഇത് mRNA ആണ്. അപ്പൊ നിങ്ങളുടെ അടുത്ത് mRNA തരില്ല, DNA തരും, mRNA തരില്ല. tRNAയുടെ പേരെന്ത്, ഇതിന്റെ പണി എന്താണ്? ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അടുത്തത് ഡിറ്റർമിനേഷൻ ഓഫ് സെക്സ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം മനുഷ്യ ശരീരത്തിലെ 2 സെക്സ് ക്രോമസോംസ് ആണുള്ളത്. ഒരെണ്ണം എക്സും ഒരെണ്ണം വൈയും. അപ്പൊ എക്സും വരികയാണെന്നുണ്ടെങ്കിൽ ഫീമെയിലും എക്സും വൈയും വരികയാണെന്നുണ്ടെങ്കിൽ മെയിലും. അങ്ങനെയാണ്. അപ്പൊ നമുക്കറിയാം, സ്ത്രീയുടെ കയ്യിൽ നിന്ന് എക്സും വന്നു, പുരുഷന്റെ കയ്യിൽ നിന്ന് മെയിലിന്റെ കയ്യിൽ നിന്ന് എക്സും വൈയും വന്നു. അപ്പൊ ഇതിങ്ങനെ കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ്, അല്ലെങ്കിൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് തീരുമാനിക്കുന്നത് അച്ഛന്റെ കയ്യിൽ നിന്ന് വരുന്ന വൈ എന്ന് പറയുന്ന ക്രോമസോം ആണ്. 50-50 ചാൻസ് ആണ്. ആൺകുട്ടി ഉണ്ടാവാനും പെൺകുട്ടി ഉണ്ടാവാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് 50-50 ആണ് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലത്തെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ റിലേഷൻ ഇൻ ദ ഇൻഡിക്കേറ്റർ എ ആൻഡ് കംപ്ലീറ്റ് ബി അക്കോർഡിംഗ്ലി. ഓക്കെ, സൂചന എയിലെ ബന്ധം മനസ്സിലാക്കി ബി പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ അടുത്ത് എ എന്ന് പറയുന്നത് DNA, ഡിയോക്സി റൈബോസ് ഷുഗർ, ATGC. എന്തായിരിക്കും ഈ ഒരു ATGC എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്? അവ സാർ ഒരാൾ വിളിച്ചേ, എന്തായിരിക്കും ATGC? ദേവനന്ദ പറയൂ, ATGC എന്താണ്? ATGC എന്താ? നൈട്രജൻ ബേസസ് ആണ്. അഡെനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ RNAയുടെ താഴത്ത് ഇവിടെ നമുക്ക് എന്ത് എഴുതാം? റൈബോ ഷുഗർ. വെരി ഗുഡ്. ഇവിടെയോ? അഡിനിൻ, യുറാസിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഓക്കെ, ടി മാറ്റിയിട്ട് യു ആക്ക. വെരി ഗുഡ്. ഓക്കെ, AUGC എന്ന് എഴുതാം. ഓക്കെ, കൃത്യമായിട്ട് ഇത് ഇങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. ദെൻ അടുത്ത ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നാളത്തെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതല്ല, ഇതിന്റെ അപ്പുറത്ത് അല്ല, ഇത് വരില്ല എന്നല്ല, അതും വരും, പക്ഷെ ഇത് ഷുവർ ആണ്. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ചിത്രം നിരീക്ഷിച്ച് തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഐഡന്റിഫൈ ദ പാർട്ട് A and B. ഓക്കെ, A എന്താണ്, B എന്താണെന്ന് എഴുതണം. ദെൻ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് A? എയുടെ ധർമ്മം എന്താണ്, ഫംഗ്ഷൻ എന്താണ്? എക്സ്പ്ലെയിൻ ദ പ്രോസസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ B. ബിയിൽ നടക്കുന്ന പ്രോസസ് എന്താണ്? അപ്പൊ നിങ്ങൾക്കിത് ഈ DNA-യിൽ നിന്ന് വരുന്ന ഈ ഒരു കുഞ്ഞൊരു സാധനമാണ് എന്ത്, A എന്ന് പറയുന്നത്. ഇവിടെ കാണുന്ന ബ്രെഡ് അല്ലെങ്കിൽ സാൻഡ്വിച്ച് പോലെയുള്ള ആ ഭാഗമാണ് B എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ A ഏതാണ്, B ഏതാണ്? സാറേ ഒരാൾ വിളിച്ചേ, A ഏതാണ്, B ഏതാണ്? അനഘ, കമോൺ. എന്താണ് സാൻഡ്വിച്ചിന്റെ പേര് പറഞ്ഞപ്പോ എന്തെങ്കിലും തിന്നാനുള്ള വ്യഗ്രത വന്നോ? എന്തോ വായിലിടുന്നത് ഞാൻ കണ്ടു. ഇല്ല, പറഞ്ഞോ. mRNA ഫുൾ നെയിം മെസ്സഞ്ചർ RNA. അതിന്റെ പണി എന്താന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മളുടെ അടുത്ത്. റൈറ്റ്, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് A? എന്ത് മെസ്സേജ് ആണ് DNA പറഞ്ഞു കൊടുക്കുന്നത്? പ്രോട്ടീൻ സിന്തസിസ് ആണ്. ഓക്കെ, പ്രോട്ടീൻ സിന്തസിസ് ആണ്. ദെൻ അടുത്തത് ബി ആരാ? ബി വേറെ ആളോട് ചോദിക്കാം. സാറേ ബി ആരാ? മുഹമ്മദ് അലി. ബി ആരാ? ബി സാൻഡ്വിച്ച് പോലത്തെ സാധനം. ഇതെന്താ? റൈബോസോം. ഏത് പ്രോസസ്സാണ് റൈബോസോമിൽ വെച്ച് നടക്കുന്നത്? പ്രോട്ടീൻ സിന്തസിസ് ആണ്, മാംസ്യ നിർമ്മാണമാണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എന്റെ മക്കളൊന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് അടുത്തത്, വാട്ട് ആർ ഇൻഡിക്കേറ്റഡ് ബൈ 1 and 2? ഏതാണ് 1, ഏതാണ് 2 എന്നാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിനകത്ത് 1 എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഏതാണ്? ഇവിടത്തെയാണ് 1 എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടത്തെ 2 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം ഇൻഫോർമേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ,
ഇവിടെ സി എന്ന് തന്നിട്ടുണ്ട്. സിയുമായിട്ട് ട്രിപ്പിൾ ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഏതാണ്? ഇതിങ്ങനെ പറയുമ്പോ ഈശ്വര കെമിസ്ട്രി ആണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ട്രിപ്പിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് എന്നൊക്കെ നമ്മൾ പറയണുള്ളൂല്ലോ. ഓക്കെ, ഏതായിരിക്കും? എല്ലാവരും ചാറ്റ് ബോക്സിൽ ഇട്ടെ. സിയുമായിട്ട് ട്രിപ്പിൾ ബോണ്ടിലുള്ള ഇതേതായിരിക്കും? നൈട്രജൻ ബേസ് ഏതായിരിക്കും? എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടൂ. വെരി ഗുഡ്, ജി ആണ്. ഓക്കെ, ഗ്വാനിൻ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ രണ്ട് എന്ത് ഗ്രൂപ്പാണ്? എന്ത് ഗ്രൂപ്പാണ്? അതിനെ ഒന്ന് ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണ്. സോ അത് തന്നെയാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഗ്വാനിൻ അതുപോലെ തന്നെ ഫോസ്ഫേറ്റ് ആണ് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, എന്റെ മക്കളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ദെൻ അടുത്തത്, analyze the table related to human chromosomes and arrange the column B in the accordance with column A. മനുഷ്യ ക്രോമസോമുകളുമായി ബന്ധപ്പെട്ട് നൽകിയ പട്ടിക വിശകലനം ചെയ്ത് എ കോളത്തിനനുസരിച്ച് ബി കോളം റെഡിയാക്കാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ചോദിച്ചിട്ടുണ്ട് സെക്സ് ക്രോമസോംസ് ഏതാണ്, സൊമാറ്റിക് ക്രോമസോംസ് ഏതാണ്, ദ ക്രോമസോംസ് ഇൻ സ്പേംസ് ഏതാണ്, ദ ക്രോമസോംസ് ഇൻ ഓവം ഏതാണ്. ഓക്കെ, നമുക്കിത് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്സ് ക്രോമസോംസ് എന്ന് പറയുന്നത് ഏതാണ്? എക്സും വൈയുമാണ്. ഓക്കെ, എക്സും വൈയുമാണ് സെക്സ് ക്രോമസോംസ് ആയിട്ട് വരിക, അല്ലെങ്കിൽ ലിംഗ ക്രോമസോമുകളായിട്ട് വരിക. ദെൻ സൊമാറ്റിക് ക്രോമസോംസ് എന്ന് പറയുന്നത് 22 പെയേഴ്സ് ആണെന്ന് നമുക്കറിയാലോ. ആണുങ്ങളിലായാലും സ്ത്രീകളിലാണെന്നുണ്ടെങ്കിലും 22 പെയേഴ്സ് അല്ലെങ്കിൽ 44 എണ്ണം എന്ന് എഴുതിയാലും മതി. ഓക്കെ, ഇനി ക്രോമസോംസ് ഇൻ സ്പേംസ്. എടാ, സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? മെയിൽ ആണോ ഫീമെയിൽ ആണോ? നമുക്ക് എല്ലാവർക്കും അറിയാം സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക മെയിൽ ആയിരിക്കും. അപ്പൊ മെയിലിന്റെ ശരീരത്തിൽ നിന്നായിരിക്കും 22 പ്ലസ് എക്സും 22 പ്ലസ് വൈയും വരുന്നുണ്ടായിരിക്കുക. സോ അതേതാണ്? പുരുഷന്മാരിലാണ്, സ്പേംസ് അതാണ്. ക്രോമസോംസ് ഇൻ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഫീമെയിൽ ആണ്. അവർക്ക് എന്ത് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? എക്സ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കൃത്യമായി എഴുതി പോവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഉഷാറൊന്ന് വേവിച്ച് കാണിച്ചേ. സിമ്പിൾ. Then അടുത്തത് ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ക്വസ്റ്റ്യൻ. The hybridization process of tall round seeded plant with dwarf wrinkled seeded plant is illustrated below. ഉയരം കൂടിയ ഉരുണ്ട വിത്തുള്ള ഒരു സസ്യത്തെ ഉയരം കുറഞ്ഞ ചുളുങ്ങിയ വിത്തുള്ള സസ്യവുമായി നടത്തിയ വർഗസങ്കരണ പ്രക്രിയ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇവിടെ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ടി, സ്മോൾ ആർ. എന്നാൽ 1ഉം 2ഉം പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് നമുക്ക് പൂരിപ്പിക്കാം. നമ്മൾ നേരത്തെ പൂരിപ്പിച്ചതാണ്, അത് നമുക്ക് പൂരിപ്പിക്കാം. Then what may be the characters that will appear in the plants produced as a result of the self pollination of the first generation? ഓക്കെ, ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് പുതിയതായിട്ട് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. ഗാമീറ്റ് നമുക്കറിയാലോ, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ ഒരു ഗാമീറ്റ്, സ്മോൾ ടി, സ്മോൾ ആർ ഒരു ഗാമീറ്റ്, രണ്ടാമത്തെ ഗാമീറ്റ്. അങ്ങനെയാണ് ഗാമീറ്റുകൾ ഉണ്ടാകുന്നുണ്ടായിരിക്കാം. ദെൻ പുതിയ ക്യാരക്ടേഴ്സ്. ഓക്കെ, ഒരു 4 ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ സെൽഫ് പോളിനേഷൻ ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് ക്യാരക്ടേഴ്സ്? സാർ ഒരാളെ വിളിച്ചേ, ഏതൊക്കെയാണ് ആ ക്യാരക്ടേഴ്സ്? പെട്ടെന്ന് പറഞ്ഞേ, ഏതൊക്കെയാണ് ഉണ്ടായിരുന്ന ക്യാരക്ടേഴ്സ്? നസ്രിൻ പറയൂ. എടാ, ഈ സെൽഫ് പോളിനേഷൻ കിട്ടിയ ക്യാരക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു? 9:3:3:1 എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞോളൂ. ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്, പിന്നെ ഡ്വാർഫ് പ്ലാന്റ് ആൻഡ് റിങ്കിൾഡ് സീഡ്. അത് നമ്മുടെ ഇവിടുത്തെ 2 പ്ലാന്റ്സ് ആണ്. പുതിയ 2 ക്യാരക്ടേഴ്സും കൂടി ഉണ്ടായിരുന്നു. പുതിയ 2 ക്യാരക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു? ഏതാ? ഡ്വാർഫും റൗണ്ടും, പിന്നെ അവിടുന്ന് ടോളും റിങ്കിൾഡും. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. എന്താണെന്നറിയോ? ആദ്യം എന്തെഴുതുക? ടോൾ, റൗണ്ട്, ഡ്വാർഫ്, റിങ്കിൾഡ്. ഇതാണ് 2 എണ്ണം. പിന്നെ എന്ത് ചെയ്യുക? ഇങ്ങനെ അങ്ങോട്ട് ക്രോസ് ചെയ്യുക. ടോളും റിങ്കിൾഡും റൗണ്ടും ഡ്വാർഫും. ഇതാണ് നമുക്ക് 4 ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അടാ, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സോ അത് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ആ ടേബിൾ പഠിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെ കുറച്ച് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ബോധം ഉണ്ടായിട്ടിരിക്കുക. അപ്പൊ അത് കൃത്യമായിട്ട് അത് ആൻസർ ചെയ്യാം കേട്ടാ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
അനലൈസ് ദി ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ചിത്രീകരണം വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ ചോദിച്ച പോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതാ ഇവിടെ എക്സ് ഉണ്ട്, എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇവിടെ വൈ ഉണ്ട്. എന്തൊക്കെയാണ് ഇവിടെ വരിക? ഇവിടെ എന്ത് വരും? എക്സും തന്നെ വരും, ഇവിടെ എക്സും വൈയും വരും. സിമ്പിൾ ആയിട്ട് എഴുതാനാണ്. ഇതിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, fill up 1 and 2 നമ്മൾ fill up ചെയ്തു. The chromosomes of the father determines the sex of the child. Explain. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കുഞ്ഞാണോ പെണ്ണോ എന്ന് നിശ്ചയിക്കപ്പെടുന്നത് പിതാവിൽ നിന്നുള്ള ക്രോമസോംസ് ആണ്. ആണോ? ആണെങ്കിൽ ഒന്ന് തംസപ്പ് ചെയ്യൂ. അല്ല എന്നാണോ പറയുന്നത്? അതെ, ആണ്. എന്തുകൊണ്ടാണ്? ദേ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം. ഓക്കെ, സ്ത്രീക്ക് ആകെ കൂടി എക്സ് മാത്രമേ, എക്സ് എന്ന് പറയുന്ന സെക്സ് ക്രോമസോം മാത്രമേ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് വരുന്നുണ്ടായിരിക്കുള്ളൂ. പുരുഷന്മാരുടെ ശരീരത്തിൽ നിന്നാണ് വൈ വരുന്നുണ്ടായിരിക്കുക. അപ്പൊ പുരുഷന്മാര് കൃത്യമായിട്ട് വൈ കൊടുത്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഇവിടെ ആൺകുട്ടി ജനിക്കുള്ളൂ. അല്ലാത്ത പക്ഷം പെൺകുട്ടിയാണ് ജനിക്കുക. അപ്പോ കുട്ടിയുടെ സെക്സ് തീരുമാനിക്കുന്നത് ആരാണ്? ശരിക്ക് പുരുഷന്മാരാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു മെയിൽ ക്യാൻ പ്രൊഡ്യൂസ് എക്സ് ആൻഡ് വൈ ക്രോമസോം. ഓക്കെ, പുരുഷനാണ് എക്സും വൈയും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കഴിവുള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഐഡന്റിഫൈ ദ ഇല്ലസ്ട്രേഷൻ. ഇത് ഏതാണ്? ഈ സംഭവം ഏതാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടൂ. ദെൻ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു എ ആൻഡ് ബി ഇൻഡിക്കേറ്റ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നിങ്ങൾ തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ ടൈപ്പ് ഓഫ് ബി ഫൗണ്ട് ഓൺലി ഇൻ DNA മോളിക്യൂൾ. കാണുമ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് എന്താണ്? ന്യൂക്ലിയോടൈഡ് ആണ്. വെരി ഗുഡ്. ദെൻ എയും ബിയും എന്താണ്? എന്താണ്? ഷുഗർ മോളിക്യൂൾ ആണല്ലേ. ഓക്കെ, ഷുഗർ ആണ്. എന്ത് ടൈപ്പ് ഓഫ് ഷുഗർ എന്നും കൂടി എഴുതുകയാണെന്നുണ്ടെങ്കിൽ നന്നായി. ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് ഷുഗർ ആയിരിക്കും? ഓക്കെ, ഒന്നെങ്കിൽ റൈബോസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിയോക്സി റൈബോസ് ആയിരിക്കും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. നെയിം ദ ടൈപ്പ് ഓഫ് ബി ഫൗണ്ട് ഓൺലി ഇൻ DNA. ബി എന്താണെന്ന് നമ്മൾ പറഞ്ഞു? നൈട്രജൻ ബേസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബി DNA മാത്രം കാണപ്പെടുന്ന ബി ഏതാണ്? കുറെ പേര് ചാറ്റ് ബോക്സിലൂടെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് തൈമിൻ. ഓക്കെ, തൈമിൻ ആണ് ബി DNA മാത്രം കാണപ്പെടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. RNA മാത്രം കാണപ്പെടുന്ന ബി ഏതാണ്? അല്ലെങ്കിൽ RNA മാത്രം കാണപ്പെടുന്ന നൈട്രജൻ ബേസ് ഏതാണെന്നുണ്ടെങ്കിൽ അത് യു ആയിരിക്കും, യുറാസിലായിരിക്കും. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഫുൾ മാർക്ക് കിട്ടി. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ആൻസർ വരുന്നത്. Then analyze the given genetic makeup and answer the question. Okay, ഇത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് 44 plus X എന്ന് ചോദിച്ചിട്ടുണ്ട്. Then what are the characteristics of organism? ഫാദർ ആണോ ചൈൽഡിന്റെ സെക്സ് ഡിറ്റർമിനേഷന് കാരണം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വരും. കാരണം നമ്മളുടെ അടുത്ത് ഇങ്ങനെയാണ് ചോദിക്കുക. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഒക്കെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സോ കൃത്യമായിട്ട് അത് വരാറുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി. കാരണം നമുക്ക് ഇനി അങ്ങോട്ട് എന്ത് ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്? സ്റ്റേറ്റ്മെന്റ്, പ്രസ്താവനകൾ തന്നിട്ട് അതിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ കൃത്യമായിട്ട് ആ ഒരു ഐഡിയ മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾക്ക് എല്ലാതും അറിയാം. ഓക്കെ, നിങ്ങൾക്ക് വന്ന എന്താണ് അച്ഛന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ മെയിലിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ക്രോമസോംസ് ഏതാണെന്ന് അറിയാം. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഏതാണ് എന്ന്. ഓക്കെ, ദെൻ അടുത്തത് ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ഗിവൻ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് നമ്മുടെ ഹൈബ്രിഡൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതാ റൗണ്ട് സീഡ്. ഓക്കെ, നമുക്കിത് റൗണ്ട് ഒരു ക്യാരക്ടർ മാത്രമായിട്ടുള്ളത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്കത് നോക്കാം. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നതും സ്മോൾ ആർ എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മളുടെ അടുത്തുനിന്ന് ഇതിന്റെ ഫസ്റ്റ് ജനറേഷൻ ഉണ്ടാവുന്ന ആ ഒരു കാര്യം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും ഫസ്റ്റ് ജനറേഷനിൽ ഉണ്ടാവുന്നത്? ഓക്കെ, ക്യാപിറ്റൽ ആറും ഇവിടെ ഉണ്ടാവുന്നത് ഏതാണ്? ഓക്കെ, ക്യാപിറ്റൽ ആർ റൗണ്ട് സീഡ് ആണ്. സ്മോൾ ആർ റിങ്കിൾഡ് സീഡ് ആണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒന്ന് വലുതാക്കി എഴുതാം. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ നിന്ന് ഉണ്ടാവുന്ന ഗാമീറ്റ് ക്യാപിറ്റൽ ആർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്വാഭാവികമായിട്ടും സ്മോൾ ആർ ആയിരിക്കും ഉണ്ടാവുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതെന്ത് ചെയ്യും? അത് രണ്ടെണ്ണം കൂടി ഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ
ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്നായിരിക്കും കിട്ടുക. ഓക്കെ, നമുക്ക് ക്യാരക്ടേഴ്സ് ചിലപ്പോൾ നമ്മളുടെ അടുത്ത് ക്യാപിറ്റൽ വൈ അതുപോലെ തന്നെ സ്മോൾ വൈ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും ഇത് തന്നെയാണ് ആൻസർ ചെയ്യേണ്ടത്. ദെൻ അടുത്തത് വിച്ച് ഈസ് ദ ഡോമിനന്റ് ക്യാരക്ടർ. ഇതിൽ ഏതാണ് ഡോമിനന്റ് ക്യാരക്ടർ ആയിട്ടുള്ളത്? എന്താണ് ഡോമിനന്റ് ക്യാരക്ടർ എന്നാ പറയണം. ഏതാണ് ഇതിൽ ഡോമിനന്റ് ക്യാരക്ടർ ആയിട്ടുള്ളത്? സാർ ഒരാൾ വിളിച്ചേ, ഏതാണ് ഇതിൽ ഡോമിനന്റ് ക്യാരക്ടർ ആയിട്ടുള്ളത്? ഏതാ? ടോം. ടോം പറയൂ, ഇതിൽ ഡോമിനന്റ് ക്യാരക്ടർ ഏതാണ്? പ്രകട ഗുണം, മലയാളത്തിൽ നമ്മൾ അതിനെ പ്രകട ഗുണം എന്ന് പറയും. പ്രകട ഗുണം ഇതിൽ ഏതാണ്? റൗണ്ട് എന്ന് പറയുന്ന ക്യാരക്ടർ ആയിരിക്കും. ഓക്കെ, റൗണ്ട് അല്ലെങ്കിൽ ഉരുണ്ട വിത്ത് എന്ന് പറയുന്ന ക്യാരക്ടർ ആയിരിക്കും. ഓക്കെ, അടുത്തത് വിച്ച് ഈസ് ദ ഡോമിനന്റ് ക്യാരക്ടർ. വൈ ഡു ദ റെസസീവ് ട്രേറ്റ് ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ അപ്പിയർ ഇൻ സെക്കൻഡ് ജനറേഷൻ? ഓക്കെ, എന്തുകൊണ്ടാണ് ആദ്യം കാണാത്ത റെസസീവ് ക്യാരക്ടർ, ഒളിഞ്ഞിരുന്ന ക്യാരക്ടർ ഇപ്പൊ ഫസ്റ്റ് ജനറേഷനിൽ ഇത് ഒളിഞ്ഞിരിക്കുകയാണ് ചെയ്തത്. അടുത്ത ജനറേഷനിലാണ്, രണ്ടാമത്തെ ജനറേഷനിലാണ് ഈ റെസസീവ് ആയിട്ടുണ്ടായിരുന്ന ആളെ കണ്ടത്. അത് എന്തുകൊണ്ടായിരിക്കും? സാർ ഒരാൾ വിളിച്ചേ, പറഞ്ഞോ. എന്തുകൊണ്ടാണ് ഫസ്റ്റ് ജനറേഷനിൽ കാണാതെ രണ്ടാമത്തെ ജനറേഷനിൽ കണ്ടത്? ആൻഫിയ പറയൂ. അൺമ്യൂട്ട് ചെയ്യൂ ആൻഫിയ. കേൾക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണല്ലോ രണ്ട് അല്ലീൽസ്. അപ്പൊ നമുക്ക് അടുത്ത ജനറേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മൾ ഈ അല്ലീൽസിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അല്ലീൽസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മിക്സ് ചെയ്യാതെയാണ് അടുത്ത ജനറേഷനിലേക്ക് പോയിട്ടുള്ളത്. അത് തന്നെയാണ് വിത്തൗട്ട് മിക്സ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് അതിന്റെ ആൻസേഴ്സ് വരുന്നത്. റൗണ്ട് ആയിരുന്നു ഡോമിനന്റ് ട്രേറ്റ് അല്ലെങ്കിൽ പ്രകട ഗുണം. ഡ്യൂറിംഗ് ഗാമീറ്റ് ഫോർമേഷൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമൈൻ എ പെർട്ടിക്കുലർ ക്യാരക്ടർ സെഗ്രിഗേറ്റ് വിത്തൗട്ട് ഗെറ്റിംഗ് മിക്സ്ഡ്. സെഗ്രിഗേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തു? തരംതിരിച്ചു. എങ്ങനെ? മിക്സ് ചെയ്യാതെ, കൂടിക്കലരാതെ എന്ത് ചെയ്യൂ? സെപ്പറേറ്റ് ആയിട്ടാണ് അടുത്ത ജനറേഷനിലേക്ക് പോയത് എന്നുള്ളതാണ് ആ ഒരു ചാപ്റ്ററിന് വരുന്ന ക്വസ്റ്റ്യൻ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇത്രയധികം ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മളെ ഈ എക്സ്പെരിമെന്റിന്റെ കാര്യമൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കുറെ വട്ടാക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. പക്ഷേ സിംപ്ലി നമ്മൾ നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്ത് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായി ശ്രദ്ധിച്ച ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? ഈ ഒരു ചാപ്റ്റർ അറ്റൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ അടുത്ത ഒരു ചാപ്റ്ററിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ജനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചർ. ഓക്കെ, നാളെയുടെ ജനിതകം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. നല്ലൊരു ചാപ്റ്റർ ആണ്. കുഞ്ഞു ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിലും ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നല്ല രസമാണ്. അപ്പോ ഇതിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു പോവേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ മൊത്തം നമ്മൾ പഠിക്കേണ്ട ടേംസ് മാത്രമാണുള്ളത്. അപ്പൊ ഈ ടേംസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ആദ്യം പരിചയപ്പെടാം. ആദ്യത്തെയാണ് ബയോടെക്നോളജി. നിങ്ങളുടെ അടുത്ത് എന്താണ് ബയോടെക്നോളജി, ഡിഫൈൻ ബയോടെക്നോളജി എന്ന് ചോദിച്ചിട്ട് ഒന്നും ചോദിക്കില്ല. ഈ ബയോടെക്നോളജിയും അതിനോടൊപ്പം വരുന്ന ജനറ്റിക് എഞ്ചിനീയറിംഗ്, ജനിതക എഞ്ചിനീയറിംഗ് തമ്മിലുള്ള വ്യത്യാസമൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കുക. സോ ബയോടെക്നോളജി, ജൈവ സാങ്കേതിക വിദ്യ, ദ യൂസ് ഓഫ് മൈക്രോ ഓർഗാനിസം ആൻഡ് ബയോളജിക്കൽ പ്രോസസ് ഫോർ വേരിയസ് ഹ്യൂമൻ റിക്വസൈറ്റ് ഈസ് കോൾഡ് ബയോടെക്നോളജി. ഓക്കെ, സൂക്ഷ്മ ജീവികളെ നമ്മൾ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ബയോടെക്നോളജി എന്ന് വിളിക്കുക. നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാറുണ്ട്, മരുന്നിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്, കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ബയോടെക്നോളജി ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ നമുക്കറിയാം നമ്മൾ ഡെയിലി എന്തിനു വേണ്ടിയിട്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് ചോദിക്കാറുണ്ട്, ഡെയിലി ലൈഫിൽ നമ്മൾ എപ്പോഴാണ് ബയോടെക്നോളജി ഉപയോഗിക്കുക? അല്ലാന്നുണ്ടെങ്കിൽ മനുഷ്യൻ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് ബയോടെക്നോളജി അല്ലെങ്കിൽ ജൈവ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് വിൽ ബി യുവർ ആൻസർ? സാറേ ഒരാൾ വിളിച്ചേ, എപ്പോഴാണ് മനുഷ്യൻ ഉപയോഗിക്കുക? ആൽഡ്രിൻ. അഭിനയിക്കുന്നു, കൊള്ളാം. മേഘ, ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ, എന്താണ് ബയോടെക്നോളജി നമ്മുടെ ഡെയിലി ലൈഫിൽ എപ്പോഴും ഉപയോഗിക്കുക? ഞങ്ങൾ ഉപയോഗിക്കാറില്ല സാർ. ഉപയോഗിക്കാറുണ്ടോ? ഈസ്റ്റ് ഇടാറുണ്ട്. ഇതില് നമ്മൾ ഈ പറയുന്ന കള്ളപ്പം ഉണ്ടാക്കുന്ന സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ചില വീടുകളിലൊക്കെ ഇടാറുണ്ട്. സോ അതെന്താണ്? ബേസിക്കലി ഒരു മൈക്രോ ഓർഗാനിസം ആണ്. ആ മൈക്രോ ഓർഗാനിസം ഇട്ടിട്ടുള്ളതാണ്, സൂക്ഷ്മ ജീവികൾ ഇട്ടിട്ടുള്ള
ഈസ്റ്റ്, കള്ളപ്പം വെള്ളപ്പം ഒക്കെയാണ് രാവിലെ എന്ത് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ അമ്മ ഉണ്ടാക്കി തരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എക്സാമിന് പോകുന്ന ദിവസമൊന്നും ഈ മൈക്രോ ഓർഗാനിസം തിന്നിട്ടൊന്നും പോകരുത് കേട്ടാ. തിന്നിട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാമിന്റെ സമയത്തൊക്കെ നല്ല നല്ല ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു, നല്ല നല്ല ബ്രെയിൻ ഫുഡ് ഒക്കെ കഴിക്കുക. ഓക്കെ, നല്ല നല്ല ഫ്രൂട്ട്സ്, സിട്രസ് ഫ്രൂട്ട്സ്, മുന്തിരി, ഓക്കെ, അതൊക്കെ വാങ്ങിച്ച് തിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് തിന്നണ സമയത്തൊക്കെ. പിന്നെ നല്ല ബ്രെയിൻ നല്ല സ്റ്റിമുലേഷൻ ഒക്കെ കിട്ടുമെന്ന് പറയുന്നു. ഓക്കെ, നമ്മുടെ ക്ലാസ്സിന്റെ ലാസ്റ്റ് കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എക്സാമിന് പോകുമ്പോൾ, പ്രത്യേകിച്ച് ബയോളജി എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ഫോളോ ചെയ്യണമെന്ന്. സോ ലാസ്റ്റ് വരെ ഈ ക്ലാസ് നല്ല അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ബയോടെക്നോളജി അതാണ്. ദെൻ അടുത്തൊരു ടേം എന്ന് പറയുന്നത് ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ്, ജനിതക എഞ്ചിനീയറിംഗ് ആണ്. ഈ പറയുന്ന മൈക്രോ ഓർഗാനിസത്തിന്റെ ജനിതക ഘടനയിൽ, ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം വരുത്തിയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഇപ്പൊ നമ്മള് ഇൻസുലിൻ, ഷുഗർ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, പ്രമേഹം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇൻസുലിൻ ഉപയോഗിക്കാറുണ്ട് അല്ലെ. ആ ഇൻസുലിൻ ഒക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? ജനറ്റിക് എഞ്ചിനീയറിംഗിലൂടെയാണ്. ആ ജനറ്റിക് എഞ്ചിനീയറിംഗിലൂടെ ഇൻസുലിൻ ഉപയോഗിക്കുന്നത് കൃത്യമായിട്ട് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ജനറ്റിക് എഞ്ചിനീയറിംഗ് ഇസ് ടെക്നോളജി ഓഫ് കൺട്രോളിംഗ് ട്രേറ്റ്സ് ഓഫ് എൻ ഓർഗാനിസം ബൈ ബ്രിങ് അബൌട്ട് ദ ഡെസിബ്രേറ്റ് ചേഞ്ച് ഇൻ ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എൻ ഓർഗാനിസം. ഓക്കെ, ജനിതക എഞ്ചിനീയറിംഗ് ജീവികളുടെ ജനിതക ഘടനയിൽ അഭിലഷണീയമായ മാറ്റം വരുത്തി ജീവികളുടെയും സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജനിതക എഞ്ചിനീയറിംഗ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. കൃത്യമായിട്ട് ഇതിന്റെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എടുക്കുന്ന സെയിം ഡെഫിനിഷൻ തന്നെയാണ്, നിർവചനം തന്നെയാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു ഭാഗമാണ്. കാരണം ഈ ക്വസ്റ്റ്യൻ, ഈ ഫിഗർ അതേപോലെ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒട്ടിച്ചു വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കും, ഇതെന്താണ്, വട്ടം എന്താണ്, ചതുരം എന്താണ്, പാത്രം എന്താണ്, കുപ്പി എന്താണെന്നൊക്കെ നിങ്ങളുടെ അടുത്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ആദ്യം നമ്മൾ എടുക്കുന്നത് മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് എടുത്ത ഒരു DNA ആണ്. മനുഷ്യന്റെ ശരീരത്തിലെ എല്ലാ DNA നമുക്ക് ആവശ്യമില്ല. എന്ത് DNA ആണ് ആവശ്യം? നമ്മുടെ DNA ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻസുലിൻ ഒക്കെ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഇൻസുലിൻ ഉണ്ടാക്കി തരുന്ന DNA മുറിച്ചെടുത്തു, അവിടെ വെച്ചു. ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. ദെൻ ഇവിടെ ബാക്ടീരിയയിൽ ഒരു സർക്കുലർ DNA ഉണ്ട്. ആ സർക്കുലർ DNA നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിലിട്ട്. സർക്കുലർ DNA നമ്മൾ വിളിക്കുന്ന പേരുണ്ട്. എക്സാമിന് ചോദിക്കുന്നതാണ്. സർക്കുലർ DNA, ബാക്ടീരിയയിൽ കാണപ്പെടുന്ന സർക്കുലർ DNA ഈസ് നോൺ ആസ് പ്ലാസ്മിഡ്. വെരി ഗുഡ്. ഓക്കെ, പ്ലാസ്മിഡിനെ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യും? പ്ലാസ്മിഡിന്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയൊരു കഷ്ണം മുറിച്ച് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന സാധനം ഇവിടെ ഒട്ടിച്ച് വെക്കും. അപ്പൊ ഒട്ടിച്ച് വെക്കുമ്പോ അതിന്റെ പേരാണ് ലിഗേറ്റഡ് പ്ലാസ്മിഡ്. ഒട്ടിച്ച് വെച്ച പ്ലാസ്മിഡ്. ഓക്കെ, കൃത്യമായിട്ട് 1 2 3 4 സ്റ്റെപ്പ് കഴിഞ്ഞു. 3 സ്റ്റെപ്പ് കഴിഞ്ഞു. ഓക്കെ, 3 സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഈ വട്ടത്തില് ഈ ഒട്ടിച്ച് മുറിച്ച് വെച്ചിട്ടുള്ള DNA നമ്മുടെ കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല. അതിനെന്ത് ചെയ്യും? ബാക്ടീരിയയുടെ ശരീരത്തിലേക്ക് തന്നെ കിടത്തിവിടും. ഈ ബാക്ടീരിയയുടെ ശരീരത്തിനുള്ളിലേക്ക് കിടത്തി വിട്ടിട്ട് ബാക്ടീരിയനെ ഒരു പെട്രി ഡിഷിലാക്കി വെക്കും. ഓക്കെ, ഒരു കുഞ്ഞൊരു പാത്രത്തിലാക്കിയിട്ട് അതിന് ഫുഡ് വളരാനുള്ള ഫുഡും AC-യും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും എല്ലാം ഇട്ട് കൊടുത്തിട്ട് ബാക്ടീരിയനെ ഇങ്ങനെ വളർത്തും. ഓക്കെ, ബാക്ടീരിയ ഇങ്ങനെ ഒരു ബാക്ടീരിയ ആയിരുന്നത് എന്ത് ചെയ്യും? ബൈനറി ഫിഷൻ വഴി കുറെ ബാക്ടീരിയ ആയി. അപ്പൊ കുറെ ബാക്ടീരിയ നമുക്ക് ഈ പെട്രി ഡിഷിൽ കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇനാക്റ്റീവ് ആയിട്ടുള്ള ഇൻസുലിൻ ആദ്യം ഉണ്ടാക്കും. ഓക്കെ, ഇനാക്റ്റീവ് ആയിട്ടുള്ള ഇൻസുലിൻ ആദ്യം ഉണ്ടാവും. അതിനുശേഷം നമുക്ക് കിട്ടുന്നതാണ് ആക്റ്റീവ് ആയിട്ടുള്ള ഇൻസുലിൻ. അതാണ് ഈ കുപ്പിയിൽ കാണുന്നത്. അതാണ് നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ കാണുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഉഷാറൊന്ന് കൈവീശി കാണിക്കുക. ഇതിനകത്ത് വെട്ടി കീറി മുറിച്ചു എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ ഒരു എയർ ഇട്ടിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കും, ഇത് എന്തുട്ടാന്ന് ചോദിക്കും. അപ്പൊ എന്താണ്? അത് പ്ലാസ്മിഡ് ആണ് സാർ എന്ന് കൃത്യമായി എഴുതി വെക്കണം. ഓക്കെ, ഇതെന്താണ്? ഒട്ടിച്ചു വെച്ചിട്ടുള്ള ഒരു പ്ലാസ്മിഡ്. ഞാൻ പൂരത്തിന് പോയപ്പോൾ വാങ്ങിക്കുക ഇതേപോലത്തെ ഡിസൈൻ ഉള്ള ഒരു വള വാങ്ങിക്കാൻ ഉദ്ദേശിച്ചു എന്ന് എഴുതി വെക്കരുത് എന്നാണ് കൃത്യമായി എഴുതി വെക്കേണ്ടത്. അത് ലിഗേറ്റഡ് പ്ലാസ്മിഡ് ആണ് സാർ എന്ന് കൃത്യമായിട്ട് എഴുതി വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോ അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ത്രൂ ജനറ്റിക് എഞ്ചിനീയറിംഗ്. ആകെ കൂടി ഈ ചാപ്റ്ററിന് എന്തെങ്കിലും ചോദിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇതായിരിക്കും. വേറെയും ചോദിക്കും, അത് ഞാൻ അടുത്ത് പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഓക്കെ, മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അത് പിന്നെ പറയുന്നില്ല. ഓക്കെ, ജനറ്റിക് സിസേഴ്സ്. നമ്മൾ എപ്പോഴാണ് സിസേഴ്സ് ഉപയോഗിക്കുക? കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. ഇപ്പൊ ജീനിനെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്രികേനെ വിളിക്കുന്ന പേരാണ് ജനറ്റിക് സിസർ. അതൊരു എക്സാമ്പിൾ ആണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എന്ന് പറയുന്നത് എന്താണ്? ജനറ്റിക് സിസർ ആണ്, കത്രികയാണ്. എന്തിനാണ് കത്രിക ഉപയോഗിക്കുക? കട്ട് ചെയ്യാനാണ്. നമുക്കറിയാം, സിംപ്ലി നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ,
ഇങ്ങനെയൊന്നും അല്ല കേട്ടാ. ജനറ്റിക് സിസർ നമ്മൾ ഇങ്ങനെ കാണുന്ന കത്രികയൊന്നല്ല, അത് ശരിക്കും എന്താണ്, ഒരു എൻസൈം ആണ്. ഓക്കെ, എൻസൈം ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യാവുന്ന ഓർത്ത് വെക്കുക. ദെൻ അടുത്തതാണ് ജനറ്റിക് ഗ്ലൂ, ജനിതക പശ. The enzyme ligase is used for joining the enzyme is called genetic glue. Okay, മുറിച്ചെടുത്ത ജീനിനെ മറ്റൊരു DNA-യിൽ വിളക്കി ചേർക്കാൻ ഉപയോഗിക്കുന്ന എൻസൈം ആണ് ജനിതക പശ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ലിഗേറ്റഡ് പ്ലാസ്മിഡ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ, ഒട്ടിച്ച് ചേർത്തത്. അപ്പൊ ലിഗേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പശയാണ്, ഒട്ടിക്കാൻ ഉപയോഗിച്ച ഒരു ഗ്ലൂ ആണ്. നമ്മളുടെ വീട്ടിൽ കാണപ്പെടുന്ന ഗ്ലൂ അല്ല, അതെന്താണ്, ഒരു എൻസൈം ആണ്. ജനറ്റിക് ഗ്ലൂ എന്ന് വിളിക്കുന്നുണ്ടായിരിക്കും. അടുത്തൊരു ടേം ആണ് വെക്ടർ. നമ്മളൊരു വെക്ടർ 4ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. കീപ്പിംഗ് ഡിസീസസ് എവേ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വെക്ടറിനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ വെക്ടറിന് അതേപോലത്തെ പരിപാടി തന്നെയാണ്, പക്ഷെ അതൊന്നല്ല, അതിലത്തെ വെക്ടർ അല്ല. അപ്പൊ നമ്മൾ എലിപ്പനി ആണെന്നുണ്ടെങ്കിൽ ആരാണ് വെക്ടർ, 4ാമത്തെ ചാപ്റ്ററിലോട്ട് ഒന്ന് പോവാം. ഇന്നലെ കിരൺ സാർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരിക്കും. എന്താണ് വെക്ടർ? നമ്മുടെ ലെപ്റ്റോസ്പൈറ എലിപ്പനിയിലത്തെ വെക്ടർ ആരാണ്? ആരാണ്? നിങ്ങൾ എക്സ്പ്രഷൻ ഇട്ടാലും മതി സ്ക്രീനിൽ. എലി. വെരി ഗുഡ്. ഓക്കെ, എലിയാണ് നമ്മുടെ എലിപ്പനിയുടെ വെക്ടർ. ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നതിന്റെ വെക്ടർ. വെക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ പറയുന്ന എവിടെ ഉണ്ടാവുന്ന ഡിസീസിനെ കൃത്യമായി നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് എത്തിക്കുന്നതാണല്ലോ വെക്ടർ. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ മുന്നത്തെ ആ ഒരു ഭാഗം നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ ജീൻ മനുഷ്യന്റെ ശരീരത്തിലായിരുന്നു, അതിനെ ബാക്ടീരിയയുടെ ശരീരത്തിലേക്ക് എത്തിച്ച ഈ വട്ടത്തിലുള്ള സാധനം എന്താണ്, പ്ലാസ്മിഡ്. ഇവിടെ നമ്മൾ വെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ആരെയാണ്, പ്ലാസ്മിഡ് ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, വെക്ടർ ഇസ് ദ മീഡിയം ബൈ വിച്ച് എ ജീൻ ഫ്രം വൺ സെൽ ഈസ് ട്രാൻസ്ഫർഡ് ടു അനദർ സെൽ. ഓക്കെ, വെക്ടർ വിച്ച് കണ്ടെയ്ൻ ലിഗേറ്റഡ് ജീൻസ് എൻ്റർ ദ ടാർഗറ്റ് സെൽ. നമ്മുടെ ടാർഗറ്റ് സെൽ ഏതായിരുന്നു, ബാക്ടീരിയ. അപ്പൊ മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഇൻസുലിൻ DNA നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ച ആളാണ് വെക്ടർ എന്ന് പറയുന്നത്. കുറെ പേര് എക്സ്പ്രഷനും വിട്ടിട്ടില്ല, സ്റ്റിക്കറും വിട്ടിട്ടില്ല. ഇനി എക്സ്പ്രഷൻ വിട്ടോടാ. ഓക്കെ. അപ്പോ അടുത്തത് നമുക്ക് നോക്കാം. ഇത് നമുക്ക് പഠിക്കാനായിട്ടുള്ള 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ജീൻ തെറാപ്പി, ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് ആൻഡ് ക്രോപ്സ് ആൻഡ് ഫോറൻസിക് ടെസ്റ്റ് എന്ന് പറയുന്ന 3 കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ജീൻ തെറാപ്പി സിംപ്ലി നമുക്ക് പറയാം, ഈ ഒരു ഫിഗർ നോക്കിയിട്ട് നമുക്ക് പറയാം, കേടായ ജീനിനെ എടുത്ത് മാറ്റും, നല്ല ജീനിനെ ഒട്ടിച്ചു വെക്കും. ദാറ്റ് ഈസ് നോൺ ആസ് ജീൻ തെറാപ്പി. ഓക്കെ, ജീൻ തെറാപ്പി എന്ന് നമ്മൾ വിളിക്കുന്നത് ആരെയാണ്, നല്ല ജീനിനെ അവിടെ ഒട്ടിച്ചു വെക്കും, പൊട്ട ജീനിനെ എടുത്ത് കളയും. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ജനറ്റിക് ഡിസീസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഏതാണ് നമുക്ക് വരുന്ന ജനറ്റിക് ഡിസീസ്? നമുക്ക് വരുന്ന ജനിതക രോഗങ്ങൾ ഏതൊക്കെയാണ്? സാർ ആളെ വിളിച്ചേ, നമുക്ക് വരുന്ന ജനിതക രോഗങ്ങൾ ഏതൊക്കെയാ? ഗൗതം കമോൺ, ജനിതക രോഗങ്ങൾ ഏതൊക്കെയാ നമുക്ക് വരുന്നേ? അതാണോടാ ജനിതക രോഗം? അത് ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ജീവിതശൈലി രോഗം. ജനിതക രോഗം എന്ന് പറഞ്ഞിട്ട് ഒരു 3 ഡിസീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 4ാമത്തെ ചാപ്റ്ററിൽ. സാർ ഇപ്പൊ 7ാമത്തെ ചാപ്റ്ററിൽ എടുക്കണേ, പിന്നെ ഇതിന്റെ 4ാമത്തെ ചാപ്റ്റർ ഞങ്ങൾ ഓർമ്മിപ്പിക്കണേ. ആരാ? അശ്വതി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാപ്റ്റർ ആടാ 4ാമത്തെ ചാപ്റ്റർ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കും, ഏതാടാ ജനറ്റിക് ഡിസീസ്, ജനിതക രോഗങ്ങൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന 3 ഡിസീസ് ആ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. ഏതാണ്? അശ്വതി പറഞ്ഞോ. കേൾക്കുന്നില്ല അശ്വതി പറയുന്നത്. വേറെ കാര്യമായിട്ടെന്ന് പറയുന്നത് കുറെ പേര് ചാറ്റ് ബോക്സിൽ ഇടുന്നുണ്ട് ഹീമോഫീലിയ മാത്രമേ നിങ്ങൾക്ക് ജനറ്റിക് ഡിസീസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ചാറ്റ് ബോക്സിൽ എന്തെങ്കിലും ആൻസേഴ്സ് വന്നിട്ടുണ്ടോ സാർ? ക്യാൻസർ, വെരി ഗുഡ്. ക്യാൻസർ, സിക്കിൾ സെൽ അനീമിയ, 3 വളരെ ഇമ്പോർട്ടന്റ് ആണ്. 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ എന്തായാലും പഠിച്ചു പോകേണ്ട 3 ഡിസീസ് ആണ്. ഏതൊക്കെയാണ്? ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ ആൻഡ് ക്യാൻസർ. ഓക്കെ, മറക്കരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ചാപ്റ്ററിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെങ്കിൽ അതായിരിക്കും എന്ന് മാത്രമല്ല, എന്തായാലും അതിന്റെ ഫിഗർ അടക്കം പഠിച്ചു പോകേണ്ടതാണ്. സിക്കിൾ സെൽ അനീമിയയുടെ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ജനറ്റിക് ഡിസീസിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ് നാളത്തെ എക്സാമിന്. അപ്പൊ അതിലൊക്കെ ഇപ്പൊ നമുക്കറിയാം ഹീമോഫീലിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണ്. ഓക്കെ, രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണ് എന്ത്? ഹീമോഫീലിയ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഹീമോഫീലിയ, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ആളാണ് ഇത് ഇവിടെ നിൽക്കുന്നത്, നമ്മുടെ DNA. ആ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ആരായിരിക്കും? ആ പ്രോട്ടീൻ ഉണ്ടാവില്ല, ആ ജീൻ കേടായി പോയിട്ട് ആ പ്രോട്ടീൻ ഉണ്ടാവില്ല. അപ്പൊ ആ കേടായ ജീനിന്റെ അടുത്ത് മാറ്റും,
നല്ല ജീനിനെ, പണിയെടുക്കുന്ന ജീനിനെ അവിടെ ഒട്ടിച്ചു വെക്കും. ദാറ്റ് ഈസ് നോൺ ആസ് ജീൻ തെറാപ്പി. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്താണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ജീൻ തെറാപ്പി is the method of treatment in which the genes that are responsible for the disease are removed and the normal functional genes are inserted in their place. രോഗത്തിന് കാരണമായ ജീനുകളെ മാറ്റി നല്ല ജീനിനെ കൊണ്ടുവയ്ക്കും. പ്രവർത്തനക്ഷമമായ ജീനുകളെ ജനിതഘടനയിൽ ഉൾപ്പെടുത്തുന്ന ചികിത്സാ രീതിയാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ക്ലിയർ ആണെങ്കിൽ ഉഷാറൊന്ന് കൈവീശി കാണിക്കാം. 4ാമത്തെ ചാപ്റ്റർ ഒപ്പം പഠിച്ചില്ലേ? ഇനി നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇത് എന്തുട്ടാണിത് എന്ന് ചോദിക്കും. ഈ ഒരു ഫിഗർ എന്തുമായി? ഡയബറ്റിക്സ് ജനറ്റിക് ഡിസീസ് അല്ല, അതൊരു ജീവിതശൈലി രോഗമാണ്. നമ്മുടെ ജീവിതശൈലി കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിപ്പുകൊണ്ട് നമുക്ക് വരുന്ന രോഗമാണ് ഡയബറ്റീസ്, സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, ഫാറ്റി ലിവർ എന്നൊക്കെ പണ്ടൊരു ബോക്സ് പഠിച്ചിട്ടില്ലേ നമ്മൾ? അതും പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്, ജീവിതശൈലി രോഗങ്ങളാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, ഹ്യൂമൻ ജീനോം പ്രൊജക്ട് മനുഷ്യ ജീനോം പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. DNA ഉള്ളിൽ നിൽക്കുന്ന ഈ ചുവന്ന മനുഷ്യൻ. ഇത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കി വെക്കണം? ഇത് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. നിങ്ങളടുത്ത് ചോദിക്കാറുണ്ട് ഈ ഒരു സിമ്പൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിംപ്ലി നമുക്ക് എഴുതാം ഹ്യൂമൻ ജീനോം പ്രൊജക്ട്. ചിലവർ അതിന് ജീനോം എന്നൊക്കെ മാത്രം എഴുതി വെക്കും. ഇപ്പൊ ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് വാല്യുവേഷൻ. ജീനോം എന്നൊക്കെ എഴുതിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ വെട്ടോടും ടീച്ചർമാരൊക്കെ. അപ്പൊ ഹ്യൂമൻ ജീനോം പ്രൊജക്ട് നമുക്ക് പരിചയമുള്ള വാക്കുകളല്ലേ? ഹ്യൂമൻ മനുഷ്യൻ, ജീനോം നമ്മൾ ഇവിടെ പഠിച്ചു, പ്രൊജക്ട്. അടുത്തത് ജീൻ മാപ്പിംഗ് ആണ്. ഇതിലത്തെ ടേംസ് ഒക്കെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ജീൻ മാപ്പിംഗ് നമ്മൾ എപ്പോഴാണ് മാപ്പ് ഉപയോഗിക്കുക? ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ DNA എടുത്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗവും ഇതേപോലെ ഇരിക്കുക. എല്ലാ അതും ഇങ്ങനെ മറ്റേ ചുറ്റുകോണിയുടെ ആകൃതിയിലായിരിക്കും ഇരിക്കുക. അപ്പൊ നമുക്ക് ഈ ഓരോരോ ജീൻസ് ഡയഗ്രമായി വരുമോ എന്നത് എന്ത് ക്വസ്റ്റ്യൻ ആണ്? ഡയഗ്രമായി വരും. ഡയഗ്രാം ഞാൻ അടുത്ത ലാസ്റ്റ് ആകുമ്പോഴത്തേനും നമുക്ക് വരുന്ന ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി പറഞ്ഞുതരാം. എല്ലാ ചാപ്റ്ററിലും കൂടി ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഈ ഒരു ജീനിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ആണ് എന്ത്? ജീൻ മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ജീനിൽ നമ്മുടെ DNA കുറെ ജീനുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ DNA നമ്മുടെ സൗന്ദര്യത്തിന് കാരണമായിട്ടുള്ള ജീൻസ് ഉണ്ടായിരിക്കും, നമ്മുടെ മുടിയുടെ ടെക്സ്ചറിന് കാരണമായിട്ടുള്ള ജീൻ ഉണ്ടായിരിക്കും, നമുക്ക് പ്രോട്ടീൻ ഒക്കെ ഉണ്ടാക്കി ഇൻസുലിൻ ഉണ്ടാക്കി തരുന്നുണ്ടായിരിക്കും, മെലാനിൻ ഉണ്ടാക്കി തരുന്നുണ്ടായിരിക്കും, അങ്ങനെ ഒരുപാടധികം ജീൻസ് ഉണ്ടായിരിക്കും. ആ ജീൻസിനെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് ആ ജീനിന്റെ ലൊക്കേഷൻ. ജീനിന്റെ സ്ഥലം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് ജീൻ മാപ്പിംഗ്. ഇറ്റ് ഈസ് ദ മെത്തേഡ് ടു ഐഡന്റിഫൈ ദ ലൊക്കേഷൻ ഓഫ് എ ജീൻ. ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതാണ് ജീനോം എന്ന് പറയുന്നത്. ജീനോം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കുറെ എന്തുണ്ടായിരിക്കും? DNA ഉണ്ടായിരിക്കും. ആ DNA ഒക്കെ കൂടി നമ്മൾ വിളിക്കുന്നതാണ് ജീനോം. ദ കംപ്ലീറ്റ് ജനറ്റിക് മെറ്റീരിയൽ പ്രസന്റ് ഇൻ എൻ ഓർഗാനിസം ഈസ് കോൾഡ് ജീനോം. ഓക്കെ, ജങ്ക് ജീൻ. ഓക്കെ, അടുത്തൊരു ടേം ആണ് ജങ്ക് ജീൻ. ഇപ്പൊ നമുക്കറിയാം ജങ്ക് ഫുഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് ഏറ്റവും ഇഷ്ടം ജങ്ക് ഫുഡ്സ് തന്നെയാണ്. പക്ഷെ അതെന്താണ്? പൊട്ട ഫുഡാണെന്ന് നമുക്ക് തന്നെ അറിയാം. അപ്പൊ അതേപോലെ തന്നെ പൊട്ട ജീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണിയെടുക്കാത്ത ജീൻ. നമ്മൾ ആക്ഷൻ ഓഫ് ജീൻസ് എന്ന് പറഞ്ഞിട്ട് 6ാമത്തെ ചാപ്റ്ററിൽ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആക്ഷൻ ഓഫ് ജീൻസ്? ജീനിന്റെ ആക്ഷൻ എന്താണ്? ജീനിന്റെ ആക്ഷൻ? ഒന്ന് നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇടൂ. എന്താണ് ജീൻ നമുക്ക് തരുന്നത്? നമ്മുടെ ശരീരത്തിൽ കുറെ ജീൻ ഉള്ളതുകൊണ്ട് നമുക്ക് എന്താണ് ജീൻ തരുന്നത്? ഡയഗ്രാമായി വരാൻ ചാൻസ് ഉണ്ട്. കാരണം 2ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതാണ് ഐയുടെ ഡയഗ്രാം വരയ്ക്കാൻ. അപ്പോൾ വരയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? കംപ്ലീറ്റ്ലി നമ്മുടെ എല്ലാ കഴിവ് എടുത്തിട്ട് പുറത്തേക്ക് എടുത്തിട്ടാ നിൽക്കരുത്. ഓക്കെ, എന്താണ് പ്രോട്ടീൻ സിന്തസിസ്? ആ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാത്ത ആൾക്കാരെയാണ് നമ്മൾ ജങ്ക് ജീൻസ്, മടിയന്മാരായിട്ടുള്ള ജീൻസ്, ദാറ്റ് ഈസ് നോൺ ആസ് ജങ്ക് ജീൻസ്. ഓക്കെ, ഈ ഒരു മനുഷ്യ ജീനോമിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. കൃത്യമായിട്ട് അതും കൂടി പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഹ്യൂമൻ ജീനോം ഹാസ് അബൌട്ട് 24,000 ഓക്കെ 24,000 ഫങ്ഷണൽ ജീൻസ് ഉണ്ട്. 24,000 ഫങ്ഷണൽ ജീൻസ് ആണ് ഉള്ളത്. The major share of the human DNA includes junk genes. നമ്മുടെ ശരീരത്തിൽ മേജർ പങ്കും ഉള്ളത് ആർക്കാണ്? ജങ്ക് ജീനാണ്, മടിയന്മാരായിട്ടുള്ള ജീൻസിനാണ്. There is only 0.2% difference in DNA among the humans. മനുഷ്യരിലും വേറൊരു മനുഷ്യന്റെ, ഇപ്പൊ എന്റെയും ശ്രീജിത്ത് സാറിന്റെയും DNA എടുത്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 0.2% മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ വ്യത്യാസം. അടുത്തത് about 200 genes in human genome are identical to those in bacteria. നമ്മളിലും ഒരു ബാക്ടീരിയനെ എടുത്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള 200 ജീൻസ് അതേപോലെ തന്നെ ബാക്ടീരിയയുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ജീനോമിന്റെ പ്രത്യേകതകൾ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക,
ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഈ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പ്രോട്ടീനും ഏതൊക്കെ ഡിസീസിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇന്റർഫെറോൺസ് വൈറൽ ഡിസീസ് ആണ്. ഇൻസുലിൻ ആണെന്നുണ്ടെങ്കിൽ ഡയബറ്റീസ് ആണ്. എൻഡോർഫിൻ പെയിൻ വേദന കുറയ്ക്കാനുള്ളതാണ്. സൊമാറ്റോട്രോപ്പിൻ ഗ്രോത്ത് ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വരുന്നതാണ്. സൊമാറ്റോട്രോപ്പിൻ പറഞ്ഞപ്പോൾ 3ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരിക്കും. നല്ല ചാപ്റ്റർ ആണ്, കൃത്യമായിട്ട് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ദെൻ ഫാം അനിമൽസ്, നമ്മൾ ഈ മരുന്ന് തരുന്ന മൃഗങ്ങൾ എന്ന് വേണ്ടി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കൗവും പിഗൊക്കെയാണ്. ഓക്കെ, പശുവും അതുപോലെ തന്നെ പന്നിയൊക്കെയാണ്. അപ്പൊ അത് ആ ഒരു എക്സാമ്പിൾസ് ഒന്ന് പഠിച്ചു വെക്കാടാ. കൗ ആൻഡ് പിഗ് ആണ്. ദെൻ DNA ഫിംഗർ പ്രിന്റിംഗ് ലാസ്റ്റ് ടോപ്പിക് ആണ്. DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറയുന്നത് അലക്സ് ജെഫ്രി എന്ന് പറയുന്ന ഒരാളാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. ഒന്നുമില്ല, ഇപ്പൊ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും മോഷണമൊക്കെ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മർഡർ ഒക്കെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് കുറെ സാമ്പിൾസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളത് ആ ഒരു നമ്മുടെ ആ സംശയമുള്ള ആളുടെ DNA ആയിട്ട് നോക്കിയിട്ട് നമ്മൾ ആ ഒരു ആളെ കണ്ടുപിടിക്കുന്ന ടെക്നോളജിയാണ് DNA ഫിംഗർ പ്രിന്റിംഗ്. ഏതൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാവുന്നത്? സ്കിന്ന്, ഹെയർ, നെയില്, ബ്ലഡ് ആൻഡ് അതർ ബോഡി ഫ്ലൂയിഡ്സ് ആണ് നമുക്ക് ആ ഒരു DNA ഫിംഗർ പ്രിന്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, എൻ്റെ മക്കളൊന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ എന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊരു കുട്ടി ബ്രേക്ക് എടുത്തതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവരും പോയിട്ട് ഓടി തിരിച്ചു. നമ്മുടെ ഡെമോ ക്ലാസ് 10ന്റെ മാത്സ് ഡെമോ ക്ലാസ് നമുക്ക് നാളെ 26 തീയതി മാർച്ച് 7:30 തൊട്ടിട്ടുണ്ടായിരിക്കും. സോ എല്ലാവരും ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് അടുത്തതായിട്ട് പറയാനായിട്ടുള്ളത്. ഓക്കെ, ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നിങ്ങൾക്ക് ചിലർക്കെങ്കിലും മലയാളം ഇച്ചിരി ക്ലിയർ കുറവുണ്ടായിരിക്കും, എന്നാലും ഇവിടെ ഒന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് എ എന്താണ്, ബി എന്താണ്, വട്ടത്തിലുള്ളത് ഏതാണെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ഹ്യൂമൻ DNA എന്ന് കൊടുത്തിട്ടുണ്ട്. കട്ടിംഗ് ദ ജീൻ റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ദ ഇൻസുലിൻ. ഓക്കെ, ഇവിടെ ഉപയോഗിക്കുന്ന ജീൻ ഏതാണ്? കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ജീൻ ഏതാണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് വിൽ ബി യുവർ ആൻസർ? ഏതായിരിക്കും നിങ്ങളുടെ ആൻസർ? നിങ്ങൾ പറയുന്ന ഉത്തരം ഏതായിരിക്കും? സാർ ഒരാൾ വിളിച്ചേ, ഏതായിരിക്കും? എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ? ദിയ മരിയ, കമോൺ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് കട്ടിംഗ് ദി ജീൻസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ. ഏതായിരിക്കും? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. വെരി ഗുഡ്. ദെൻ അടുത്തത് ജോയിനിങ്ങിനെ അവിടെ ബി നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ജോയിനിങ്ങിനെ ലിഗേസ് അതർവൈസ് ഇസ് നോൺ ആസ് ലിഗേസിന്റെ വേറൊരു പേര്, അല്ലെങ്കിൽ ലിഗേസിന് നമ്മൾ ജനറ്റിക് ഗ്ലൂ. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇൻസേർട്ടിംഗ് ദ DNA in the bacterial cell, then providing favorable medium for the multiplication of bacteria, then bacteria produce inactive form of insulin എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനിയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് തുടങ്ങാൻ പോകുന്നത്. ആദ്യത്തെ നമ്മുടെ തന്നെയാണ് എയും ബി എന്താണ്? എ എന്താണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. മറ്റേത് ജനറ്റിക് ഗ്ലൂ എന്ന് പറയുന്ന ലിഗേസ് ആണ്. ഇനി will the future generation of the bacteria have the ability to produce insulin? Why? ഈ ബാക്ടീരിയയുടെ അടുത്ത തലമുറയ്ക്ക് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ടായിരിക്കോ? ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കില്ല. നിങ്ങളൊന്ന് ലോജിക്കലി ചിന്തിച്ചിട്ട് പറയൂ. 6ാമത്തെ ചാപ്റ്റർ ഒക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് പറയൂ. അടുത്ത ജനറേഷന് ഇൻസുലിൻ ഉണ്ടാക്കാനായിട്ടുള്ള കഴിവുണ്ടോ? ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ തംസ് ഡൗൺ. ഉണ്ടോ? എന്താണ്, ഷെയ്ഖ് അബ്ദുള്ളയാണോ? ഉണ്ടെങ്കിൽ തംസ് അപ്പ് കാണിക്കുക, ഇല്ലെങ്കിൽ തംസ് ഡൗൺ കാണിക്കുക. കഴിയില്ല എന്ന് പറയുന്നു. കഴിയും എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. കഴിയും എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സാർ അവരൊന്ന് വിളിച്ച്. സഞ്ജയ്, കഴിയില്ല എന്ന് പറയുന്ന ആൾക്കാരെ പിന്നെ വിളിക്കാം കേട്ടോ. പറഞ്ഞോ. കഴിയും. വൈ?
വെരി ഗുഡ്. ഓക്കെ, നമ്മൾ ബാക്ടീരിയയുടെ എന്താണ് മാറ്റിയത്? ബാക്ടീരിയയുടെ മുഖത്ത് കുറച്ച് മേക്കപ്പ് ഇടുന്നല്ല ചെയ്തത്. മേക്കപ്പ് ഇടാണെങ്കിൽ അടുത്ത ജനറേഷനിലേക്ക് പോവില്ല. പക്ഷെ ബാക്ടീരിയയുടെ ജീനിനെ എടുത്തിട്ട് ഇൻസുലിൻ ഉണ്ടാക്കുന്ന ജീനുമാക്കിയിട്ട് കൂട്ടിച്ചേർത്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിലാണ് മാറ്റം വരുത്തിയിട്ടുള്ളത്, ജീനിലാണ് മാറ്റം വരുത്തിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത ജനറേഷനിലേക്ക് പോകുമ്പോൾ ആ ജീനിനെയും കൊണ്ടല്ലേ അടുത്ത ജനറേഷനിലേക്ക് പോവുക. അപ്പോ എന്തുണ്ടാവും? ജീനിൽ മാറ്റം വരുന്ന കാരണം, ജനറ്റിക് മെറ്റീരിയലിൽ മാറ്റം വരുന്ന കാരണം ചേഞ്ച് ഉണ്ടാവും എന്നാണ് അതിൽ പറയുന്നത്. അതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ നമുക്ക് ആൻസർ നോക്കാം. യെസ്, they will have the ability to produce insulin. അവയ്ക്ക് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. The change that occur in the genetic constitution will be transferred to the next generation too. In the case of mutation, the genes might lose the capacity for the production. ഇൻസുലിൻ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾ അടങ്ങിയ ജനിതകഘടനയുള്ള ബാക്ടീരിയകൾ വിഭജിച്ച് പെരുകിയുണ്ടാവുന്ന ബാക്ടീരിയയുടെ DNA-യിൽ ഇൻസുലിൻ നിർമ്മാണ ശേഷിയുള്ള പുതിയ ജീനുകൾ ഉണ്ടായിരിക്കും. ഓരോ വിഭജനത്തിനു മുമ്പും ഇരട്ടിയാവുന്നതിനാൽ ഇവയെല്ലാം തന്നെ ഇൻസുലിൻ നിർമ്മാണ ശേഷിയുള്ളവയാണ്. അപ്പൊ നമുക്കറിയാം ബാക്ടീരിയയിൽ എന്താണ് ബൈനറി ഫിഷൻ നടന്നിട്ടായിരിക്കും ഇതിങ്ങനെ പെരുകുന്നുണ്ടായിരിക്കുക. അപ്പൊ എന്തുണ്ടാവുന്നുണ്ടായിരിക്കും? മ്യൂട്ടേഷൻ ഒക്കെ നടന്നിട്ട്, മ്യൂട്ടേഷൻ നടന്നാൽ പോലും ചേഞ്ച് ഉണ്ടാവില്ല. എന്തുണ്ടാവും? ഈ ഒരു കഴിവ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് മനസ്സിലാക്കി വെക്കാം. ദെൻ അടുത്തത്, സെലക്ട് ദ കറക്റ്റ് പെയർ ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്താൻ. ജങ്ക് ജീൻസ്, the functional genes that take part in the synthesis of protein. Interferons, the genetic scissors used to cut genes. Genome, the complete genetic material present in the organism. Endorphin, the proteins used for the treatment of growth disorders. Okay, മലയാളം കൂടി നമുക്ക് ഒന്ന് നോക്കാം. ജങ്ക് ജീനുകൾ പ്രോട്ടീൻ നിർമ്മാണത്തിൽ പങ്കെടുക്കുന്ന പ്രവർത്തനക്ഷമമായ ജീനുകളെയാണ് നമ്മൾ ജങ്ക് ജീൻസുകൾ എന്ന് വിളിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്റർഫെറോൺ, ജീനുകളെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്ന ജനിതക കത്രിക. ജീനോം, ഒരു ജീവിയിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ജനിതക വസ്തു. എൻഡോർഫിൻ, വളർച്ചാ വൈകല്യങ്ങൾ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ. ഇതിൽ ആ കൂടി ഒരെണ്ണേ കറക്റ്റ് ആയിട്ടുള്ളൂ. ഏതാണ്? ഒന്ന് സ്ക്രീനിൽ കാണിക്കൂ. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? മൂന്നാമത്തെയാണ്. ബാക്കിയുള്ളതൊക്കെ പൊട്ടത്തെറ്റാണ്. ജങ്ക് ജീൻ എന്ന് പറയുന്നത് പ്രവർത്തനക്ഷമമല്ലാത്ത, ഫങ്ഷനിങ് അല്ലാത്ത ജീൻസ് ആണ്. ഇന്റർഫെറോൺ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, വൈറൽ ഡിസീസിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ദെൻ ജീനുകളെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്ന ജനിതക കത്രിക നമ്മൾ ഇത്ര നേരം പറഞ്ഞതാണ്. ജനറ്റിക് സിസർ ആണ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. ദെൻ എൻഡോർഫിൻ എന്ന് പറയുന്നത് പെയിൻ കില്ലർ അടക്കം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. വളർച്ചാ വൈകല്യങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് സൊമാറ്റോട്രോപ്പിൻ ആണ്. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ജീനോം ഒരു ജീവിയിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ജനിതക വസ്തുവിനെയാണ് നമ്മൾ ജീനോം എന്ന് പറയാം. The genetic material present in an organism. Then move on to the next question. The protein produced through the genetic engineering which is used against viral disease. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ജനിതക എഞ്ചിനീയറിംഗിലൂടെ ഉൽപ്പാദിപ്പിച്ച വൈറസ് രോഗങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നത് ഏതിനാണ്? ഇൻസുലിൻ ആണോ, ഇന്റർഫെറോൺ ആണോ, എൻഡോർഫിൻ ആണോ, സൊമാറ്റോട്രോപ്പിൻ ആണോ? ഒന്ന് സ്ക്രീനിൽ കാണിക്കൂ. ഒന്നാണോ, രണ്ടാണോ, മൂന്നാണോ, നാലാണോ? ഏതാണ്? രണ്ടാണോ? ടു ആണോ, ത്രീ ആണോ? ത്രീ അല്ല, 2 ആണ്. ഇന്റർഫെറോണുകളാണ് കേട്ടോ. ആൻസർ എന്ന് പറയുന്നത് ഇന്റർഫെറോണുകളാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ആ ചാപ്റ്ററും കഴിഞ്ഞു. ആ ചാപ്റ്ററിന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ വരുള്ളൂ. പക്ഷെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വായും തുറന്നിരിക്കരുത്. നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസാ. നിങ്ങൾ നേരത്തെ ചോദിച്ചപ്പോൾ ചിലവർ പറഞ്ഞു ഉണ്ട്, ഇല്ല, ഉണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടാവും. അങ്ങനെ കൺഫ്യൂഷൻ ഒന്നും വരേണ്ട ആവശ്യമില്ല. ജീൻസിൽ ജനറ്റിക് ഘടനയിൽ മാറ്റം വരുമ്പോൾ എന്ത് ചെയ്യും? അടുത്ത ജനറേഷനിലേക്ക് പോവുക തന്നെ ചെയ്യും. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് The path traversed by life, ജീവൻ പിന്നിട്ട പാതകൾ എന്ന് പറയുന്ന നമ്മുടെ ലാസ്റ്റ് ആൻഡ് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ച ഒരു ചാപ്റ്റർ ആണ്. അത് ആദ്യം ചോദിക്കാൻ പോകുന്നത് ഇതായിരിക്കും. ഈ തിയറിയുടെ പേര് എന്താണ്? എല്ലാവരും ചാറ്റ് ബോക്സിൽ ഇട്ടേ. സാർ ഒരാൾ വിളിച്ച്, ഏതാണ് ഈ തിയറിയുടെ പേര്? അല്ലെങ്കിൽ എന്ത് തിയറിനെയാണ് ഇവിടെ ഡെപിക്ട് ചെയ്തിട്ടുള്ളത്? നേഹ പറയൂ. ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. കെമിക്കൽ എവല്യൂഷൻ തിയറിക്ക് മുന്നേ വേറൊരു തിയറിയും കൂടി ഉണ്ടായിരുന്നു. ഇത് കെമിക്കൽ എവല്യൂഷൻ തിയറിയാണ്. വേറൊരു തിയറിയും കൂടി ഉണ്ടായിരുന്നു. അതേതായിരുന്നു? പാൻസ്പെർമിയ തിയറി. ആ തിയറി ഭയങ്കര രസമാണ്. എന്താണ്? ഭൂമിയിലെ വേറെ എവിടെ ഉണ്ടായിട്ടുള്ള ലൈഫ് ഭൂമിയിലേക്ക് ഉൽക്കവർഷം ഉണ്ടായപ്പോ വെറുതെ ഒപ്പം പോകുന്നു എന്നാണ് പറയുന്നുണ്ടായിരുന്നത്. അത് അത്രയും വലിയ രസമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് ശ്രദ്ധ കൊടുത്തില്ല.
പകരം നമ്മൾ കെമിക്കൽ എവല്യൂഷൻ തിയറിക്കാണ് കൊടുത്തത്. അത് കൃത്യമായിട്ട് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ഈ ഫിഗർ ഒക്കെ എടുത്തുകൊണ്ടുവരാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതേപോലെ തന്നെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് നമ്മളോട് ചോദിക്കും. അപ്പൊ നമ്മൾ അറിയില്ല എന്ന് പറയരുത്. പണ്ട് കാലത്തെ എർത്ത്, പ്രിമിറ്റീവ് എർത്ത് എന്ന് പറയുന്നത് അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഓക്സിജൻ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവിടെ കുറെ ഫ്രീ ആയിട്ട് കുറെ ഓക്സിജൻ ഒക്കെ ഉണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് എന്തുണ്ടായിരുന്നില്ല? ഫ്രീ ആയിട്ട് കറങ്ങി നടക്കുന്ന ഓക്സിജൻ ഉണ്ടായിരുന്നില്ല. പകരം എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഗ്യാസസ് ലൈക്ക് ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, നൈട്രജൻ ഉണ്ടായിരുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിരുന്നു, മീഥെയിൻ ഉണ്ടായിരുന്നു, അമോണിയ ഉണ്ടായിരുന്നു, വാട്ടർ വേപ്പർ ഉണ്ടായിരുന്നു, ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടായിരുന്നു. അന്നത്തെ സോഴ്സ് ഓഫ് എനർജി, ഇന്നത്തെ മെയിൻ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഏതാണ്? സണ്ണാണ്. നമ്മൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ അത് അറിയുന്ന കൂടി ഉണ്ടായിരിക്കും. രാവിലെ ഒരു 8 മണി ആയാൽ മതി. 8 മണിയാകുമ്പോൾ അമ്പലത്തിൽ പോകാൻ പോലും പറ്റണില്ല, അല്ലെങ്കിൽ പള്ളിയിൽ പോകാൻ പോലും പറ്റണില്ല അല്ലെ. അത്രയ്ക്കധികം എനർജിയാണ് സണ്ണ് നമുക്ക് തന്നുകൊണ്ടിരിക്കണേ. സണ്ണിന്റെ ആ എനർജിയുടെ ഒപ്പം ടാനും തരുന്നുണ്ട്. ചിലപ്പോ മറ്റേ സൂര്യാഘാതം, എന്തായാലും പറയാം, സൂര്യാഘാതം തന്നെ, അതൊക്കെ ഏൽക്കാറും കൂടി ഉണ്ടായിരിക്കും. സോ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചിട്ടൊക്കെ ഒന്ന് സ്കൂളിൽ പോവുക. എക്സാം കഴിഞ്ഞ് വരുമ്പോഴായാലും നല്ല രീതിക്ക് കൊട പിടിക്കുക, സൺസ്ക്രീൻ ഇടുക. സൺസ്ക്രീൻ ഇല്ല എന്നുണ്ടെങ്കിൽ കൊടയോ തൊപ്പി ഇട്ടിട്ട് പോവുക. ഓക്കെ, അപ്പൊ അന്നത്തെ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് സൺബേൺ. ഓക്കേടാ, വെരി ഗുഡ്. ഓക്കെ, സൺബേൺ ആണ്, സൂര്യാതാപം. ഓക്കെ, സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് തണ്ടർ ആൻഡ് ലൈറ്റനിങ് ആയിരുന്നു. ഇടി മിന്നൽ ഉണ്ടായിരുന്നു, അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ഉണ്ടായിരുന്നു, വോൾക്കാനിക് ഇറപ്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ഈ പറയുന്ന മഴ പെയ്തിട്ട്, വർഷങ്ങളോളം മഴ പെയ്തിട്ട് സമുദ്രമുണ്ടായി. അപ്പൊ ഈ ഗ്യാസസ് ഒക്കെ കൂടി അതിൻ്റെ ഉള്ളിൽ റിയാക്ട് ചെയ്തിട്ട് ആദ്യം സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടായി. അമിനോ ആസിഡ്സ് ഉണ്ടായി, മോണോസാക്രൈഡ്സ് ഉണ്ടായി, നൈട്രജൻ ബേസസ് ഉണ്ടായി, ഫാറ്റി ആസിഡ്സ് ഉണ്ടായി. ഇതിങ്ങനെ റിയാക്ട് ചെയ്തിട്ട് കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് രാസപ്രവർത്തനം നടന്നിട്ട് എന്തായി മാറി? അമിനോ ആസിഡ് ഒക്കെ, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അമിനോ ആസിഡ് ഒക്കെ കൂടിയിട്ട് പ്രോട്ടീനായി മാറി, മോണോസാക്രൈഡ് ഒക്കെ കൂടിയിട്ട് പോളിസാക്രൈഡ് ആയി മാറി, നൈട്രജൻ ബേസസ് ഒക്കെ കൂടിയിട്ട് ന്യൂക്ലിയോടൈഡുകളായി മാറി, ഫാറ്റി ആസിഡ്സ് ഒക്കെ ചേർന്നിട്ട് ലിപ്പിഡ്സ് ആയി മാറി. ഇത് നിങ്ങളോട് ചോദിക്കാറുണ്ട്. അമിനോ ആസിഡ് എന്തായി മാറി? മോണോസാക്രൈഡിൽ നിന്ന് എന്തുണ്ടായി? നൈട്രജൻ ബേസസ് എന്തായിട്ടാണ് മാറിയത്? ഫാറ്റി ആസിഡ്സ് ലിപ്പിഡ്സ് ആയിട്ടാണോ മാറിയത് എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്രയധികം ഓർഗാനിക് മോളിക്യൂൾസ് ഒക്കെ ഉണ്ടായി. ഓക്കെ, ഓർഗാനിക് ജൈവ കണികകൾ ഉണ്ടായപ്പോ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ന്യൂക്ലിക് ആസിഡും ഒരു ലിപ്പിഡ് ലെയർ ഉണ്ടായി. അവിടെയാണ് നമ്മുടെ ആദ്യത്തെ കുഞ്ഞ് പറക്കുന്നത്. ദാറ്റ് ഈസ് പ്രിമിറ്റീവ് സെൽ, ആദിമ കോശം. ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ടാണ് ഉണ്ടായത് എന്നാണ്. കുറെ ഗ്യാസസ് ഒക്കെ അടിയിൽ കിടന്നിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇങ്ങനെ കുറെ മോളിക്യൂൾസ് ഉണ്ടായി, കോംപ്ലക്സ് ആയി. അങ്ങനെയാണ് ആദ്യത്തെ സെൽ ഉണ്ടായി എന്നാണ് പറയുന്നത്. സോ ഇതിനെ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഹെറാൾഡ് യൂറേ ആൻഡ് മില്ലർ എന്ന് പറയുന്ന 2 ശാസ്ത്രജ്ഞന്മാർ കൂടിയിട്ട് ഒരു എക്സ്പെരിമെന്റ് ചെയ്തു. അതാണ് യുറേ മില്ലർ എക്സ്പെരിമെന്റ്. അന്നത്തെ കാലത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? ഇവിടെ റീക്രിയേറ്റ് ചെയ്തു. ഓക്കെ, പുനർസൃഷ്ടിച്ചു. അതാണ് ഇവിടെ ഉണ്ടായത്. അപ്പോ വാട്ടർ വേപ്പറിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചു. ദെൻ അന്നത്തെ എനർജി സോഴ്സസ് എന്ന് പറയുന്നത് ഏതായിരുന്നു? തണ്ടർ, ലൈറ്റനിങ് ഒക്കെ ആയിരുന്നു. ഓക്കെ, ഇടി മിന്നൽ അവയൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് ഇടി മിന്നലൊന്നും നമ്മുടെ അന്തരീക്ഷം തരാത്തതുകൊണ്ട് നമുക്കറിയാം, ഇടി വെട്ടിക്കഴിഞ്ഞാലും മിന്നലൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും നമുക്ക് എന്ത് എനർജിയാണ് കിട്ടുന്നത്? ഇലക്ട്രിക് എനർജിയാണ് കിട്ടുന്നത്. ഓക്കെ, വൈദ്യുതോർജ്ജമാണ് കിട്ടുന്നത്. സോ വൈദ്യുതോർജ്ജം കിട്ടാൻ വേണ്ടിയിട്ട് 2 ഇലക്ട്രോഡ്സ് കൂടെ വെച്ചിട്ട് എന്തുണ്ടാക്കി? കറണ്ട് കൊടുത്തു. ഓക്കെ, ഇലക്ട്രിക് എനർജി ഉണ്ടാക്കി. ദെൻ അതിലുണ്ടായിരുന്ന കുറച്ച് ഗ്യാസസ് മാത്രം എന്ത് ചെയ്തു? ഇതിനകത്തെടുത്തു. അപ്പൊ അതാണ് മീഥെയിൻ, അമോണിയ, അതേപോലെ തന്നെ വാട്ടർ വേപ്പർ ഇവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞിട്ട് നോക്കിയ സമയത്ത് ഇവിടെ നമുക്ക് എന്തുണ്ടായി? അമിനോ ആസിഡുകളിനെ കിട്ടി. ഓക്കെ, അമിനോ ആസിഡുകളിനെ കിട്ടി. അപ്പൊ നമ്മൾ ഒന്ന് പിറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ സിമ്പിൾ മോളിക്യൂളിനെ നമുക്ക് കിട്ടിയില്ലേ? അപ്പൊ എന്ത് ചെയ്തു? ആ പറയുന്ന പരീക്ഷണം വിജയിച്ചു. ഓക്കെ, അപ്പൊ പരീക്ഷണം വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ വേറെ ഇവിടെ ഇപ്പൊ നമ്മൾ മീഥേൻ, അമോണിയ ഒക്കെയാണ് ഉപയോഗിച്ചത്. അപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു റീലൊക്കെ ഭയങ്കര വൈറലായി കഴിഞ്ഞാൽ അതിന്റെ വേറെ പതിപ്പുകളൊക്കെ നമ്മളിങ്ങനെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടൊക്കെ ഇങ്ങനെ ചെയ്യൂലേ? അതേപോലെ തന്നെ ഈ ഒരു എക്സ്പെരിമെന്റ് വിജയിച്ച സമയത്ത് എന്ത് ചെയ്തു? ഈ ഗ്യാസസ് ഒന്ന് മാറ്റി ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേറെ കുറെ ആൾക്കാർ വന്നിട്ട് എല്ലാ ഗ്യാസസും മാറ്റി ചെയ്തപ്പോൾ ഈ കണ്ട സാധനങ്ങളൊക്കെ കിട്ടി. അമിനോ ആസിഡ് കിട്ടി, മോണോസാക്രൈഡ് കിട്ടി, നൈട്രജൻ ബേസസ് കിട്ടി, ഫാറ്റി ആസിഡ്സ് ഒക്കെ കിട്ടി. അപ്പോ എന്ത് ചെയ്തു? ആ പറയുന്ന തിയറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കെമിക്കൽ എവല്യൂഷൻ തിയറി അതോടുകൂടി നമ്മൾ തെളിയിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ തെളിയിച്ചപ്പോ നമുക്ക് എന്ത് കാര്യം മനസ്സിലായി? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എന്നുള്ള ഒരു അസംഷൻസിലേക്ക് എത്തി.
അങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്തു, സയന്റിഫിക് വേൾഡ് അക്സെപ്റ്റ് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. സോ ഈ ഒരു ഫിഗർ നിങ്ങൾ ഓർത്ത് വെച്ചോളാം, നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു ഫിഗർ ചോദിക്കും. ഇതിനകത്ത് എന്താണ്, ഇവിടെ എന്താണ് കിട്ടിയത് എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇവിടെ ഈ ഒരു വളവില് എന്താണ് നമുക്ക് കിട്ടിയത് നമ്മളുടെ അടുത്ത് ചോദിക്കാറുണ്ട്. കൃത്യമായിട്ട് എഴുതാനായിട്ട് പറ്റണം. അമിനോ ആസിഡുകളാണ് സാർ എന്ന് എഴുതാനായിട്ട് പറ്റണം. ഫിഗർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. ഓക്കെ, ദെൻ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറി ഡാർവിനിസം ആണ്. ഓക്കെ, ഡാർവിനിസം എ ലോജിക്കൽ സയന്റിഫിക് തിയറി ഓഫ് എവല്യൂഷൻ വാസ് ഫസ്റ്റ് പുട്ട് ഫോർവേഡഡ് ബൈ ചാൾസ് ഡാർവിൻ. ഓക്കെ, ചാൾസ് ഡാർവിൻ ആണ് നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു പരിണാമ സിദ്ധാന്തം നമ്മളുടെ അടുത്ത് നമുക്ക് വെച്ച് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ ഒരു ഐലൻഡില് ഗാലപ്പാഗോസ് എന്ന് പറയുന്ന ഒരു ഐലൻഡിൽ പോയി നോക്കിയ സമയത്ത് ആ ഒരു ഐലൻഡില് ഒരുപാടധികം ബീക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊക്കിന് വൈവിധ്യങ്ങൾ അല്ലെങ്കിൽ ചുണ്ടിന് വൈവിധ്യങ്ങളുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചുണ്ടുകളുള്ള ഫിഞ്ചസിനെ കണ്ടു, കുരുവികളെ കണ്ടു. അപ്പൊ എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ച സമയത്താണ് ഇദ്ദേഹത്തിന് കുറച്ചധികം കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അതിൽ നിന്ന് ഇദ്ദേഹം എടുത്ത ഒരു തിയറിയാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം. വളരെ ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പോ ഇതിവിടെ ശ്രദ്ധിക്കാം. ഫസ്റ്റ്, ഓർഗാനിസം വിത്ത് വേരിയേഷൻ, വ്യതിയാനങ്ങളുള്ള ജീവികൾ. അവിടെ എന്തുണ്ടായി, ഓവർ പ്രൊഡക്ഷൻ ഉണ്ടായി. ഓക്കെ, തിന്നാൻ കുറെ ഫുഡ് കിട്ടുകയാണ്. തിന്നാൻ കുറെ ഫുഡ് കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഫുഡ് കഴിക്കും, റീപ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഇങ്ങനെ ഫുഡ് കഴിക്കുക, റീപ്രൊഡ്യൂസ് ചെയ്യുക. ഇതന്നൊരു പണിയായിരുന്നിട്ട് ഒരുപാടധികം കുരുവികളായി. അപ്പോ ഈ എന്താ പറയാ, പോപ്പുലേഷൻ മാത്രമാണ് കൂടിയത്, കഴിക്കാനുള്ള ഫുഡ് അവിടെ കൂടിയില്ല. ചിലര് വാശി പിടിച്ചിട്ടിരുന്നു, എനിക്ക് ഞാൻ കഴിക്കുന്ന ഫുഡ് തന്നെ മതി, എനിക്ക് മന്തി തന്നെ മതി എന്ന് വാശി പിടിച്ച ആൾക്കാർ എന്ത് ചെയ്തു, ഡിസ്ട്രോയ് ആയി പോയി. ദോസ് വിത്ത് നോ ഫേവറബിൾ വേരിയേഷൻ, അനുകൂലമായ വ്യതിയാനങ്ങൾ ഇല്ലാത്തവ എന്ത് ചെയ്തു, ഡിസ്ട്രോയ് ആയി പോയി, നശിച്ചു പോയി. ദോസ് വിത്ത് ഫേവറബിൾ വേരിയേഷൻ, അനുകൂലമായ വ്യതിയാനങ്ങൾ ഉള്ളവയെ എന്ത് ചെയ്തു, നേച്ചർ സെലക്ട് ചെയ്തു. അതാണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവർ പറഞ്ഞു എനിക്ക് കുഴിമന്തി വേണ്ട, ഞാൻ ബിരിയാണി കഴിച്ചിട്ടായാലും ജീവിക്കാം. ബിരിയാണി തീർന്നുപോയി, ഞാൻ കഞ്ഞി കുടിച്ചിട്ടായാലും ജീവിക്കാം. കഞ്ഞിയും തീർന്നുപോയി, ഞാൻ അരിമണി തിന്നിട്ടായാലും ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ എന്ത് ചെയ്തു, നല്ല കുട്ടികളെ പ്രകൃതി സെലക്ട് ചെയ്തു, നേച്ചർ സെലക്ട് ചെയ്തു, പ്രകൃതി നിർദ്ധാരണം ചെയ്തു. എന്ത് ചെയ്തു, അവരവിടെ നിലനിന്നു. ഇവരിങ്ങനെ കഴിച്ച് കിട്ടുന്ന ഫുഡൊക്കെ കഴിച്ച് എന്ത് ചെയ്തു, ചേഞ്ചസ്, ഇവരുടെ ജീനിൽ ഉണ്ടായിട്ടുള്ള വ്യതിയാനങ്ങൾ അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ ജീൻസ് ഇങ്ങനെ മാറി കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പുതിയൊരു സ്പീഷീസ് അവിടെ ഉണ്ടായി, പുതിയൊരു ജീവിവർഗം അവിടെ ഉണ്ടായി. അതാണ് accumulation of the variations inherited through generations. തലമുറകളായിട്ട് എന്ത് ചെയ്തു, ഈ വേരിയേഷൻസ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോയപ്പോൾ ചില മാറ്റങ്ങളുള്ള ഒരു പുതിയ സ്പീഷീസ്, ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ് അവിടെ ഉണ്ടായി. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, ഓരോരോ സ്റ്റെപ്പിലും എന്തൊക്കെയാണ് ഉണ്ടാവുന്നതെന്ന് ഇതിങ്ങനെ തന്നെ ചോദിക്കാറുള്ളതാണ്. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡാർവിൻ ആ ഐലൻഡിൽ പോയി കണ്ടുപിടിച്ചതാണ്. എന്നാൽ നമുക്ക് അതിനുശേഷം ഈ എവിലേഷന്റെ എവിഡൻസസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് നമുക്ക് നോക്കാം. എവിഡൻസസ് ഓഫ് ദ എവല്യൂഷൻ. ഓക്കെ, ഫോസിൽസ് ദേ ആർ ദ റെമനൻസ് ഓഫ് ദ പ്രിമിറ്റീവ് ഓർഗാനിസം. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ പണ്ട് കാലത്തെ ഡ്രാഗൻ അല്ലോ ഡൈനോസർ ഒക്കെ ജീവിച്ചിരുന്നു എന്ന് നമ്മൾ പറയുന്നു. എങ്ങനെയാ, നമ്മൾ കണ്ടിട്ടുണ്ടോ, നമ്മുടെ കാലത്തൊന്നും ഡൈനോസർ ഉണ്ടായിരുന്നില്ല, പക്ഷെ അവരുടെ എന്ത് കിട്ടി, ഫോസിൽ കിട്ടി, എല്ലും തോലും നഖവും ഫുട് പ്രിന്റ്സ് ഒക്കെ കിട്ടി. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഡൈനോസറുകൾ ഇവിടെ ജീവിച്ചിരുന്നു. ഡ്രാഗൻസ് ഉണ്ടായിരുന്നില്ല. ഡ്രാഗൻസ് ഒക്കെ ഹൗസ് ഓഫ് ഡ്രാഗനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഭൂമിയിലൊന്നും ഉണ്ടാവില്ല. ചിറക് വെച്ച ഡ്രാഗനൊന്നും തീ തുപ്പുന്ന ഡ്രാഗനൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വിട്ടിട്ടുള്ളതാണ്. പക്ഷെ അതൊക്കെ കാണാൻ ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആയ കാരണം നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ ഡൈനോസർ ഉണ്ടായിരുന്നു, കാരണം എന്ത് കിട്ടിയിട്ടുണ്ട്, ഡൈനോസറിന്റെ ഫോസിൽ കിട്ടിയിട്ടുണ്ട്. ഡൈനോസറിന്റെ ഒപ്പം ചിറകുള്ള ഡ്രാഗനെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് പണ്ട് കാലത്ത് കുറെ ഓർഗാനിസംസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഫോസിലിന്റെ ഒക്കെ ഉള്ളതായിരുന്നു. എന്തൊക്കെയാണ് നമ്മൾ ഫോസിലായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഇറ്റ് മേ ബി ബോഡി, അവരുടെ ശരീരം മൊത്തമായിരിക്കാം, ബോഡി പാർട്സ്, അതുപോലെ തന്നെ ഇംപ്രിന്റ്സ് ഓഫ് ദ ഓർഗാനിസം. ഈ ഓർഗാനിസത്തിനെ ഒക്കെ നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ നമ്മൾ ഇവിടെ കുഴിച്ച് നോക്കിയിട്ടാണ് ഇങ്ങനെ ഡിഗ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോരോ ഫോസിലിനെ പുറത്തേക്ക് എടുക്കണേന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് ആദ്യം കിട്ടുക ഏത് ടൈപ്പ് ഓഫ് ഫോസിലായിരിക്കും, അല്ലെങ്കിൽ എപ്പോ ഇവിടെ നിന്ന് ഇല്ലാതായിട്ടുള്ളതായിരിക്കും? ലാസ്റ്റ് നമ്മുടെ ഭൂമിയുടെ ഏറ്റവും അടുത്തുനിന്ന് കിട്ടുക അവസാനം ഇവിടുന്ന് പോയിട്ടുള്ളതായിരിക്കും. ഇപ്പൊ നമ്മളൊരു ജിയോളജിക്കൽ ടൈം സ്കെയിലൊക്കെ നമ്മൾ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടുന്ന് ഏത് ഓർഗാനിസത്തിനായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കും? സാറിനാളെ വിളിച്ചേ, ഇവിടുന്ന് ഏറ്റവും അടിയിൽ നിന്ന് ആരെയായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക?
ആഹ്ന ഏത് ടൈപ്പ് ഓഫ് ഓർഗാനിസത്തിനായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക? പ്രിമിറ്റീവ് സെല്ലിന് ഇവിടുന്ന് കിട്ടുമോ? ഇവിടെ നമ്മൾ ഒച്ചിരി കുഴിച്ച് ഇത്തിരി പോയിട്ടുള്ളൂ. ഇവിടെ ആദ്യം നമുക്ക് പ്രിമിറ്റീവ് സെല്ലിന് കിട്ടുമോ? അവസാനം ഇവിടുന്ന് പോയ ആൾക്കാരിനെയാവും കിട്ടുക. അപ്പൊ ആരായിരിക്കും അവസാനം ഇവിടുന്ന് പോയിട്ടുണ്ടാവുക? ആരായിരിക്കും? ചാറ്റ് ബോക്സിലൊക്കെ ആൻസർ ഇടൂ, വേഗം ആൻസർ ഇട്ട. ആരും ഇടുന്നില്ല. ഏറ്റവും ലാസ്റ്റ് ഇവിടുന്ന് കിട്ടുക, ലാസ്റ്റ് പഠിച്ച ചാപ്റ്റർ അല്ലേ? ലാസ്റ്റ് കിട്ടുക ആരായിരിക്കും? യൂക്കാരിയോട്സ് ആണോ? യൂക്കാരിയോട്സ് എന്ന് പറയുന്നത് ശരിയാണ്, കുറച്ചും കൂടി മോഡിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. ഓക്കെ, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആയിരിക്കും കിട്ടുക. പിന്നെയും കുഴിച്ച് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ആരെ കിട്ടുക? യൂക്കാരിയോട്സിനെ കിട്ടുക. പിന്നെയും കുഴിച്ച് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രോകാരിയോട്സിനെ കിട്ടും. പിന്നെയും കുഴിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രിമിറ്റീവ് സെല്ലിനെ കിട്ടും. പ്രിമിറ്റീവ് സെല്ലിനെ നമുക്ക് ആദ്യം കിട്ടുള്ളൂ, അല്ല അവസാനം കിട്ടുള്ളൂ. കാരണം ഏറ്റവും ആദ്യം ഇവിടുന്ന് പോയിട്ടുള്ളതാ, കുഴിച്ച് അങ്ങോട്ട് എത്തണ്ടേ. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കുന്നത്, ഇതിന്നൊക്കെ നമുക്ക് കിട്ടുന്ന എവിഡൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിമിറ്റീവ് സെല്ലിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? പ്രോകാരിയോട്ട് ഉണ്ടാവുന്നത്. പ്രോകാരിയോട്ടിൽ നിന്നാണ് യൂകാരിയോട്ട് ഉണ്ടാവുന്നത്. യൂകാരിയോട്ടിൽ നിന്നാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഉണ്ടാവുന്നത്. ഈ ഒരു ഓർഡർ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പൊ അതാണ് നമുക്ക് ഈ ഫോസിൽ സ്റ്റഡി കിട്ടി മനസ്സിലായിട്ടുള്ളത്. അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ദ ഏജ് ഓഫ് ഫോസിൽസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് സയന്റിഫിക്കലി ആൻഡ് ആർ കാറ്റഗറൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ജിയോളജിക്കൽ ടൈം സ്കെയിൽ. ലേറ്റർ their peculiarities are studied. The oldest known fossil dating from 3.5 billion years ago of prokaryote. ഏറ്റവും അവസാനം നമുക്ക് കിട്ടിയിട്ടുള്ളത് ആരെയാണ്? പ്രോകാരിയോട്ടിനെ ആണെന്നാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കൺക്ലൂഷൻ, ഒരു നിഗമനം, എല്ലാ എവിഡൻസും നമുക്ക് എഴുതി വെക്കാവുന്നതാണ്. ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഉണ്ടായിട്ടുള്ളത് എവിടെ നിന്നായിരുന്നു? ഒരു കോമൺ ആൻസിസ്റ്റർ നിന്നായിരുന്നു, ഒരു പൊതു പൂർവികനിൽ നിന്നായിരുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ എല്ലാവരും ഉണ്ടായി വന്നിട്ടുള്ളത്. ഫ്രം ദ സ്റ്റഡീസ് ഓഫ് ദ ഫോസിൽസ് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് different species that are existed today have a common ancestor. ഇന്നത്തെ ജീവജാതികൾക്കെല്ലാം ഒരു പൊതു പൂർവികനാണ് ഉണ്ടായിരുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് കിട്ടുന്നത്. ദെൻ ഫോസിൽസിന്റെ കുറച്ച് പ്രത്യേകതകളാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. ഇത് ചോദിച്ചിട്ടുണ്ട് കുറച്ച് മുന്നത്തെ വർഷങ്ങളിലൊക്കെ, അതുകൊണ്ട് സാർ ഒന്ന് കൊടുന്നു എന്നേ ഉള്ളൂ. പ്രിമിറ്റീവ് ഫോസിൽസ് ഹാവ് സിമ്പിൾ സ്ട്രക്ചർ. ഓക്കെ, ഇവിടുത്തെ പ്രിമിറ്റീവിലത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും. റീസെന്റ്ലി ഫോംഡ് ഫോസിൽസ് ഹാവ് കോംപ്ലക്സ് സ്ട്രക്ചർ. മൾട്ടി സെല്ലുലർ ഡൈനോസറിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ല്, പല്ല്, കാല്, മുടിയൊക്കെ ഉണ്ടായിരിക്കും. ദെൻ സർട്ടൻ ഫോസിൽസ് ആർ കണക്ടിങ് ലിങ്ക്സ് ബിറ്റ്വീൻ ഡിഫറെന്റ് സ്പീഷീസ്. ഇപ്പോൾ ഇവരിനെ എടുത്ത് നോക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻസ് ഒക്കെ കാണുന്നുണ്ടായിരിക്കും. ജസ്റ്റ് ഈ ഒരു 3 പോയിന്റ്സും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ കമ്പാരറ്റീവ് മോർഫോളജിക്കൽ സ്റ്റഡീസ് ആണ്. ആകാര താരതമ്യ പഠനം എന്നാണ്, ഒന്ന് മാറ്റി വായിക്കുക. ഓക്കെ, ആകാശ താരതമ്യ പഠനം അല്ല, ആകാര താരതമ്യ പഠനം എന്നാണ് നമുക്കൊന്ന് തിരുത്തി വായിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോർഫോളജി. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോർഫോളജി ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. പക്ഷെ എന്താണ്, ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഈ ഒരു പല്ലിയുടെ കൈ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എല്ല്, പിന്നെ 2 എല്ല്, പിന്നെ കുറെ എല്ല്. ഇത് നമ്മുടെ ഒരു എല്ല്, 2 എല്ല്, പിന്നെ ഇങ്ങനെ കുറെ എല്ലുകൾ. ഇവിടെ അങ്ങനെ തന്നെയാണ്. സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു എല്ല്, പിന്നെ 2 എല്ല്, പിന്നെ കുറെ എല്ലുകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. സോ ഇതിൽ നിന്നൊക്കെ ഇതിനെ നമ്മൾ വിളിക്കുന്നത്, ഇപ്പൊ നമുക്കറിയാം, പല്ലി നടക്കാനാണ് കൈ ഉപയോഗിക്കുന്നത്, വവ്വാല് പറക്കാനാണ് ഉപയോഗിക്കുന്നത്, തിമിംഗലം തുഴയാനാണ് ഇത് ഉപയോഗിക്കുന്നത്. പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിലും ഇവരുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏതാണ്ട് സിമിലർ ആണ്. അപ്പൊ അതിനെയാണ് നമ്മൾ അനലോഗസ് ഓർഗൻസ്, ഹോമോലോഗസ് ഓർഗൻസ് എന്ന് വിളിക്കാം. ഓക്കെ, ഹോമോലോഗസ് ഓർഗൻ അല്ലെങ്കിൽ അനുരൂപ അവയവങ്ങൾ എന്ന് വിളിക്കാം. അപ്പൊ ഇതിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു പൊതു പൂർവികൻ ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിലും ഇത് തന്നെ എഴുതി വെച്ചാൽ മതി. ഒരു കോമൺ ആൻസിസ്റ്റർ എന്നുള്ളത് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ദെൻ ബയോകെമിസ്ട്രി ആൻഡ് ജൈവരസതന്ത്രം. ഓക്കെ, ഫിസിയോളജി അതിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് മനുഷ്യനും ബാക്ടീരിയയുടെയും കുറച്ച് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. Enzymes control chemical reactions, energy stored in ATP molecule, genes that determine hereditary traits. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് പ്രോട്ടീൻ ഫാറ്റ്സ് ആർ ദ ബേസിക് ബയോമോളിക്യൂൾസ്. ഓക്കെ, മലയാളത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇതൊന്നൊക്കെ ബാക്ടീരിയയുടെ ശരീരത്തിലും മനുഷ്യന്റെ ശരീരത്തിലും കോമൺ ആയിട്ടുള്ളതാണ്. അപ്പൊ ഇതൊന്നും മനസ്സിലായിട്ടുള്ളത് എന്താണ്? മനുഷ്യനും ബാക്ടീരിയ ഒക്കെ ഇവർക്ക് മുന്നേ കോമൺ ആയിട്ടുള്ള ഒരു ആൻസിസ്റ്റർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. Also concluded that existence of ATP യുടെ ഫുൾ ഫോം ഒന്നും ചോദിക്കില്ല.
ATPയുടെ ഫുൾ ഫോം അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ്. അതിന്റെ ഫുൾ ഫോം ഒന്നും ചോദിക്കില്ല കേട്ടോ. ഓക്കെ, കൺക്ലൂഷൻ ബൈ സ്റ്റഡിയിങ് ദ ക്ലോസ് റിസംബിൾസ്. ഇത് നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്, എല്ലാവരും ഉണ്ടായിട്ടുള്ളത് ഒരു കോമൺ ആൻസെസ്റ്റർ, ഒരു പൊതു പൂർവികന്റെ സാന്നിധ്യമാണ് ഇവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കാം. ഇനി ഇതേപോലത്തെ ഒരു സ്റ്റഡിയും കൂടിയുണ്ട്, മോളിക്കുലാർ ബയോളജിക്കൽ സ്റ്റഡി. ഓക്കെ, തെന്മാത്ര ജീവശാസ്ത്രം. ഓക്കെ, അതിൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെയും ഈ കാണുന്ന ഓർഗാനിസത്തിന്റെ ഒക്കെ അമിനോ ആസിഡ്, ഓക്കെ, ഹീമോഗ്ലോബിൻ അമിനോ ആസിഡുകളുടെ എണ്ണം, ബീറ്റ ചെയിനിന്റെ അമിനോ ആസിഡുകളുടെ എണ്ണം നോക്കിയിട്ടാണ്. ഇപ്പൊ ചിമ്പാൻസിക്കും മനുഷ്യനും ഒരു വ്യത്യാസമില്ല. മനുഷ്യനിൽ എത്ര അമിനോ ആസിഡുകളാണോ ബീറ്റ ചെയിനിലുള്ളത് അതേപോലെ തന്നെയാണ് ചിമ്പാൻസിയിലുള്ളത്. ഗൊറില്ലയിലാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ അമിനോ ആസിഡിന്റെ വ്യത്യാസമേ ഉള്ളൂ. എലിയിലാണെന്നുണ്ടെങ്കിൽ അത് 31 അമിനോ ആസിഡിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്, എക്സിസ്റ്റൻസ് ഓഫ് എ കോമൺ ആൻസിസ്റ്റർ, ഒരു പൊതു പൂർവികന്റെ സാന്നിധ്യമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ടുള്ളത്. കൃത്യമായിട്ട് ഇതും കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ ഒക്കെ അവസാനം നിങ്ങൾ ഈ പുട്ടിന് പീരിടണ പോലെ എഴുതി വെക്കുക, എക്സിസ്റ്റൻസ് ഓഫ് എ കോമൺ ആൻസിസ്റ്റർ, എക്സിസ്റ്റൻസ് ഓഫ് എ കോമൺ ആൻസിസ്റ്റർ. ഓക്കെ, ഒരു പൊതു പൂർവികന്റെ സാന്നിധ്യമാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, എക്സിസ്റ്റൻസ് ഓഫ് എ കോമൺ ആൻസിസ്റ്റർ. ഓക്കെ ഓക്കെ, ഒരു പൊതു പൂർവികൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. ദെൻ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, എക്സാമിനെ എപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്, എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്. ഓക്കെ, ഈ ആന്ത്രോപോയിഡ് എന്നുള്ള ഒരു ഗ്രൂപ്പിൽ നിന്നാണ് മനുഷ്യനും കുരങ്ങനും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഈ ആന്ത്രോപോയിഡിനെ 2 സബ് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റത്തെയാണ് സെർക്കോപിത്തക്കോയിഡേ. ഓക്കെ, സെർക്കോപിത്തക്കോയിഡേ എന്നാണ് നമ്മൾ അതിന് പറയാ. അടുത്തത് ഹോമിനോയിഡ്. ഇതിങ്ങനെ തന്നെ തന്നിട്ട് സെർക്കോപിത്തക്കോയിഡ് എവിടെ തരും, ഇവിടെ എ എന്ന് തരും. ഈ താഴ്ത്തി സ്മോൾ ബ്രെയിൻ ആൻഡ് ലോങ് ടെയിലിന് തരാതെ അതിന്റെ പെക്യുലാരിറ്റി എന്താണെന്ന് എഴുതാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വെച്ചിട്ട് തരും. കൃത്യമായിട്ട് എഴുതണം, സ്മോൾ ബ്രെയിൻ ആൻഡ് ലോങ് ടെയിൽ. കുഞ്ഞു തലച്ചോറ് വലിയ വാല് ആർക്കാണുള്ളത്, മങ്കിക്കാണുള്ളത്. ദെൻ ഹോമിനോയിഡയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ബ്രെയിൻ ആയിരിക്കും, പിന്നെ എന്തുണ്ടായിരിക്കും, ഫ്രീലി മൂവബിൾ ആയിട്ടുള്ള ഹാൻഡ്സ് ആയിരിക്കും. അതിൽ വരുന്നതാണ് ഗിബൺ, ഒറാങ്ങുട്ടാൻ, ഗൊറില്ല, ചിമ്പാൻസി ആൻഡ് മാൻ. മനസ്സിലായോ? ഗിബൺ, ഒറാങ്ങുട്ടാൻ, ഗൊറില്ല, ചിമ്പാൻസി, മാൻ, ഇവരൊക്കെ എന്താണ്, ഇവരൊക്കെയാണ് മനുഷ്യന്റെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഹോമിനോയിഡ് എന്ന് പറയുന്ന മനുഷ്യൻ ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ വരുന്നത്. അതോട് ഇങ്ങനെ പല രീതിയിലും ചോദിക്കാറുണ്ട്, മനുഷ്യൻ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്, കൃത്യമായി എഴുതി വെക്കുക, ഹോമിനോയിഡ്. ഇനി ഈ ഒരു ഹ്യൂമൻ വംശത്തിന്റെ കുറച്ചധികം കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പേര് കൃത്യമായിട്ട് പഠിക്കണം, ഓർഡറിൽ തന്നെ പഠിക്കണം. ആദ്യത്തെ ഏറ്റവും ഫസ്റ്റത്തെയാണ് ആർഡിപിത്തക്കസ് റാമിഡസ്. ഓക്കെ, ആർഡിപിത്തക്കസ് റാമിഡസ്, ദ മോസ്റ്റ് പ്രിമിറ്റീവ് മെമ്പർ ഓഫ് ദ ഹ്യൂമൻ റേസ്. മനുഷ്യകുലത്തിലെ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള അംഗമാണ്. ഫോസിൽസ് വേർ ഡിസ്കവേർഡ്, ആഫ്രിക്കയിൽ നിന്നും ഫോസിലുകൾ ലഭിച്ചിട്ടുണ്ട്. അടുത്തത് ആസ്ട്രലോപിത്തക്കസ് അഫറൻസിസ്. രണ്ടാമത്തെയാണ് ആസ്ട്രലോപിത്തക്കസ് അഫറൻസിസ്. എന്താണ്, സ്ലെൻഡർ ആയിട്ടുള്ള ബോഡിയാണ്, ഇച്ചിരി ലീൻ ആയിട്ടുള്ള ബോഡി ആയിരിക്കും. ഫോസിൽസ് വേർ ഡിസ്കവേർഡ് ഫ്രം ആഫ്രിക്ക. ഈ ഒരു പോയിന്റ് പഠിച്ചില്ല എന്നുണ്ടെങ്കിലും സ്ലെൻഡർ ബോഡി ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചിരിക്കുക. മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി നമ്മൾ പഠിക്കേണ്ടതാണ് ആസ്ട്രലോപിത്തക്കസ് അഫറൻസിസ്. രണ്ടാമത്തെ ആളാണ് ആസ്ട്രലോപിത്തക്കസ് അഫറൻസിസ്. മൂന്നാമത്തെ ഹോമോ ഹബിലസ്. ഓക്കെ, പേര് പറയാൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എഴുതുമ്പോൾ കൃത്യമായിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ഹോമോ ഹബിലസ് മേഡ് വെപ്പൺസ് ഫ്രം സ്റ്റോൺസ് ആൻഡ് ബോൺ പീസസ്. നിങ്ങളോടത്ത് ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കുക, ആരാണ് കല്ലിൽ നിന്നും അസ്ഥി കഷ്ണങ്ങളിൽ നിന്നും ആയുധങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുള്ള മനുഷ്യകുലത്തിലെ ആള് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹോമോ ഹബിലസ്, ഹബിലസ് എന്ന് കൃത്യമായിട്ടൊന്ന് പറയേണ്ടതായിട്ടുണ്ട്. ദെൻ ഹോമോ ഇറക്ടസ്. ഇറക്ടസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറക്റ്റ് ആയിരിക്കും, ഇവരുടെ നട്ടെല്ല് ഇറക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കും. തിക് ചിൻ ആൻഡ് ലാർജ് ടീത്ത്. ഓക്കെ, നല്ല കട്ടിയുള്ള താടിയല്ലായിരിക്കും, അതേപോലെ തന്നെ നല്ല വലിയ പല്ലുകളായിരിക്കും. ഹാസ് ദ എബിലിറ്റി ടു സ്റ്റാൻഡ് ഇറക്റ്റ്. അപ്പോൾ ആ ഒരു പേരിൽ തന്നെ കിട്ടും ഹോമോ ഇറക്ടസ്. ഫോസിൽസ് കിട്ടിയിട്ടുള്ളത് ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നുമാണ്. ദെൻ മനുഷ്യനോട് ഏറ്റവും സിമിലാരിറ്റി ഉള്ള ഒരു ആളാണ് ഹോമോ നിയാൻഡർതാലൻസിസ്. ഓക്കെ, കണ്ടംപററി ടു മോഡേൺ മാൻ. ഓക്കെ, മോഡേൺ മാനിനോട് ഏറ്റവും സാമ്യം ഉള്ള ആളാണ് അവരെ ഹോമോ നിയാൻഡർതാലൻസിസ്. ഫോസിൽസ് വേർ ഡിസ്കവേർഡ് ഫ്രം യൂറോപ്പ് ആൻഡ് ഏഷ്യ. ഓക്കെ, അപ്പോ അതാണ്. പിന്നെ നമ്മുടെ മനുഷ്യൻ, ഈ കാണുന്ന മനുഷ്യൻ, ഇതിനെ നമ്മൾ എന്ത് പേരിട്ടാ വിളിച്ചിട്ടുണ്ടായിരുന്നേ? മനുഷ്യനെ സാറിനാണ് വിളിച്ചത്. മനുഷ്യനെ നമ്മൾ എന്ത് പേരിട്ടാ വിളിച്ചിട്ടുണ്ടായിരുന്നേ?
ഇതേപോലത്തെ ഒരു പേരിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സയന്റിഫിക് നെയിം. ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. ഹോമോസാപ്പിയൻസ്. സോ ആ കാര്യം കൂടി എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഓരോരോ പേരുകളും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ജീവോൽപത്തിയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ആശയം വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പ്രപഞ്ചത്തിലെ ഇതര ഗോളങ്ങൾ എവിടെയോ ജീവൻ ഉത്ഭവിച്ച് ആകസ്മികമായി ഭൂമിയിലെത്തിയതാവാം. ഏതാണ് ഈ തിയറി? ഇതിന് പിൻബലം നൽകുന്ന തെളിവ് ഏതാണ്? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പാൻസ്പെർമിയ സിദ്ധാന്തമാണ്. ഓക്കെ, ഉൽക്കാവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ജൈവ വസ്തുക്കളാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉൽക്ക വന്ന് പതിച്ച മെറ്റീരിയൽസ് വന്ന് പതിച്ച സമയത്ത് അതിനുള്ളിൽ നമുക്ക് കുറച്ച് ഓർഗാനിക് മോളിക്യൂൾസ് കിട്ടി. അതാണ് നമ്മൾ ഇതിനെ കുറച്ച് സ്ട്രെങ്ത് ചെയ്യുന്ന കുറച്ച് എവിഡൻസസ് എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. An illustration related to chemical evolution is given below. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് എന്ന് പറഞ്ഞിട്ട് മോണോസാക്രൈഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നേരെ പോളിസാക്രൈഡ് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1ഉം 2ഉം നിങ്ങളുടെ അടുത്ത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. 1 നമുക്ക് ഏതൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യാം? സാർ ഒരാളെ വിളിച്ചേ. 1 എന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യാം? സാംസൺ പറയൂ. 1 ഏതൊക്കെയായിരിക്കാം? ഇവിടെ നമുക്ക് മോണോസാക്രൈഡ് അല്ലാതെ ആദ്യം ഉണ്ടായിട്ടുള്ള സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾ ഏതൊക്കെയാണ്? അമിനോ ആസിഡ്. വെരി ഗുഡ്. പിന്നെ 2 അമിനോ ആസിഡാ? അമിനോ ആസിഡ് അല്ലാതെ പറഞ്ഞോളൂ. വേറെ ആളോട് ചോദിക്കാം. റയാൻ പറയൂ. അമിനോ ആസിഡ് അല്ലാതെ വേറെ ആരെങ്കിലും? ഫാറ്റി ആസിഡ്. ന്യൂക്ലിയസോ? ന്യൂക്ലിയസ് സെൽ ഉണ്ടാവുന്നതിന് മുന്നേ ന്യൂക്ലിയസ് കിട്ടുമോ നമുക്ക്? ന്യൂക്ലിയോടൈഡ് ആണോ ആദ്യം ഉണ്ടാവുക? അനുനന്ദ പറയൂ. മോണോസാക്രൈഡ് പറഞ്ഞു, ഫാറ്റി ആസിഡ്സും പറഞ്ഞു, അമിനോ ആസിഡ്സും പറഞ്ഞു. ഒരെണ്ണം കൂടി ഉണ്ട്. അലൻ കമോൺ. അലൻ ഡിസൂസ. ഫാറ്റി ആസിഡ് ലിപ്പിഡ് പറഞ്ഞടാ. അടുത്തത് മോണോസാക്രൈഡ് പറഞ്ഞു, ഫാറ്റി ആസിഡ് പറഞ്ഞു, പിന്നെ ന്യൂക്ലിയോടൈഡ് ആണോ ആദ്യം ഉണ്ടാവുക? നൈട്രജൻ ബേസ്. വെരി ഗുഡ്. ഓക്കെ, നൈട്രജൻ ബേസ് ആണ് വരുന്നുണ്ടായിരിക്കുക. അപ്പൊ ആ 3 എണ്ണാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ മോണോസാക്രൈഡ് പോളിസാക്രൈഡ് ഉണ്ടായി. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമിനോ ആസിഡുകൾ. അമിനോ ആസിഡുകളിൽ നിന്ന് ഏത് കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കുക? സാർ ആലോചിച്ചേ. അമിനോ ആസിഡിൽ നിന്ന് ഏത് കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കുക? ആരാ? ഏഞ്ചൽ മരിയ. പ്രോട്ടീൻ. വെരി ഗുഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നൈട്രജൻ ബേസിൽ നിന്ന് ഏതായിരിക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കുക? ന്യൂക്ലിയോടൈഡ്സ് ആയിരിക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കുക. വെരി ഗുഡ്. ഇനി ഏതെങ്കിലും ഉണ്ടോ? ഫാറ്റി ആസിഡ്സ് ഏതായിരിക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കുക? ലിപ്പിഡ്സ്. വെരി ഗുഡ്. അതാണ് അവിടെ എഴുതി വെക്കേണ്ടത്. ഏത് വേണമെങ്കിലും എഴുതാം. നിങ്ങൾക്ക് എന്ത് എഴുതാം? അമിനോ ആസിഡ് എഴുതാം, ഫാറ്റി ആസിഡ് എഴുതാം, നൈട്രജൻ ബേസ് എഴുതാം. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പോളിസാക്രൈഡ് ഓൾറെഡി തന്നിട്ടുണ്ട്. പ്രോട്ടീൻ എഴുതാം, ഫാറ്റ് എഴുതാം, ന്യൂക്ലിക് ആസിഡ് എഴുതാം. ഫാറ്റിന് പകരം ലിപ്പിഡ് എന്നും എഴുതാം. ഓക്കെ, ദെൻ ഇതിന്റെ ഉള്ളിൽ നിന്ന് ന്യൂക്ലിക് ആസിഡും ലിപ്പിഡ് ലെയർ ഒക്കെ കൂടിയിട്ടുണ്ടാവുന്നത് ഏതാണ്? നൈട്രജൻ ബേസിന് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണെന്ന് വെച്ചാൽ പ്രിമിറ്റീവ് സെൽ ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യാവുന്ന ഓർത്ത് വയ്ക്കുക. ഓക്കെ, ആദിമ കോശമാണ്. ഇത് അതിന്റെ മലയാളമാണ്. ഓക്കെ, ഏതൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അമിനോ ആസിഡുകൾ, ഫാറ്റി ആസിഡുകൾ, നൈട്രജൻ ബേസ്. അമിനോ ആസിഡുകൾ കൂടി ചേർന്നിട്ട് പ്രോട്ടീനുകൾ ഉണ്ടാവുന്നു. ദെൻ അല്ലെങ്കിൽ ഫാറ്റി ആസിഡുകൾ കൂടി ചേർന്നിട്ട് കൊഴുപ്പ് ഉണ്ടാവുന്നു. ദെൻ നൈട്രജൻ ബേസസ് കൂടി ചേർന്നിട്ട് ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടാവുന്നു. ദെൻ ആദിമ കോശം അവിടെ ഉണ്ടാവുന്നു, പ്രിമിറ്റീവ് സെൽ. അതെല്ലാം കൂടി ചേർന്നിട്ട് ഉണ്ടാവുന്നു. ഓക്കെ, then അടുത്തത് observe the illustration and answer the questions. Okay, name the scientist who derived the experimental setup shown above. Okay, ഇവിടെ ഈ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് നമുക്ക് പറഞ്ഞു തന്ന 2 ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു. ആരൊക്കെയാണ് അവർ? സാർ ഒരാളെ വിളിച്ചേ. ആരൊക്കെയാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് പറഞ്ഞു തന്നത്? ഏബിൾ പറയൂ. വെരി ഗുഡ് ഈവനിങ്. ഏതായിരുന്നു എടാ? യുറേ മില്ലർ. ഫുൾ ഫോം അറിയാവോ?
ഹെറാൾഡ് യുറേ ആൻഡ് ഹെറാൾഡ് യുറേയും സ്റ്റാൻലി മില്ലറും കേട്ടാ. ഓക്കെ, ഹെറാൾഡ് യുറേ ആൻഡ് സ്റ്റാൻലി മില്ലർ ആണ്. ഓക്കെ, സമ്മതിച്ചു. എന്നാൽ ഇതിന് മുന്നുള്ള ഒരു കെമിക്കൽ എവല്യൂഷൻ തിയറി പറഞ്ഞു തന്ന രണ്ട് ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു, അങ്ങോട്ട് കൂടെ തെറ്റിപ്പോയത്. അതാണ് ഇപ്പൊ നമ്മുടെ ഏബിലിന് തെറ്റിപ്പോയത്. അതാരാ പറയാനായിട്ട് വരുന്നത്? കെമിക്കൽ എവല്യൂഷൻ തിയറി നമുക്ക് പരിചയപ്പെടുത്തി തന്ന രണ്ട് ശാസ്ത്രജ്ഞന്മാർ ആരൊക്കെയായിരുന്നു? അഭിനന്ദ് പറയൂ. JBS ഹാൾഡൻ, വെരി ഗുഡ്. A.O. ഒപ്പാരിൻ, വെരി ഗുഡ്. ഇവരാണ് കെമിക്കൽ എവല്യൂഷൻ തിയറി നമുക്ക് പ്രപ്പോസ് ചെയ്തത്. അപ്പൊ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, ഹൂ പ്രപ്പോസ്ഡ് കെമിക്കൽ എവല്യൂഷൻ തിയറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കണം നിങ്ങളുടെ ആൻസർ. A.O. ഒപ്പാരിൻ ആൻഡ് JBS ഹാൾഡൻ. കെമിക്കൽ എവല്യൂഷൻ തിയറിയുടെ എക്സ്പെരിമെന്റ് ചെയ്തത്, എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഡിറൈവ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കണം യുറേയും മില്ലറും ട്ടാ. തെറ്റിക്കരുത്. നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്, അപ്പൊ സാറ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നെയിം ദ, അത് പറഞ്ഞു. വിച്ച് തിയറി ഓഫ് എവല്യൂഷൻ ഈസ് സബ്സ്റ്റാൻഷിയേറ്റഡ് ബൈ ദിസ് എക്സ്പെരിമെന്റ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കെമിക്കൽ എവല്യൂഷൻ തിയറി അല്ലെങ്കിൽ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ അല്ലെങ്കിൽ രാസപരിണാമ സിദ്ധാന്തം എന്ന് പേരിട്ടിട്ട് നമ്മൾ അതിനെ വിളിക്കുന്നുണ്ടായിരിക്കും. കൃത്യമായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. Flowchart and hints related to the theory of evolution are given below. Analyze them and answer the question. Okay, choose the suitable hints from the box and fill in A and B. Okay, നമ്മുടെ അടുത്ത് എയും ബിയും കൃത്യമായിട്ട് ഫിൽ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഓവർ പ്രൊഡക്ഷൻ, അമിതോൽപാദനം. എ എന്തായിരിക്കും? അപ്പോ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് ഏതായിരിക്കും? സാർ ഒരാളെ വിളിച്ചേ. ഓവർ പ്രൊഡക്ഷൻ, കുറെ പ്രൊഡക്ഷൻ ഉണ്ടായി, അപ്പൊ അവിടെ എ എന്ത് സംഭവിക്കും? അമിതോൽപാദനം ഉണ്ടായി കഴിഞ്ഞാൽ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, നിലനിൽപ്പിനായിട്ടുള്ള ഒരു സ്ട്രഗിള്, നിലനിൽപ്പിനായിട്ടുള്ള ഒരു സമരം ഉണ്ടായിരിക്കും. വെരി ഗുഡ് അശ്വന്ത്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ ഉണ്ടായിരിക്കാം. പിന്നെ രണ്ടാമത്തെ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ദോസ് വിത്ത് നോ ഫേവറബിൾ വേരിയേഷൻസ് ഡിസ്ട്രോയ് ആയിപ്പോ. ഫേവറബിൾ ആയിട്ടുള്ള അനുകൂലമല്ലാത്ത വ്യതിയാനങ്ങൾ ഉള്ളവ എന്ത് ചെയ്യും? നശിച്ചു പോവും. ദോസ് വിത്ത് ഫേവറബിൾ വേരിയേഷൻസ്, ഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷൻസ് ഉള്ള ആൾക്കാർക്ക് എന്താണ് സംഭവിക്കുക? അവരെന്താണ് ചെയ്യുക? ആരാ എന്തൊക്കെയോ ചെയ്യും. എന്താണ് ചെയ്യുക? സാർ ഒരാളെ വിളിച്ചേ. ഹിമ പറയൂ. പോയി. ഋത പറയൂ. എന്താണ് സംഭവിക്കുക? അനുകൂലമായിട്ടുള്ള വേരിയേഷൻസ് ഉള്ളവരെ, നല്ല കുട്ടികൾ എന്ത് ചെയ്യും? നേച്ചർ സെലക്ട് ചെയ്യും. ഓക്കെ, തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ലിമിറ്റേഷൻ ഓഫ് ദിസ് തിയറി? എന്തായിരുന്നു ഈ ഒരു തിയറിയുടെ ലിമിറ്റേഷൻ? ആർക്കെങ്കിലും പറയാവോ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എന്തായിരുന്നു ഈ തിയറി? നമ്മുടെ ഡാർവിൻ പറഞ്ഞതാണ്, ഓക്കെ. പക്ഷേ ഇതിനൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ലിമിറ്റേഷൻ? അതാരാ പറയാനായിട്ട് വരുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, ഒരു സ്റ്റേറ്റ്മെന്റ് ആൻഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. പറഞ്ഞോ. കെസിയ പറയൂ. വെരി ഗുഡ് ഈവനിങ് കെസിയ, പറഞ്ഞോളൂ. ഇതിനൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ നേരെ ആലോചിച്ചാൽ കിട്ടില്ല, ഒന്ന് വളഞ്ഞ് ചിന്തിക്കണം. ഈ ഒരു തിയറിയുടെ ലിമിറ്റേഷൻ എന്തായിരുന്നു? കിട്ടിയൊരു ചാറ്റ് ബോക്സിൽ ആൻസർ ഇട്ടോളൂ. ദുർഗ കമോൺ. എന്തായിരുന്നു കെമിക്കൽ എവല്യൂഷൻ തിയറിയുടെ ലിമിറ്റേഷൻ? എന്തായിരുന്നു? ഇവിടെ പറഞ്ഞു വേരിയേഷൻ സംഭവിക്കുന്നു. വേരിയേഷൻ സംഭവിച്ചത് നേച്ചർ സെലക്ട് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് വേരിയേഷൻ സംഭവിച്ചെന്ന് പറഞ്ഞില്ല. ആര് പറഞ്ഞില്ല? ഡാർവിൻ പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് വേരിയേഷൻ സംഭവിച്ചതെന്ന് ഡാർവിന് പറയാനായിട്ട് സാധിച്ചില്ല. അതായിരുന്നു ഇതിന്റെ ലിമിറ്റേഷൻ. അപ്പോ നീ പേടിക്കണ്ട, ഞാൻ പറഞ്ഞു തരാം എന്തുകൊണ്ടാണ് വേരിയേഷൻ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് അപ്പൂപ്പനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു അപ്പൂപ്പന്റെ പേര്? ആരായിരുന്നു അപ്പൂപ്പന്റെ പേര്? എന്തായിരുന്നു വേരിയേഷന് കാരണമായിട്ട് അപ്പൂപ്പൻ നമ്മളുടെ അടുത്ത് പറഞ്ഞു തന്നത്? നീരജ്, കമോൺ. ആരായിരുന്നു പറഞ്ഞു തന്നത്?
അല്ല, റോബർട്ട് മാത്യൂസ്. നിങ്ങൾക്കറിയാം നിങ്ങൾ പറഞ്ഞത് തെറ്റിക്കുന്നു. റോബർട്ട് മാത്യൂസ് എന്താണ് പറഞ്ഞത്? നമുക്ക് ഈ പോപ്പുലേഷൻ കൂടുന്ന സമയത്ത് എന്ത് കൂടണമെന്നില്ല, ഇതിനുള്ള ഫുഡ് കൂടണമെന്നില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് വേരിയേഷൻ ഉണ്ടായതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന വേറൊരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞു ബോക്സിലാക്കി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു നീല ബോക്സിലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എന്തായിരുന്നു അത്? അലക്സ, അനക്സ, അനക്സ പറയൂ. ഹ്യൂഗോ ഡ്യൂറിസ് ആണ്. വെരി ഗുഡ്. ഓക്കെ, ഹ്യൂഗോ ഡ്യൂറിസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ എന്താണ് ഇതിന്റെ റീസൺ എന്ന് പറഞ്ഞു? എന്തായിരുന്നു അതിന്റെ റീസൺ? പോയാ അനക്സ പോയാ പറഞ്ഞോളൂ. എന്തായിരുന്നു ആദ്യത്തെ ലെറ്റർ? ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഉൽപരിവർത്തനമായിരുന്നു. മ്യൂട്ടേഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ 6ാമത്തെ ചാപ്റ്ററിൽ, അല്ലെങ്കിൽ ഉൽപരിവർത്തനം എന്ന് പറയുന്ന ആ ഒരു കാര്യം നമ്മൾ 6ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? സഡൻ ആൻഡ് ഹെറിറ്റബിൾ ചേഞ്ച് ഇൻ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എൻ ഓർഗാനിസം. ഒരു ഓർഗാനിസം, ഒരു ജീവിയുടെ ജീനിൽ പെട്ടെന്ന് ഉണ്ടാവുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഉൽപരിവർത്തനം എന്ന് വിളിക്കുക. അപ്പൊ ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. പക്ഷെ ഇത് ഇവിടെ ഇത്രയും കാര്യങ്ങൾ എഴുതണ്ട. വാട്ട് ഈസ് ദ ലിമിറ്റേഷൻ ഓഫ് ദിസ് തിയറി എന്ന് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരുന്നു? എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്തുകൊണ്ടാണ് ആ ഒരു എന്തായിരുന്നു ഇതിന്റെ ലിമിറ്റേഷൻ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എന്താണ്? കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ വേരിയേഷൻ. ആർക്ക് സാധിച്ചില്ല? ഡാർവിനെ ഈ പറയുന്ന റീസൺ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ആ റീസൺ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് ഹ്യൂഗോ ഡ്യൂറിസ് ആണ്. മ്യൂട്ടേഷൻ ആണ് അതിന് കാരണം എന്നുള്ള കാര്യം കൂടി എന്റെ മക്കളൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അതിന്റെ മലയാളമാണ്. ഓക്കെ, മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് സാർ പിന്നെയും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് വ്യതിയാനങ്ങൾക്കുള്ള കാരണം വിശദീകരിക്കാൻ എന്ത് ചെയ്തില്ല? സാധിച്ചില്ല. ഈ ബയോളജിയുടെ പ്രത്യേകതയാണ് ടെക്സ്റ്റിലുള്ള കംപ്ലീറ്റ് ഫിഗർ എടുത്തിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ഇതിൽ ആളിനെ ഇന്ന് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളത് ബ്ലൂ വെയിലായിരുന്നു, മറ്റേ വെയിലായിരുന്നു. ഇത് ആമയാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ഒബ്സർവ് ദി ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, why do the forelimbs of these organisms show difference in their external appearances? എന്തുകൊണ്ടാണ് ഇവരുടെ എന്താ പറയാ ശരീരഘടനയിലെ മാറ്റം കാണിക്കുന്നത്? Then what inferences regarding the evolution can be drawn from the anatomy of this organism? അടുത്തത്, write 2 other scientific evidences which prove this evolution. ഓക്കെ, അപ്പോ നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്താണ്? എന്തുകൊണ്ടാണ് ഇവരുടെ ഫോർലിംസിന് ഇത്ര ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു? നിങ്ങളോടാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ ആൻസർ പറയാ? എന്തിനാണ് ഇവർക്ക് ഇത്ര മോഡിഫിക്കേഷൻസ് ഒക്കെ ഇതിനകത്ത്? നമ്മുടെ പോലെ കൈയും കാലും തന്നെ പോരെ? എന്തുകൊണ്ടാണ് ഇവർക്ക് ഒരാൾക്ക് കുഞ്ഞു കൈ, ഒരാൾക്ക് ചിറക്, ഒരാൾക്ക് വലിയ കൈ, ഇതൊക്കെ കൊടുത്തിട്ടുണ്ടാവുക? എന്തുകൊണ്ടായിരിക്കും? സാർ ഒരാളെ വിളിച്ചേ. നിള പറയൂ, പറഞ്ഞോളൂ. ഹോമോലോഗസ് ഓർഗൻസിന്റെ ഇതെന്താ? ഫങ്ഷൻസ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ പല്ലിക്ക് കുഞ്ഞ കൈ തന്നെ കിട്ടണം, അവർക്ക് ചിറക് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം എന്താ? പല്ലി പറക്കൂല. അപ്പൊ പല്ലിക്ക് എവിടെയാണോ ജീവിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പല്ലിക്ക് കൊടുത്തിട്ടുള്ളത്. വവ്വാലിന് എവിടെയാണോ ജീവിക്കാൻ പറ്റുക, പറന്നിട്ടാണ് നടക്കാൻ പറ്റുക. അപ്പൊ അതുകൊണ്ടാണ് എവിടെയാണോ ജീവിക്കുന്നത്, അവരെങ്ങനെയാണോ ഫുഡ് കഴിക്കുന്നത്, അതിനൊക്കെ അനുസരിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് എഴുതി വെച്ചാൽ മതി. Then what inferences regarding evolution can be drawn from the anatomy of these organisms? ഓക്കെ, ഈ ഒരു അനാട്ടമിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അനാട്ടമിയിൽ ഈ പറഞ്ഞ ഹോമോലോഗസ് ഓർഗൻസിന്റെ കാര്യങ്ങൾ തന്നെ എഴുതി വെക്കുക. Then write any 2 scientific evidences which prove the evolution. ഇതല്ലാതെ എവല്യൂഷനെ കാണിക്കുന്ന വേറെ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ? എവല്യൂഷൻ നമ്മൾ അല്ലെങ്കിൽ പരിണാമം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു അത്? സാർ ഒരാളെ വിളിച്ചേ. അമൃതവർഷ പറഞ്ഞോളൂ. പറഞ്ഞോ. സി വേറെ ഏതെങ്കിലും സയന്റിഫിക് എവിഡൻസസ് ഉണ്ടോ? കോമൺ ആൻസിസ്റ്റർ എന്ന് പറയുന്നത് തന്നെയാണ്. ആ കോമൺ ആൻസിസ്റ്റർ എന്ന് നമ്മൾ പറയുന്നത് 3-4 കാര്യങ്ങൾ എടുത്തിട്ടാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ബയോകെമിസ്ട്രി ആൻഡ് ഫിസിയോളജി, മോളിക്കുലാർ ബയോളജി, എവിഡൻസസ് ഫ്രം ദ ഫോസിൽ, ഇതൊക്കെ ഒന്ന് എഴുതി വെക്കുക. അപ്പൊ അതിന്റെ ആൻസർ ആണ് ഡിഫറൻസസ് ഇൻ ദയർ എക്സ്റ്റേണൽ അപ്പിയറൻസസ് ആർ
their adaptations to live their own habitat. ഓരോരോ സ്ഥലത്തും ജീവിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഓരോരോ പ്രത്യേകതകളാണ് കൊടുത്തിട്ടുള്ളത്. Then anatomical resemblances justify the inferences that all organisms evolved from a common ancestor. ഇതൊക്കെ ഈ ഒരു ഇതിന്റെ അനാട്ടമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഇതെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം എല്ലാത്തിനും അനാട്ടമി സെയിം ആണ്, മോർഫോളജി ആണ് ഡിഫറെന്റ് ആയിട്ടുള്ളത്. വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു എല്ല്, പിന്നെ 2 എല്ല്, പിന്നെ കുറെ എല്ലുകൾ, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതൊക്കെ എന്തിനാ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒക്കെ എവിഡൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. വേറെ എന്തൊക്കെ തെളിവുകൾ നമുക്ക് കിട്ടി? ബയോകെമിസ്ട്രി ആൻഡ് ഫിസിയോളജി, മോളിക്കുലാർ ബയോളജി ആൻഡ് എവിഡൻസസ് ഫ്രം ദ ഫോസിൽ. ഇതൊക്കെയാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യന്റെ അവയുടെ ആവാസങ്ങളിൽ ജീവിക്കുന്നതിന് സഹായകമായ അനുകൂലങ്ങളാണ് ബാഹ്യരൂപത്തിലുള്ള വ്യത്യാസങ്ങൾ. ആന്തരഘടനയിലെ സമാനത വ്യക്തമാക്കുന്നത് എല്ലാ ജീവികൾക്കും ഒരു പൊതു പൂർവികൻ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോസിൽ പഠനം അതുപോലെ തന്നെ നൽകുന്ന തെളിവുകൾ ജൈവ രസതന്ത്ര ശരീര ധർമ്മശാസ്ത്രവും അതുപോലെ തന്നെ തന്മാത്ര ജീവശാസ്ത്രം, ഇതൊക്കെയാണ് അതിന്റെ തെളിവുകൾ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, റൈറ്റ് ദ നെയിംസ് ഓഫ് ദ കാറ്റഗറീസ് 1 and 2. ഓക്കെ, നമ്മളുടെ അടുത്ത് 1ഉം ചോദിച്ചിട്ടുണ്ട് 2ഉം ചോദിച്ചിട്ടുണ്ട്. വേഗം ആൻസേഴ്സ് പറഞ്ഞോളൂ. സാർ ഒരാളെ വിളിച്ച് എന്താണ് 1, എന്താണ് 2? അന്ന പറയൂ. അന്ന പറഞ്ഞോളൂ. എന്താ ഫസ്റ്റത്തെ സെർക്കോപിത്തക്കോയിഡിയെ, പിന്നെ ഹോമിനോയിഡെ. ഹോമിനോയിഡെ ആണ്. റൈറ്റ് ദ നെയിംസ് ഓഫ് 1 and 2 നമ്മൾ റൈറ്റ് ചെയ്തു. മെൻഷൻ ദി 2 ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഓർഗാനിസം ബിലോങ് ടു 2, അതായത് ഹോമിനോയിഡയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓർഗാനിസത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? സാർ വിളിച്ചത് എന്താണ് ഹോമിനോയിഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓർഗാനിസത്തിന്റെ പ്രത്യേകതകൾ? ദേവി നന്ദന, കമോൺ. ഡെവലപ്ഡ് ആയിട്ടുള്ള ബ്രെയിൻ ആയിരിക്കും, പിന്നെ ഫ്രീലി മൂവബിൾ ഹാൻഡ്സ് ആയിരിക്കും. വെരി ഗുഡ്. Then how does the comparative study of hemoglobin help to identify the evolutionary relationship between men and chimpanzee? Okay, മനുഷ്യനെയും ചിമ്പാൻസിനെയും എടുത്ത് പരിശോധിച്ച സമയത്ത് അവരുടെ ഹീമോഗ്ലോബിന്റെ ബീറ്റ ചെയിനിലത്തെ അമിനോ ആസിഡുകളുടെ എണ്ണം എടുത്തപ്പോ എത്ര വ്യത്യാസമുണ്ടായിരുന്നു? 1 ആണോ 2 ആണോ 0 ആണോ? എല്ലാവരും ഒന്ന് സ്ക്രീനിൽ കാണിച്ചേ. 1 ആണോ 2 ആണോ 0 ആണോ? എത്ര നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സ്ക്രീനിൽ കാണിക്കൂ. ഇതേത് നമ്പറാ? 0 ആണല്ലേ. ഓക്കെ, ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് തന്നെയാണ് അവിടെ എഴുതി വെക്കേണ്ടത്. ഓക്കെ, അതാണ് അതിന്റെ ആൻസർ. സെർക്കോപിത്തക്കോയിഡെ, ഹോമിനോയിഡെ, ഡെവലപ്ഡ് ബ്രെയിൻ, ഫ്രീലി മൂവബിൾ ഹാൻഡ്സ്, no difference in the number of amino acids in the beta chain of the hemoglobin in men and chimpanzee. ഓക്കെ, കൃത്യമായിട്ട് അത് തന്നെ എഴുതി വെക്കാടാ. Then അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. മങ്കീസ് സെർക്കോപിത്തക്കോയിഡെ ആണെന്നുണ്ടെങ്കിൽ ചിമ്പാൻസി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞുള്ളൂ എന്താണ്? ഹോമിനോയിഡെ ആയിരിക്കും. ഹോമിനോയിഡെ. വെരി ഗുഡ്. Then AI ഒപ്പാരിൻ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഹ്യൂഗോ ഡിവറിസ് ഏതായിരിക്കും? ഓർമ്മയുണ്ടോ എന്ന് നോക്കട്ടെ. സാർ ഒരാളെ വിളിച്ച് ഏതായിരിക്കും ഹ്യൂഗോ ഡിവറിസിന്റെ? ആരാ? അഭിനവ് പറയൂ. അഭിനവ്, കമോൺ. സ്റ്റക്കായോ? സ്റ്റക്കായ പോലെ അഭിനയിക്കാണോ? ശരിക്കും സ്റ്റക്ക്. ആരാണ്? ഫാത്തിമ നസ്രീൻ. പറയൂ ഫാത്തിമ. മ്യൂട്ടേഷൻ ആണ്, ഉൽപരിവർത്തനം. മലയാളത്തിൽ നമുക്ക് അതിനെ മ്യൂട്ടേഷൻ തിയറി അല്ലെങ്കിൽ ഉൽപരിവർത്തനം കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. നേരത്തെ കാണിച്ച ക്വസ്റ്റ്യന്റെ മലയാളമാണ്. ഓക്കെ, ഇത് നേരത്തെ കാണിച്ച പോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് നേരത്തെ കാണിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് സ്കിപ്പ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ എവല്യൂഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് നിന്നുണ്ടായിരിക്കുക. റൈറ്റ് എനി 2 uses of DNA ഫിംഗർ പ്രിന്റിംഗ് ടെക്നോളജി. 7ാമത്തെ ചാപ്റ്റർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. DNA ഫിംഗർ പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയുടെ ഏതെങ്കിലും 2 ഉപയോഗങ്ങളാണ് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. സാർ വിളിച്ച് എന്തൊക്കെയുണ്ട്? നമുക്ക് DNA ഫിംഗർ പ്രിന്റിംഗ് എന്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റും?
ദിയ ദിയ സീരിയൽ കാണാറുണ്ടെങ്കിൽ ഒരു ആൻസർ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും. ബിയ 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 പറയൂ. ആരെ? കൾപ്രിറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റും. അത് സിനിമ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ്. കുറ്റവാളികളെ അല്ലെങ്കിൽ മോഷ്ടാക്കളെ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി സീരിയൽ കാണാറില്ല. ചെറുപ്പത്തിൽ അമ്മയെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ സീരിയൽ കാണാറുണ്ട് അല്ലേ? ഇല്ല. ഓക്കെ. പിന്നെ 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 എന്തൊക്കെ? പിന്നൊന്നുമില്ല. ഇതൊക്കെ തന്നെ എഴുതി വയ്ക്കാനുള്ളത്. ഓക്കെ. അപ്പൊ അതൊക്കെയാണ്. ടു ഫൈൻഡ് ദ ഹെറിഡിറ്ററി ക്യാരക്ടറിസ്റ്റിക്സ്, പാരമ്പര്യ സ്വഭാവ സവിശേഷതകൾ നമുക്ക് മനസ്സിലാക്കാം. ടു ഐഡന്റിഫൈ ദ റിയൽ പേരൻസ് ഇൻ ദ കേസ് ഓഫ് പാരന്റൽ ഡിസ്പ്യൂട്ട്, മാതൃപിതൃത്വ തർക്കങ്ങൾ തീർപ്പാക്കാൻ. ഓക്കെ. ഇപ്പൊ ഏതെങ്കിലും റേപ്പ് വിറ്റിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ആരാണ് കുട്ടിയുടെ അച്ഛൻ എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതല്ലാതെ ഈ സ്ഥിരം ക്ലീശ കഥകളിലൊക്കെ കാണുന്ന പോലെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, അത് ആരുടെ കുഞ്ഞാണെന്ന് കണ്ടുപിടിക്കാനൊക്കെ അതാണ് മാതൃപിതൃത്വ തർക്കങ്ങൾ തീർപ്പാക്കാൻ. ടു ഐഡന്റിഫൈ ദ പേഴ്സൺസ് ഫൗണ്ട് ആഫ്റ്റർ എ ലോങ് പീരിയഡ്സ് ഓഫ് മിസ്സിംഗ് ഡ്യൂ ടു ദ വാർ ഓർ നാച്ചുറൽ കലാമിറ്റീസ്, മറ്റേ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ്, ഉരുൾപൊട്ടലൊക്കെ പോലെയുള്ള അത്തരമുള്ള കാര്യങ്ങളുടെയൊക്കെ സമയത്ത് നഷ്ടപ്പെട്ട ആൾക്കാരോ, അല്ലാന്നുണ്ടെങ്കിൽ വാർ, യുദ്ധം, ഇവിടെ ഒന്നുമില്ല. ഓക്കെ, അവിടെ വാറൊക്കെ ഉണ്ടായ സമയത്ത് നഷ്ടപ്പെട്ട ആൾക്കാരെ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കാം. ദെൻ ടു പ്രൂവ് മർഡർ ആൻഡ് റോബറി, കൊലപാതകം, മോഷണം മുതലായവ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നേരത്തെ ചോദിച്ച പോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അനലൈസ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഓവർ പ്രൊഡക്ഷൻ എന്താണ് നമ്മൾ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന ആൻസർ ആണ്. എന്താണ് ഈ പറയുന്ന? സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ആയിരിക്കും, നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സമരമായിരിക്കും. അപ്പൊ നമ്മൾ അത് ഫിൽ ചെയ്തു. ഹൗ ദ നാച്ചുറൽ സെലക്ഷൻ ലീഡ് ടു എ ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ്, ഒരു പുതിയ ഒരു സ്പീഷീസ് ഉണ്ടാവാൻ ഇത് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു സാർ? ഒരാളെ വിളിച്ചേ. എങ്ങനെയാണ് ഒരു പുതിയ സ്പീഷീസ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്നത്? അമേയ ഹലോ, പറയൂ. എങ്ങനെയാണ് ഒരു പുതിയ സ്പീഷീസ് ഉണ്ടാവുന്നത്? കിട്ടത്തില്ല. ഹെലൻ, അമ്മയ്ക്ക് അറിയാം. ഒന്ന് ടെൻഷൻ ഇല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അമ്മയ്ക്ക് കിട്ടും. പറഞ്ഞോളൂ ഹെലൻ, പറഞ്ഞോളൂ. വെരി ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ്, ഒരു പുതിയ സ്പീഷീസിൽ പെട്ട ആളുകൾ എങ്ങനെ ഉണ്ടാവുന്നു? അങ്ങനെയൊക്കെ ചോദിക്കാമോ സാർ? എന്താടാ? accumulation of the variations. Okay. അപ്പൊ അത് തന്നെയാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. when over production of the organism occur, they complete food, space, mate and other limited resources. അതാണ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡിന് അതേപോലെ തന്നെ ജീവിക്കാനുള്ള സ്ഥലത്തിനൊക്കെ ഒരു സമരം ഉണ്ടായിരിക്കുമല്ലോ, അതുണ്ടായിരിക്കും. ഇൻ ദിസ് സ്ട്രഗിൾ ഓൺലി ഓർഗാനിസം വിത്ത് ഫേവറബിൾ വേരിയേഷൻ സർവൈവ് ഇൻ ദ നേച്ചർ. ഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷൻസ് ഉള്ളവ മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നത്? സർവൈവ് ചെയ്യുന്നത്. ഓവർ എ ലോങ് പീരിയഡ് ഫേവറബിൾ വേരിയേഷൻസ് അക്യുമുലേറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എന്ത് ചെയ്യും? ഈ വേരിയേഷൻസ്, ഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷൻസ് അക്യുമുലേറ്റ് ചെയ്ത് കുമിഞ്ഞു കൂടിയിട്ട് റിസൾട്ടിങ് എ ഫോർമേഷൻ ഓഫ് ന്യൂ സ്പീഷീസ്. അതാണ് എന്ത്? നാച്ചുറൽ സെലക്ഷൻ. കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ദെൻ അടുത്തത് എന്താണ് മ്യൂട്ടേഷൻ എന്നാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. എന്താണ് മ്യൂട്ടേഷൻ? നമ്മൾ ശരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നതല്ല, 6ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നതാണ്. എന്താണ് മ്യൂട്ടേഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്താണ് മ്യൂട്ടേഷൻ? നമുക്കറിയാം. സഡൻ ആൻഡ് ഹെറിറ്റബിൾ ചേഞ്ച് ഇൻ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിൽ ഉണ്ടാവുന്ന പെട്ടെന്ന് ഉണ്ടാവുന്ന ചേഞ്ചിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പേരിട്ട് വിളിക്കുക. എക്സ്പ്ലെയിൻ 2 other factors that cause variations in organism. ഓക്കെ, ഈ പറയുന്ന വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് മനുഷ്യന്മാരിൽ വേരിയേഷൻസ് ഉണ്ടാക്കുന്നത്? നമുക്കറിയാം, ഈ പറയുന്ന റേഡിയേഷൻ ഒക്കെ വേരിയേഷൻസ് ഉണ്ടാക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്.
സോ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ളത്. പിന്നെ കുറെ പേര് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം, സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം. നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് ആണല്ലോ. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ന്യൂറോണിന്റെ സ്ട്രക്ചർ. അത് ചിലപ്പോൾ വരയ്ക്കാൻ വരണം എന്നില്ല, കഴിഞ്ഞ പ്രാവശ്യം വരയ്ക്കാൻ വന്നത് കൊണ്ട് ഇപ്രാവശ്യം വരണം എന്നില്ല എന്നുള്ള അങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കുക. പക്ഷെ എല്ലാം പഠിക്കണം. പക്ഷെ ന്യൂറോൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ന്യൂറോൺ, അതേപോലെ തന്നെ റിഫ്ലക്സ് ആർക്ക് ആൻഡ് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, റിഫ്ലക്സ് ആർക്ക്, ആ പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ 2 ടൈപ്സ് ഓഫ് റിഫ്ലക്സ് ആക്ഷൻസ് ആണുള്ളത്, സെറിബ്രൽ റിഫ്ലക്സും സ്പൈനൽ റിഫ്ലക്സ് എന്ന് പറയുന്ന നമുക്ക് 2 റിഫ്ലക്സും കാര്യങ്ങളൊക്കെയാണുള്ളത്. കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. കാരണം നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ, ഇപ്പൊ എക്സാമ്പിൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, നമ്മള് കണ്ണ് അടയ്ക്കും, ബ്ലിങ്കിങ് ഐസ് വെൻ, കണ്ണിലേക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് വന്ന് കുത്തണ സമയത്ത് നമ്മൾ കണ്ണടയ്ക്കാറുണ്ട്. ഏത് റിഫ്ലക്സ് ആണ്, ഏത് തരം റിഫ്ലക്സ് ആണ്? സാർ ഒരാളെ വിളിച്ച് നമ്മൾ കണ്ണടയ്ക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് റിഫ്ലക്സ് ആണ് എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി യുവർ ആൻസർ? നിങ്ങൾക്ക് പറയൂ, അത് ഏത് തരം റിഫ്ലക്സ് ആണ്? സെറിബ്രൽ റിഫ്ലക്സ്. വെരി ഗുഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീജർ, കാൽമുട്ടിനൊക്കെ ആരെങ്കിലും ഇട്ടിട്ട് ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് തരം റിഫ്ലക്സ് ആണ്? നീജർക്കൊക്കെ. അർജുൻ? സ്പൈനൽ റിഫ്ലക്സ്. സ്പൈനൽ റിഫ്ലക്സ് കൺട്രോൾ ചെയ്യുന്നത് ആരാ? സ്പൈനൽ കോഡ് ആയിരിക്കും. സ്പൈനൽ ആണല്ലോ. ആരാ? ഡെല്ല. ഡെല്ല പറയൂ. ഡെല്ല, കമോൺ. സ്പൈനൽ റിഫ്ലക്സ് കൺട്രോൾ ചെയ്യുന്നത് സ്പൈനൽ കോഡാണ്. സെറിബ്രൽ റിഫ്ലക്സ് കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രം. കുറച്ചുകൂടി നല്ല ആൻസർ ബ്രെയിൻ എന്ന് പറയുന്നതാണ്. ഓക്കെ, തലച്ചോർ. ഓക്കെ, അതാണ് ആ ഒരു ചാപ്റ്റർ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ ബ്രെയിനിന്റെ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. ബ്രെയിനിന് കുറെ ഭാഗങ്ങളുണ്ട്. ഇപ്പൊ ബ്രെയിൻ വരയ്ക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ഭാഗം വരയ്ക്കണം. ഓക്കെ, ഇവിടെ ഒരു കാബേജിന്റെ ലീഫ് പോലത്തെ ഒരു സാധനം വരയ്ക്കണം. ഇവിടെ കുറെ കുണ്ടും കുഴിയൊക്കെ വരയ്ക്കണം. ഓക്കെ, പിന്നെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഇങ്ങനെ ഞാൻ കൊടുക്കുന്ന സാധനം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ദണ്ട് പോലത്തെ ഒരു സംഭവമുണ്ട്. ഓക്കെ, ഇത്രയാണ് ബ്രെയിനിനെ കുറിച്ച് ബ്രെയിനായിട്ട് വരയ്ക്കേണ്ടത്. അപ്പൊ ബ്രെയിനിലെ നമ്മളിങ്ങനെ അടയാളപ്പെടുത്താനുള്ള ഭാഗങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും ഒരു ഭാഗത്തിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞിട്ടാണ് അടയാളപ്പെടുത്തേണ്ടത്? സെറിബ്രം. ഓക്കെ, സെറിബ്രം എന്ന് പറഞ്ഞിട്ട് അടയാളപ്പെടുത്തുക. ഇത് സെറിബ്രം. ദെൻ ഇത് ഈ കാബേജിന്റെ ലീഫ് പോലത്തെയാണ് എന്ത്? സെറിബെല്ലം. ഓക്കെ, സെറിബെല്ലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. ദെൻ അടുത്തത് എന്താണ്? ഇവിടെയുള്ള ഈ വടി പോലത്തെ ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഓക്കെ, മെഡുല്ല ഒബ്ലോങ്കേറ്റ. 3 മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ. ഓക്കെ, സെറിബ്രം. ഇതിന്റെ ഫംഗ്ഷൻസ് ഏതൊക്കെയാ? ഒന്ന് ഓർത്തെടുത്ത്, വേഗം വേഗം മക്കളൊന്ന് ഓർത്തെടുത്ത്. സാർ ഒരാളെ വിളിച്ച്. സെറിബ്രത്തിന്റെ 3 ഫംഗ്ഷൻസ് ആണുള്ളത്. സെറിബ്രത്തിന് 3 ധർമ്മങ്ങളാണുള്ളത്. ഏതൊക്കെയാണ് സെറിബ്രത്തിന്റെ ഫംഗ്ഷൻസ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെറിബ്രത്തിന്റെ ഫംഗ്ഷൻ നാളെ എന്തായാലും ചോദിക്കും, ഉറപ്പ്. അലൻ ബെർണാഡ് പറഞ്ഞോളൂ. അലൻ ബെർണാഡ്. അലൻ ബെർണാഡ്. അതുല്യ. വെരി ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ അതുല്യ. വോളണ്ടറി ആക്ഷൻസ്, ഐച്ഛികമായിട്ടുള്ള ചലനങ്ങൾ നിയന്ത്രിക്കുന്നു. പിന്നെ ഇവോക്ക് സെൻസേഷൻസ്, ഇന്ദ്രിയാനുഭവങ്ങൾ ഉണ്ടാക്കി തരുന്നു. പിന്നെ തോട്ട്, ഓർമ്മ, ചിന്ത, ബുദ്ധി ഇവയുടെയൊക്കെ കേന്ദ്രമാണ്. സെറിബ്രത്തിന് ഒരു ഫംഗ്ഷൻ ആണുള്ളത്. ഏതാണത്? ഈക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നു. വെരി ഗുഡ്. ദെൻ മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്താണ് ചെയ്യുന്നത്? ഇൻവോളണ്ടറി ആക്ഷൻസ്. ഏതൊക്കെ ഇൻവോളണ്ടറി ആക്ഷൻസ്? വെരി ഗുഡ്. ഇവിടെ ഒരു ഭാഗമുണ്ട്. ഇതാണ് ഏത്? തലാമസ്. താഴെയുള്ളത് ഹൈപ്പോതലാമസ്. ഈ തലാമസ് എന്ന് പറയുന്നത് ഈ സെറിബ്രത്തിന്റെ ഡാർവിനിസം ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഡാർവിനിസം ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിക്കുന്നുണ്ട്. ഡാർവിനിസം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, തലാമസ് എന്താ ചെയ്യുന്നത്? തലാമസ് ചെയ്യുന്നത്
ഇതിന്റെ സെറിബ്രത്തിന്റെ മാനേജർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, സെറിബ്രത്തിലേക്ക് കുറെ ആൾക്കാർ ഒരുമിച്ച് ഇടിച്ചു കയറുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് സന്തോഷമൊക്കെ ഒരുമിച്ച് വരുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും കുറിച്ചിട്ടൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സിനിമയൊക്കെ കാണുന്ന സമയത്ത് കാണുന്ന സമയത്ത് നമുക്ക് ആരെങ്കിലും ഒക്കെ പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ടായിരിക്കും. ഫുഡ് കഴിക്കുന്ന സമയത്ത്, കഞ്ഞി കുടിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഒരു അൽഫാം കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. അപ്പൊ ഇത്തരത്തിൽ ഒരുപാടധികം ചിന്തകൾ അറ്റ് എ ടൈം ഇങ്ങനെ ഓടി വരും സെറിബ്രത്തിന്റെ ഉള്ളിലേക്ക്. അപ്പൊ ഏതാണോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അതിനെ കടത്തിവിടുന്ന ഒരാളാണ് ആര്? തലാമസ്. അതുകൊണ്ട് തന്നെ അതിനെ വിളിക്കുന്നു ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ ഓഫ് ദ ഇമ്പൾസസ്. ഇമ്പൾസിന്റെ പുനർപ്രസരണ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നു. ഇതിന്റെ തൊട്ട് താഴെ ഇങ്ങനെ ഇങ്ങനെ ഞാൻ എടുക്കുന്ന ഒരു സാധനമുണ്ട്, അതാണ് ഹൈപ്പോ തലാമസ്. ഹൈപ്പോന്റെ എച്ച് ഫോർ എച്ച്. ഹൈപ്പോ തലാമസ് ചെയ്യുന്നത് എന്താണ്? ഈ പറയുന്ന ഹോമിയോസ്റ്റാസിസ് ആണ്. ഓക്കെ, ഒരു സമസ്ഥിതി നിലനിർത്തുന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെ ഒന്ന് വരച്ചു വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിവുള്ളവരുണ്ടായിരിക്കും, കഴിവില്ലാത്തവരുണ്ടായിരിക്കും. ഓക്കെ, ഇതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ എല്ലാ കഴിവുകളും അപ്പൊ പുറത്തേക്ക് എടുക്കാനായിട്ട് നിൽക്കരുത്. കാരണം വളരെ കുറച്ച് സമയം ഉണ്ടായിരിക്കുള്ളൂ. എന്നാലും ഈ ഒരു രീതിയിലൊക്കെ വരച്ചാൽ നിങ്ങൾക്ക് മാർക്കൊക്കെ ഇട്ട് തരും. അല്ലാണ്ട് നിങ്ങൾ എന്തായാലും ഡ്രോയിങ്ങിന്റെ എക്സാം ഒന്നുമല്ല. എന്നാലും ഇവർക്ക് മനസ്സിലാവും, ടീച്ചർമാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് വരച്ച് വെച്ചിട്ട് അടയാളപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ റീഡ്രോ ആയിരിക്കും വരിക കേട്ടോ. ഓക്കെ, കാണാണ്ട് വരയ്ക്കാനൊന്നും വരില്ല, ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ട്രേസ് എടുത്തിട്ട് ആ ഇത് കളയാനൊന്നും നിൽക്കരുത്. അപ്പൊ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നുണ്ടായിരിക്കുക. കൃത്യമായിട്ട് മനസ്സിലാക്കി. പിന്നെ ഡിസീസ്, ഓരോരോ ചാപ്റ്ററിലും ഒരുപാടധികം ഡിസീസുകൾ ഉണ്ടായിരിക്കും. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. പിന്നെ രണ്ടാമത്തെ ചാപ്റ്ററിന് ഇതേപോലെ വരയ്ക്കാനായിട്ട് വരുന്നത് ഐ ആയിരിക്കും. ഒന്നെങ്കിൽ ബ്രെയിൻ ആയിരിക്കും വരയ്ക്കാനായിട്ട് വരിക, അല്ലാന്നുണ്ടെങ്കിൽ ഐ വരയ്ക്കാനായിട്ട് വരും. അപ്പൊ ഐക്ക് 3 ഭാഗങ്ങളുണ്ട്. 3 ഭാഗങ്ങളിൽ കുറെ ഭാഗങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. സ്ക്ലീറ, കൊറോയിഡ്, റെറ്റിന, ഇതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ദെൻ നമ്മള് പിന്നെ ഇയറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇന്റേണൽ ഇയർ ആണ്. ഓക്കെ, ഇന്റേണൽ ഇയറിന്റെ ബാലൻസിങ്ങും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മളൊന്ന് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ദെൻ നമ്മൾ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് അതിലും കുറച്ചധികം ഡിസീസ്, കണ്ണിനെ എഫക്ട് ചെയ്യുന്ന കുറച്ച് ഡിസീസസ് ഉണ്ടായിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെറോഫ്താൽമിയ, അതുപോലെ തന്നെ കൺജങ്ക്ടിവൈറ്റിസ്, അതുപോലെ തന്നെ നൈറ്റ് ബ്ലൈൻഡ്നെസ്, കളർ ബ്ലൈൻഡ്നെസ് ഒക്കെ വേണ്ട ഒരു 5ഓളം ഡിസീസ് പഠിക്കാനുണ്ട്. കൃത്യമായിട്ട് പഠിക്കാം. എല്ലാ ചാപ്റ്ററിലെയും ഡിസീസ് കൃത്യമായിട്ട് പഠിക്കണം. അത് വളരെ ഇഷ്ടമാണ് ഈ ചോദ്യകർത്താവിന് ചോദിക്കാനായിട്ട്. ദെൻ അടുത്തത് 3ാമത്തെ ചാപ്റ്ററിലേക്ക് എല്ലാ ഗ്ലാൻഡുകളും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്ലാൻഡ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അതേപോലെ തന്നെ തൈറോയിഡ് ഗ്ലാൻഡ്. ഓക്കെ, തൈറോയിഡ് ഗ്ലാൻഡ്, അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഡിസീസ്, ഡ്വാർവിനിസം, ജയജാൻഡിസം ഒക്കെ വരുന്ന എല്ലാ ഡിസീസും, ഹോർമോൺ ഡെഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന എല്ലാ ഡിസീസസും ഒന്ന് കൃത്യമായിട്ട് പഠിക്കാം. ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു ഗ്ലാൻസ് ഒക്കെ ഉണ്ടല്ലോ, അതും കൃത്യമായിട്ട് പഠിക്കേണ്ടതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിലോട്ട് വരുമ്പോൾ ഈ പറയുന്ന പാത്തജനിക് ഡിസീസും നോൺ പാത്തജനിക് ഡിസീസും കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനറ്റിക് ഡിസീസസ് ആണ്. ഓരോന്നിന്റെയും ഫിഗർ ഒക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ഫിഗർ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, ദെൻ അടുത്തത് 5ാമത്തെ ചാപ്റ്ററിൽ കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, അതേപോലെ തന്നെ ഫാഗോസൈറ്റോസിസ്, ബ്ലഡ് ക്ലോട്ടിംഗ്, ബ്ലഡ് ഗ്രൂപ്പിംഗ്, ലിംഫോസൈറ്റ്. 2 ടൈപ്പ് ഓഫ് ലിംഫോസൈറ്റ് ഉണ്ടെന്ന് അറിയാലോ. ഓർമ്മയുണ്ടെങ്കിൽ ഉഷാടൊന്ന് കൈവശി കാണിച്ചേ. ടി ലിംഫോസൈറ്റും ബി ലിംഫോസൈറ്റും ഒക്കെയാണ്. അത് കൃത്യമായിട്ട് പഠിക്കാം. ദെൻ നമ്മുടെ 6ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പിന്നെ പഠിക്കാനായിട്ട് വരുന്നത്. സോ കൃത്യമായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ നാളത്തെ ക്ലാസ്സിന് നിങ്ങൾ എല്ലാവരും, ഈ ക്ലാസ്സിലിരിക്കുന്ന എൻ്റെ എല്ലാ മക്കളും നിർബന്ധമായിട്ടും ക്ലാസ്സിൽ കയറണം. ഓക്കെ, നിങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പോ എല്ലാവരും കയറുക. അപ്പൊ നമുക്ക് നാളത്തെ ഈ ക്ലാസ്സിൽ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ എക്സാമിനൊക്കെ പോകുമ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട്, ഇനിയിപ്പോ ഈ പുതിയതായിട്ട് പഠിക്കാവുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് ഇപ്പൊ ചോദിച്ചതിൽ ചിലതൊക്കെ ഓർമ്മ കിട്ടാത്തുണ്ടായിരിക്കും. അപ്പൊ ഓർമ്മ വരാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നല്ല നല്ല കാപ്പിയൊക്കെ കുടിച്ചിട്ട്, രാവിലെ കാപ്പി അമ്മ ഉണ്ടാക്കി തരികയാണെങ്കിൽ കോഫി ഒക്കെ കുടിച്ചിട്ട് പോവുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, എന്തെങ്കിലും മിഠായി അല്ല, കോപ്പിക്കൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഓക്കെ, അപ്പൊ അത് നമ്മുടെ ബ്രെയിനിന്റെ കുറെ സെല്ലിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യും. നല്ല നല്ല ഫ്രൂട്ട്സ്, എക്സാമിന്റെ സമയത്തൊക്കെ നല്ല നല്ല ഫ്രൂട്ട്സ് മാത്രമല്ല കൂടുതൽ നമ്മുടെ ഡയറ്റിൽ ഫ്രൂട്ട്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് നല്ല നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് പോവുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ആരെയാണോ വിശ്വാസം, ദൈവത്തിന് വിശ്വാസമുള്ളവരെ ദൈവത്തിനെ പ്രാർത്ഥിക്കുക. സൂര്യനെയോ ഭൂമിനെയോ നാടിനെയോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും മനുഷ്യന്മാരനെയാണോ വിശ്വാസം, അവരെ ഒന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് ആ ഒരു വിശ്വാസം
നല്ല രീതിക്ക് ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബയോളജിയിൽ എന്തായി ഫുൾ മാർക്കായി. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വർഷങ്ങളിലായിട്ട് നമ്മൾ കൃത്യമായി ചെയ്ത് വന്ന കാരണം വേറെ ഒരു ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് പഠിച്ചിട്ട് വരാടാ. ഓക്കെ, ഞാൻ SSLC എഴുതിയിട്ട് ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് 10ാമത്തെ വർഷമാണ്. ഞാൻ 10 ഇയർ സെലിബ്രേഷൻ ചെയ്യുന്നത് നിങ്ങളിലൂടെയാണ്, ഞാൻ പഠിപ്പിച്ച എൻ്റെ മക്കളിലൂടെയാണ്. 10ാമത്തെ വർഷം ഞാൻ ആഘോഷിക്കുന്നത്. സോ നല്ല മാർക്ക് വാങ്ങി ഇങ്ങോട്ട് കൊണ്ടുവരും എന്നുണ്ടെങ്കിൽ ഉഷാറായിട്ടൊന്ന് കൈവീശി കാണിച്ചേ, ഉഷാറായിട്ടൊന്ന് കൈവീശി കാണിക്കുക. ഓക്കെ സെറ്റ്. അപ്പൊ എല്ലാവരും A+ വാങ്ങിച്ചിട്ട് വരും. ഓക്കെ, അപ്പോ എൻ്റെ 10 ഇയർ സെലിബ്രേഷനിലും കൂടി നിങ്ങൾ പങ്കുകൊള്ളാം. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്ന് നമുക്ക് പറയാനായിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും പിന്നെ ഒരു കാര്യം പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ ഈ ഒരു സ്ട്രീമിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മൾ ഇന്നെടുത്ത ക്ലാസ്സിന്റെ സ്ലൈഡും കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ അതിനോടൊപ്പം കൂടി എന്ത് ചെയ്യുക, ആ സ്ലൈഡും കൂടി ഒന്ന് വാങ്ങിച്ചിട്ട് ഒന്ന് വായിക്കുക, ഒന്ന് ഫൈനൽ ഒരു ഫിനിഷിംഗ് ടച്ച് ഒക്കെ നടത്താടാ. ഓക്കെ, അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ മാത്രം ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളവരെല്ലാവരും ലീവ് ചെയ്തോ. ബൈ, ഗുഡ് നൈറ്റ്.